നമസ്കാരം. ന്യൂസ് ആൻഡ് വ്യൂസിലേക്ക് ഏവർക്കും സ്വാഗതം. കോവിഡ് കാലത്തെ ഉത്തരവാദിത്വം. കോവിഡ് നിരക്ക് ഭീതിജനകമായ രീതിയിൽ ഉയരുമ്പോൾ ജനങ്ങൾക്ക് മാതൃക കാട്ടേണ്ട രാഷ്ട്രീയ പാർട്ടികളും സാമൂഹ്യ സംഘടനകളും ഉത്തരവാദിത്വ സമീപനം കൈക്കൊള്ളുമോ എന്നതാണ് ഈ വേളയിലെ പ്രസക്തമായ ചോദ്യം. കോവിഡിനെ തുടക്കത്തിൽ മാതൃകാപരമായി നേരിട്ട നമ്മൾ പിന്നീട് ജാഗ്രതയൊക്കെ കാറ്റിൽ പറത്തി. ഇതേ നില തുടർന്നാൽ നമ്മുടെ സംവിധാനങ്ങളൊക്കെ താറുമാറാകും, മരണനിരക്ക് കുതിച്ചുയരുകയും ചെയ്യും. സങ്കീർണമായ ഈ സാഹചര്യത്തെ നേരിടാൻ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? അതിൽ രാഷ്ട്രീയവും മതവും സംസ്കാരവും വൈദ്യശാസ്ത്രവും എല്ലാം ഉൾപ്പെടും. കോവിഡ് കാലത്തെ ഉത്തരവാദിത്തമെന്ന വിഷയത്തിൽ ചർച്ചയിൽ പങ്കെടുക്കുന്നവർ CPM MLA AN ഷംഷീർ, KPCC സെക്രട്ടറി അഡ്വക്കേറ്റ് BRM ഷഫീർ, BJP സംസ്ഥാന വക്താവ് അഡ്വക്കേറ്റ് VP പത്മനാഭൻ, സാമൂഹ്യ സുരക്ഷാ മിഷൻ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഡോക്ടർ മുഹമ്മദ് അഷീദ്. ചർച്ചയ്ക്ക് നിദാനമായി ഏതാനും ചോദ്യങ്ങൾ ഞങ്ങൾ ഉന്നയിക്കുകയാണ്. ഒന്ന്, ഏവരും അനുമോദിച്ച മലയാളി എവിടെയാണ് ജാഗ്രത കാറ്റിൽ പറത്തിയത്? പരസ്പരം പഴിചാരേണ്ടതില്ലെങ്കിലും ഉത്തരവാദിത്തം ഏറ്റെടുക്കേണ്ട ബാധ്യത പലർക്കുമില്ലേ? പുതിയ കാലത്തെ രാഷ്ട്രീയ പ്രവർത്തനം ചിട്ടപ്പെടുത്താനുള്ള പക്വത എന്നാണ് നമ്മൾ ആർജിക്കുക? IMA മുന്നോട്ട് വെക്കുന്ന ആരോഗ്യ അടിയന്തരാവസ്ഥയുടെ പൊരുളെന്താണ്? അത് അനിവാര്യമോ? ചർച്ചയിലേക്ക് പോകുന്നതിന് മുമ്പ് ഏതാനും തലവാചകങ്ങൾ കൂടി നമുക്ക് പരിശോധിക്കാം. കോവിഡ് വ്യാപനം രൂക്ഷമാണെങ്കിലും സമ്പൂർണ്ണ ലോക്ക്ഡൗണിലേക്ക് കടക്കേണ്ടതില്ലെന്ന് സർവകക്ഷി യോഗത്തിൻ്റെ തീരുമാനം. സമരങ്ങൾക്കടക്കം കർശന നിയന്ത്രണം. സമ്പർക്കത്തിലൂടെ 90% പേർക്കും രോഗം ബാധിക്കുന്നത് അതീവ ഗൗരവകരമായ കാര്യമെന്ന് മുഖ്യമന്ത്രി. സമരം നിർത്തിവെക്കാൻ LDFൻ്റെ തീരുമാനം. എന്നാൽ സമരവുമായിട്ട് മുമ്പോട്ട് പോകുമെന്ന് BJP. സംസ്ഥാനത്ത് ഇന്ന് 7354 പേർക്ക് കൂടി കോവിഡ് സ്ഥിരീകരിച്ചു. ചവറ, കുട്ടനാട് ഉപതെരഞ്ഞെടുപ്പുകൾ ഒഴിവാക്കാൻ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ തീരുമാനം. നടപടി സർവകക്ഷി യോഗത്തിൻ്റെയും സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെയും ആവശ്യങ്ങൾ പരിഗണിച്ച്. ലോകസഭ രാജ്യസഭ അംഗങ്ങൾ സംസ്ഥാന രാഷ്ട്രീയത്തിലേക്ക് മടങ്ങി വരേണ്ടതില്ലെന്ന് മുല്ലപ്പള്ളി രാമചന്ദ്രൻ. KPCC പുനഃസംഘടനയ്ക്കെതിരെ ഹൈക്കമാൻഡിനെ സമീപിച്ച MPമാരോട് മുല്ലപ്പള്ളിക്ക് കടുത്ത അതൃപ്തി. മനുഷ്യാവകാശ സംഘടനയായ ആംനസ്റ്റി ഇന്റർനാഷണൽ ഇന്ത്യയിലെ പ്രവർത്തനങ്ങൾ അവസാനിപ്പിക്കുന്നു. തീരുമാനം കേന്ദ്ര സർക്കാരിൻ്റെ നിരന്തരമായ വേട്ടയാടൽ മൂലമെന്ന് എക്സിക്യൂട്ടീവ് ഡയറക്ടർ അവിനാഷ് കുമാർ. നമ്മൾ ചർച്ചയിലേക്ക് പോവുകയാണ്. AN ഷംഷീർ, ഇന്ന് സർവകക്ഷി യോഗം. പക്ഷേ രാഷ്ട്രീയ സംഭവവികാസങ്ങൾക്ക് യാതൊരു കുറവുമില്ല. സർവകക്ഷി യോഗം ചേരുന്നു. കോവിഡിനെതിരെ ജാഗ്രത, ശക്തമായ കർക്കശമായ നിയന്ത്രണങ്ങൾ. അതേസമയം തന്നെ പല ചാനലുകളുമുള്ള ചർച്ച. ഒന്ന്, CBIയെ നിങ്ങൾ കാലുകുത്താതിരിക്കാനുള്ള ഓർഡിനൻസുമായി വരുമെന്ന രമേശ് ചെന്നിത്തലയുടെ ആരോപണത്തെ മുൻനിർത്തി. ആരോപണങ്ങൾ കൊഴുക്കുമ്പോൾ കോവിഡ് നിയന്ത്രണങ്ങൾ വീണ്ടും പാളുമോ? എന്താണ് ഷംഷീർ? കോവിഡ് ഏറ്റവും ആദ്യം റിപ്പോർട്ട് ചെയ്യപ്പെട്ട ഒരു പ്രദേശത്തെ MLA ആണ് ഞാൻ. ജനുവരി മാസമാണ് കോവിഡ് നമ്മുടെ ഇന്ത്യയിലേക്ക് വന്നത്. അന്ന് തന്നെ നമ്മുടെയൊക്കെ മണ്ഡലത്തിൽ കോവിഡ് ഉണ്ടായിരുന്നു. തുടർന്ന് മാർച്ച് മാസത്തോടെ കേരളത്തിൽ ഇന്ത്യയിൽ ലോക്ക്ഡൗൺ പോയി. കേരളം അതിൻ്റെ തയ്യാറെടുപ്പ് തുടങ്ങി. തുടക്കത്തിൽ തന്നെ വളരെ ലാഘവത്തോടെയാണ് കേരളത്തിലെ UDF ഇതിനെ കണ്ടത്. നിയമസഭക്കകത്ത് അടിയന്തര പ്രമേയത്തിൻ്റെ ചർച്ചയിൽ നിയമസഭ ഗിലറ്റിൻ ചെയ്തു പോകാൻ തീരുമാനിച്ചപ്പോൾ നിയമസഭ നിർത്തിവെച്ച് ഇവർ ജനങ്ങളെ പാനിക്കാക്കുകയാണ്. അതിൻ്റെ ആവശ്യമൊന്നുമില്ല. നിയമസഭക്കകത്ത് നടത്തിയ പ്രസംഗങ്ങളിൽ പരിഹാസമായിരുന്നു. എന്തിനാണ് ഇവരിങ്ങനെ പേടിപ്പിക്കുന്ന ആളുകളെ? പക്ഷെ എന്തായി ഇപ്പോഴത്തെ സ്ഥിതിഗതികൾ? നമുക്ക് കേരളം പോലുള്ളൊരു സംസ്ഥാനത്ത് അതിശക്തമായ ആശുപത്രി സംവിധാനങ്ങൾ, ഹെൽത്ത് സിസ്റ്റം ഉള്ളതുകൊണ്ടും
അതുപോലെ തന്നെ ഫലപ്രദമായി പ്രവർത്തിക്കുന്ന ഒരു സംസ്ഥാന സർക്കാരുള്ളതുകൊണ്ടാണ് ഇപ്പോൾ മരണനിരക്ക് കമ്പാരിറ്റീവ്ലി അതർ സ്റ്റേറ്റ്സുമായി കമ്പയർ ചെയ്യുമ്പം നമുക്ക് പിടിച്ചേക്കാൻ പറ്റുന്നത്. അതുപോലെ രോഗം ഭേദമാകുന്നതിൻ്റെ നിരക്കും വളരെ കൂടുതലാണ്. പക്ഷേ ഇവിടെ കേരളത്തിൽ തുടക്കം മുതൽ ഇവരുടെ ഒരു MP പറഞ്ഞത് അത് ചൂടുള്ള സ്ഥലത്ത് ചൂട് കൂടുമ്പം അങ്ങ് അണുക്കൾ മരിച്ചു വൈറസ് മരിച്ചു എന്നായിരുന്നു. ഒരു ഉത്തരവാദപ്പെട്ട ജനപ്രതിനിധിയാണ് പറഞ്ഞത്. അതുപോലെ മറ്റൊരു ഉത്തരവാദപ്പെട്ട ജനപ്രതിനിധി പറഞ്ഞു പരീക്ഷ നടത്താൻ തീരുമാനിച്ചപ്പോൾ അന്ന് കോവിഡിനെ നിസ്സാരമായി കണ്ടവർ പിന്നീട് പറഞ്ഞു ഇത് തലക്ക് വെളിവില്ലാത്ത മുഖ്യമന്ത്രിയാണ് എന്നൊക്കെ പറഞ്ഞ് പരസ്യമായി ആക്ഷേപിക്കുന്ന സമയം. അത് ഷംഷീറിന്റെ സുഹൃത്തായിട്ടുള്ള കെ സുധാകരനായിരുന്നില്ലേ? ഞങ്ങളുടെ ജില്ലക്കാരനാണ് അന്ന്. കാരണം SSLC പരീക്ഷ മുടങ്ങുമുണ്ടാകുന്ന അവസ്ഥ നമുക്കൊക്കെ അറിയാം. ഞാൻ SSLC എഴുതുമ്പോഴായിരുന്നു SSLC ചോദ്യപേപ്പർ ചോർന്നുപോയി, എക്സാം നീണ്ടുപോയത് അനിശ്ചിതത്വമായി. അപ്പോൾ ഇങ്ങനെയൊക്കെ ഉണ്ടാകുമ്പോൾ ആ ഒരു പാരൻസിൻ്റെ കുട്ടികളുടെ സംഘർഷം എത്ര കടുത്തതായിരിക്കും. അത് പരിഹരിക്കാൻ വേണ്ടി ഇച്ഛാശക്തിയോടെ സംസ്ഥാന സർക്കാർ പ്രവർത്തിച്ചപ്പോൾ ആക്ഷേപിച്ചു. ഇവർ പൊളിറ്റിക്കലായിട്ടാണ് കാര്യങ്ങൾ കാണുന്നത്. ഇവിടെ മനുഷ്യനുണ്ടെങ്കിലേ രാഷ്ട്രീയ പാർട്ടികളുണ്ടാകും. ആദ്യം മനുഷ്യൻ ബാക്കിയാവണം. അപ്പോൾ മനുഷ്യൻ ബാക്കിയാവാനും മനുഷ്യൻ്റെ ആരോഗ്യം സംരക്ഷിക്കാനും പിണറായി സർക്കാർ വളരെ സജീവമായി ഇടപെടുമ്പം അത് സാബോട്ടേജ് ചെയ്ത് അട്ടിമറിച്ച് ജനങ്ങളുടെ മരണനിരക്ക് കണ്ട് ആഹ്ലാദിക്കുന്ന ഒരു സംഘമായി കേരളത്തിൽ UDF മാറി. ഷഫീർ, നിങ്ങൾ ഷംഷീർ കഴിഞ്ഞ ദിവസങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നൊരു ഭാഷയുണ്ട്, നിങ്ങൾ മരണത്തിൻ്റെ വ്യാപാരികളായി മാറിക്കൊണ്ടിരിക്കുകയാണെന്ന്. അപ്പോൾ ഷംഷീർ എന്തുകൊണ്ട് നിങ്ങൾ ആ വ്യാപാരം നടത്തുന്നു എന്ന് സ്ഥാപിക്കാൻ വേണ്ടിയിട്ട് പല ഉദാഹരണങ്ങളും മുമ്പോട്ട് വച്ചിരിക്കുന്നു. ഇന്നാണെങ്കിൽ ഷഫീർ ഇന്ന് സെക്രട്ടറിമാരുടെയൊക്കെ യോഗത്തിൽ നിന്ന് ആവേശം ഉൾക്കൊണ്ടുകൊണ്ടാണ് നമ്മുടെ ചർച്ചയിലേക്ക് വന്നിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ എല്ലാ പ്രതിഫലനവും ഉണ്ടാവും മറുപടിയിൽ. വരട്ടെ ഷഫീർ. അല്ല, അതിനകത്ത് തലശ്ശേരി MLA അദ്ദേഹത്തിൻ്റെ വിവിധ ചർച്ചകൾ നമ്മൾ കണ്ടതാണ്. അദ്ദേഹത്തിൻ്റെ ചർച്ചകളിലെ ശരീരഭാഷയും നമ്മൾ കണ്ടതാണ്. ആ ചർച്ചകളിലുടനീളം അദ്ദേഹം കോൺട്ര ചെയ്യാൻ ശ്രമിക്കുന്നത് കോൺഗ്രസിനെയാണ്. ഞാൻ അദ്ദേഹത്തിൻ്റെ ചർച്ചയിലുടനീളം പല സമരങ്ങളും അദ്ദേഹം കണ്ടല്ലോ. ആ സമരങ്ങൾ കണ്ടപ്പോൾ BJP നടത്തുന്ന സമരങ്ങൾക്കെതിരായി മരണത്തിൻ്റെ വ്യാപാരികൾ എന്നൊരു പദപ്രയോഗം അദ്ദേഹത്തിൻ്റെ ഏതെങ്കിലും ഒരു ചർച്ചയിൽ ബ്രിട്ടാസ് നിങ്ങൾ കണ്ടോ? കാരണം അദ്ദേഹത്തിനറിയാം 10 ഏജൻസികൾ തൻ്റെ മുമ്പിലും തൻ്റെ സർക്കാരിൻ്റെ മുമ്പിലും മന്ത്രിമാരുടെ മുമ്പിലും മന്ത്രിമാരുടെ മക്കളുടെ വീടിൻ്റെ മുമ്പിലുമൊക്കെ നിരന്ന് നിൽക്കുമ്പോൾ ഈ 10 ഏജൻസികളിൽ നിന്നും രക്ഷപ്പെടുന്നതിന് വേണ്ടിയിട്ട് ഒരു സർക്കാർ കൈകാലിട്ടെടുത്ത് നിലത്തിട്ടടിക്കുമ്പോൾ അതിനെതിരായി ജനകീയമായ സമരമുഖങ്ങൾ തെളിഞ്ഞു വന്നാൽ അതിൻ്റെ ഗുണം കിട്ടാൻ പോകുന്നത് ഈ സർക്കാർ മറിഞ്ഞാൽ UDF വരും എന്നുള്ളത് കൊണ്ട് തന്നെയാണ് തലശ്ശേരി MLA ഉൾപ്പെടെയുള്ള ആളുകൾ കൃത്യമായിട്ട് തന്നെ കോൺഗ്രസ് ആണ് മരണത്തിൻ്റെ വ്യാപാരികൾ എന്നടിച്ചുകൊണ്ടേയിരുന്നത്. പ്രിയപ്പെട്ട തലശ്ശേരി MLAയോട് എൻ്റെ ചോദ്യം, മുഖ്യമന്ത്രിയുടെ പ്രസ് സെക്രട്ടറി, താങ്കൾ മാധ്യമ ഉപദേഷ്ടാവാണ്, അദ്ദേഹത്തിൻ്റെ പ്രസ് സെക്രട്ടറിയാണ് PM മനോജ്. അദ്ദേഹം ഏത് കോൺഗ്രസ് സമരത്തിൽ പങ്കെടുത്തിട്ടാണ് അദ്ദേഹത്തിന് ഇത് വന്നത്? CPMൻ്റെ പോളിറ്റ് ബ്യൂറോ മെമ്പറാണ് ശ്രീ MA ബേബി സഖാവ്, നമ്മൾ ബഹുമാനിക്കുന്ന സഖാവ്. അദ്ദേഹത്തിന് എങ്ങനെയാണ് കോവിഡ് വന്നത്? 3 മന്ത്രിമാർ ഇപ്പോൾ ചികിത്സയിലാണ്. ഒന്ന് സുനിൽകുമാറാണ്, CPI ആണ്. ഒന്ന് പ്രിയങ്കരനായ നമ്മുടെ ബഹുമാനായ ശ്രീ ഡോക്ടർ തോമസ് ഐസക്കാണ്. കടകംപള്ളി സുരേന്ദ്രൻ്റെ മകന്, അദ്ദേഹം കോൺഗ്രസോ യൂത്ത് കോൺഗ്രസോ അല്ലല്ലോ, അദ്ദേഹത്തിനും കോവിഡ് വന്നു. നമ്മുടെ തൊട്ടടുത്താണ് DYFIയുടെ സംസ്ഥാന കമ്മിറ്റിയുടെ ഓഫീസ്, 2 ആഴ്ചയായിട്ട് അടച്ചിട്ടിരിക്കുകയാണ്. അവിടുത്തെ ഓഫീസ് സെക്രട്ടറിക്ക് കോവിഡാണ്. പാലക്കാട് ജില്ലാ കമ്മിറ്റിയുടെ ഓഫീസ് അടച്ചിട്ടിരിക്കുകയാണ്. പത്തനംതിട്ടയിലെ CPMൻ്റെ ജില്ലാ കമ്മിറ്റി ഓഫീസ് ഒരാഴ്ചക്കാലം അടച്ചിട്ടു. ഞാൻ പറഞ്ഞു വന്നത്, ഇതൊന്നും സ്വാഭാവികമായി CPMന് മാത്രമേ കോവിഡ് വരൂ, കോൺഗ്രസിന് വരില്ല എന്നല്ല ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം. ഈ കോവിഡ് എന്ന മഹാമാരി കൃത്യമായിട്ട് തന്നെ വന്നു. ഓഗസ്റ്റ് മാസം 14-ാം തീയതി കേരളത്തിൻ്റെ ആരോഗ്യവകുപ്പ് മന്ത്രിയുടെ പത്രസമ്മേളനം ബ്രിട്ടാസി ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നറിയില്ല. ഇവിടെ വെന്റിലേറ്ററുകൾക്ക് കുറവുണ്ട്. ഓഗസ്റ്റ് കഴിഞ്ഞു, സെപ്റ്റംബറായി, ഒക്ടോബർ ആവാൻ പോവാണ്. വെന്റിലേറ്ററിന്റെ കുറവ് പരിഹരിക്കാൻ ആരോഗ്യവകുപ്പ് ഷഫീർ നമ്മുടെ മുഴുവൻ പോയിന്റുകളും അവസാനിപ്പിക്കരുത്. അല്ല, ഞാൻ 1.5 മണിക്കൂറും പറയും. അതുകൊണ്ട് നമ്മുടെ ചർച്ച ഇനിയും മുമ്പോട്ട് പോകണം. മാത്രമല്ല ഷഫീറിന്റെ മുമ്പിൽ ഒരു ഡയറി നിറച്ച പോയിന്റുകളാണ്. ഞാൻ അങ്ങനെ ഞാൻ ഒറ്റ കാര്യം പറയാം. ഓരോ ദിവസത്തെയും പോസിറ്റീവ് കേസുകൾ 1000-ൽ താഴെ നിന്നിരുന്ന ഒരു 3 മാസക്കാലം ഉണ്ടായിരുന്നു. അവിടെ ടെസ്റ്റിംഗ് ആൻഡ് ട്രേസിംഗ് ആൻഡ് ട്രീറ്റ്മെന്റ് 3 T ആണ്. ടെസ്റ്റിംഗ്, ട്രേസിംഗ് ആൻഡ് ട്രീറ്റ്മെന്റ് 3 Tകളിൽ ഊതി പ്രവർത്തിക്കേണ്ട ഒരു ഗവൺമെന്റ് 1000-ൽ താഴെയായി കോവിഡ് വ്യാപനത്തിന്റെ ഇത് നിന്നപ്പോ കൃത്യമായിട്ട് ഇത് നടത്തി ടെസ്റ്റുകളുടെ എണ്ണം കൂട്ടി അത് സർവ്വവ്യാപനത്തെ അത് തടയുന്നതിന് പകരം അതെ ഞങ്ങൾക്ക് UN-ൽ നിന്ന് അവാർഡ് കിട്ടിയേ, പട്ടങ്ങൾ കിട്ടിയേ എന്ന് പറഞ്ഞുകൊണ്ട് ചാർത്തി കൊടുത്തതാണ് ഇന്നത്തെ അപകടം എന്നാണ്. എനിക്ക് ഡോക്ടർ അഷീറിലേക്ക് പോകണം. അഷീറിൽ ഈ കണക്കുകളൊക്കെ അറിയാം. അതിന് മുമ്പ് ഷംഷീറെ ഷഫീർ ചോദിക്കുന്ന വളരെ കേവല യുക്തിയിൽ ഒരുപക്ഷെ നിലനിൽക്കുന്ന ചോദ്യങ്ങളാണ്. എന്ത് സമരം ചെയ്തിട്ടാണ് നിങ്ങളുടെ 3 മന്ത്രിമാർക്ക് കിട്ടിയത്?
നിങ്ങളുടെ പ്രഗത്ഭരമായ ആൾക്കാർ കിട്ടിയിട്ട് എന്നുള്ള ഒരു ചോദ്യമാണ് ഷഫീർ എടുത്തെറിയുന്നത്. അത് പ്രത്യക്ഷത്തിൽ സ്വീകാര്യമെന്ന് വേണമെങ്കിൽ പലർക്കും തോന്നാവുന്നൊരു ചോദ്യം. എങ്ങനെയാണ് ഷംഷീർ അതിനോട് ഞങ്ങൾ പറയുന്നത് കോവിഡിനെ കുറിച്ച് ഞങ്ങൾക്ക് ആദ്യമേ ഞങ്ങളിതിനെ ഗൗരവത്തിൽ കണ്ടവരാ. കോവിഡിനെ ഗൗരവത്തിൽ കാണാതെ കോവിഡ് ചൂട് കൂടുമ്പോൾ മാറും, ചൂടുവെള്ളത്തിൽ കുളിച്ചാൽ മതി എന്നൊക്കെ പറഞ്ഞ് ചൂടുവെള്ളത്തിൽ കുളിച്ചാൽ മാറും എന്നൊക്കെ പറഞ്ഞത് നിങ്ങളുടെ MP-മാരാ. ഞങ്ങളിതിന് തുടക്കത്തിലെ ഗൗരവത്തിൽ കണ്ടവരാ. അതുകൊണ്ടാണ് ഞങ്ങളുടെ ഒരു സിസ്റ്റം അഡോപ്റ്റ് ചെയ്തത്, ട്രേസിങ്ങും കോൺടാക്ട് ട്രേസിങ്ങും. ഇപ്പോൾ ട്രേസിങ്ങിനെ കുറിച്ച് പറഞ്ഞു. ട്രേസിങ് സിസ്റ്റം പൊളിഞ്ഞു എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ഒരു KSUവിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് അല്ലേ വ്യാജ അഡ്രസ്സ് കൊടുത്തിട്ട് പോയത്, ഇങ്ങനെ ആളുകൾ ഇറങ്ങിക്കഴിഞ്ഞാൽ ഞങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒരു ഉത്തരവാദപ്പെട്ട സ്ഥാനം. കോവിഡ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ രോഗം വരുന്നൊരു കുറ്റമൊന്നുമല്ല, നാളെ ആർക്കും വരാം. അത്തരം ആളുകളെ നമ്മൾ ഒരു രണ്ടാം തരം പൗരന്മാരെ പോലെ ട്രീറ്റ് ചെയ്യാനും പാടില്ല. പകരം രോഗം വരുമ്പോൾ അത് ട്രേസ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ടെസ്റ്റിന് പോയി കഴിഞ്ഞാൽ സ്വന്തം അഡ്രസ്സ് പോലും കൊടുക്കാതെ ഉത്തരവാദപ്പെട്ട ഒരു പൊതുപ്രവർത്തനം വ്യാജ അഡ്രസ്സ് പോയി ട്രേസിംഗ് സിസ്റ്റം പോലും അട്ടിമറിക്കാൻ ശ്രമിച്ചില്ലേ? അപ്പോൾ ഇവർ ഈ പറയുന്ന മന്ത്രിമാർക്ക് വന്നിട്ടുണ്ട്, ഇല്ലയെന്ന് പറഞ്ഞാൽ മന്ത്രിമാർ ജനങ്ങൾ പലപ്പോഴും കാണുന്നുണ്ട്. ജനങ്ങൾക്കിടയിൽ പ്രവർത്തിക്കുന്ന രാഷ്ട്രീയ നേതൃത്വമാകുമ്പോൾ ചിലപ്പം മന്ത്രിമാർക്ക് ജനങ്ങൾ വന്നാൽ കാണേണ്ടി വരും. ഇവിടെ നിങ്ങളുടെ സിസ്റ്റം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, സമരം ഇവിടെ മാത്രമല്ല നടക്കുന്നത്. ഒന്ന് ഷഫീർ, ലോകത്ത് നടക്കുന്ന ഈ കോവിഡ് കാലത്ത് ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിലും ലോകത്തെ അമേരിക്കക്കകത്ത് ഉൾപ്പെടെ ശക്തമായ പ്രക്ഷോഭം നടക്കുന്നുണ്ട്. അവിടെ പാലിക്കുന്ന പോളിസി ഉണ്ട്. കോവിഡ് പ്രോട്ടോകോൾ പാലിച്ചുകൊണ്ട് സമരം എന്ന ഈ പറഞ്ഞ ഇപ്പോൾ ഒരു സമരത്തിൻ്റെ രീതി നിങ്ങൾ കണ്ടില്ല. ബാബരി മസ്ജിദ്, ബ്രിട്ടാസ് ചേട്ടനൊക്കെ പങ്കെടുത്ത ബാബരി മസ്ജിദിൻ്റെ റിപ്പോർട്ടിങ്ങിനൊക്കെ പോയ ആളാണല്ലോ നിങ്ങളൊക്കെ. നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവുമല്ലോ, ബാബരി മസ്ജിദ് ഏക്കോർ തക്കടാദേവ് എന്ന് പറഞ്ഞിട്ട് അത് പൊളിച്ചതിന് ശേഷം മറ്റേ ഇതിൻ്റെ മുകളിൽ കയറിയിരിക്കുന്ന, ഈ ബിംബത്തിൻ്റെ മുകളിൽ കയറിയിരിക്കുന്ന, മിമ്മറേൻ മുകളിൽ കയറിയുന്ന പോലെ ഇപ്പോൾ സമരത്തിൻ്റെ പുതിയ രീതിയാണ്. ഈ പോലീസ് ബാരിക്കേഡിൻ്റെ മുകളിൽ കയറിയിരിക്കുക, അത് പെൺകുട്ടികൾ കയറി എന്നിട്ട് ഇങ്ങനെ പ്രഖ്യാപിക്കുക. ഷഫീർ പോയിട്ടില്ല. നിങ്ങൾ ഏത് അന്വേഷണം നടത്തോട്ടെ. ഈ സമയത്ത് വേണമെന്നാ ചോദിച്ചത്. ദുരന്തമുഖത്ത് നാം സമരം നടത്തേണ്ടതുണ്ടോ? ഞാൻ ചോദിച്ചോട്ടെ. ഇതേ പ്രിൻസിപ്പിൾ ആണെങ്കിൽ നമ്മുടെ ഇത് വന്നല്ലോ സുനാമി വരുന്ന ഘട്ടത്തിൽ നിങ്ങൾക്കെതിരെ സമരമുഖത്തായിരുന്നു, ഞങ്ങൾ ഉൾപ്പെടെ. ഞങ്ങൾ വിദ്യാർത്ഥികളും ഞങ്ങളൊക്കെ ഒന്ന് വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തകരാണ്. വിദ്യാർത്ഥികളും യുവജനങ്ങളും നിങ്ങളുടെ ഒരു മന്ത്രിക്കെതിരെ, ആ മന്ത്രിക്കെതിരെ ശക്തമായ പ്രക്ഷോഭത്തിൻ്റെ മുഖത്തായിരുന്നു. വിദ്യാർത്ഥികളെയും യുവജനങ്ങളെയും സമരത്തെ ശക്തമായി അടിച്ചമർത്തി മുന്നോട്ട് പോയ ഒരു ഘട്ടത്തിൽ ആ സമരം LDF ഏറ്റെടുക്കുന്നു. ജില്ലാ അടിസ്ഥാനങ്ങളിൽ വലിയ പ്രക്ഷോഭം നടക്കുന്നു. ആ പ്രക്ഷോഭത്തിൻ്റെ ഘട്ടത്തിൽ സുനാമി വന്നപ്പോൾ LDF യൂണിലാറ്ററലായിട്ടാണ് സമരം വിഡ്രോ ചെയ്തത്. പകരം പറഞ്ഞു രക്ഷാപ്രവർത്തനത്തിന് ഇറങ്ങണം, കാരണം ഇപ്പോൾ സമരം ചെയ്യേണ്ട സമയമല്ല, മറിച്ച് ജനങ്ങളുടെ ജീവനും സ്വത്തിനും വില കൽപ്പിക്കുന്ന ഒരു മുന്നണി ആയതുകൊണ്ട് രക്ഷാപ്രവർത്തനത്തിൽ ഇടപെട്ടു എന്ന് മാത്രമല്ല അതിനാവശ്യമായ സഹായവും നൽകി. നിങ്ങൾ പറഞ്ഞു CMDRF കൊടുക്കാൻ പാടില്ല. ഇങ്ങനെയുണ്ട് ഒരു മനുഷ്യന്മാർ. നമ്മൾ തിരിച്ചു വരാം. എനിക്ക് രണ്ട് മൂന്ന് കാരണം ഡോക്ടർ അഷീൽ, ഒരുപക്ഷെ അഷീലിന് ഈ രാഷ്ട്രീയത്തിൻ്റെ പിരിവുകളിലേക്കും ഒന്നും വരാനുള്ള താല്പര്യം ഉണ്ടാവില്ല. പക്ഷേ അഷീൽ ക്ഷമിക്കണം. എന്താ കാരണം വെച്ചാൽ ഇന്ന് നമ്മുടെ കോവിഡ് പ്രതിരോധം രാഷ്ട്രീയമായിട്ട് കെട്ടുപിണഞ്ഞ് കിടക്കുന്നതാണ്. അതുകൊണ്ട് രാഷ്ട്രീയത്തിൽ നിന്ന് മാറ്റി നിർത്തിക്കൊണ്ടുള്ളൊരു കോവിഡ് പ്രതിരോധം ഇന്നില്ല. ഇപ്പോൾ ഷഫീർ ഇന്ന് വളരെ വൈദഗ്ധ്യത്തോടെയാണ് ഈ ചർച്ചയിൽ വന്നിരിക്കുന്നത്. ചില ടെസ്റ്റിങ്ങിൻ്റെ ടെസ്റ്റ് പെർ മില്യൺ ചില കണക്കുകളൊക്കെ വെച്ചിട്ടുണ്ട്. അതായത് 1000-ൽ നിന്നിരുന്ന ഒരു കോവിഡ് ബാധ അല്ലെങ്കിൽ അതിൻ്റെ ഒരു സംഭവത്തെ 5000-ലേക്കും 6000-ലും 7000-ലേക്ക് എത്തിച്ചത് സർക്കാരിൻ്റെ പിടിപ്പുകേടാണ്. കിട്ടിയ ചില ബഹുമതികളിൽ നിങ്ങൾ അഭിരമിച്ചു. ഡോക്ടർ അഷീൽ പ്രതികരിക്കും. ശരിക്ക് നമ്മൾ പറയേണ്ട വെച്ചാൽ ഈ എന്താണ് ഈ COVID-19 ശാസ്ത്രീയമായിട്ട് സമീപിക്കുമ്പോൾ നമ്മൾ ഇതിനെ 3 സ്റ്റേജസ് ആയിട്ടാണ് ഇതിനെ നേരിടുന്നത്. 3 സ്റ്റേജസ് ആയിട്ട്. അതിൽ ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ സ്റ്റേജ് ഓഫ് കളക്റ്റീവ് സാക്രിഫൈസ്, അതായത് ലോക്ക്ഡൗൺ പോലെയുള്ള സംഭവങ്ങളൊക്കെ ചെയ്തു. ലോകത്തൊട്ടാകുള്ള കാര്യം പറയുന്നത്, ലോക്ക്ഡൗൺ പോലെ എല്ലാവരും കളക്റ്റീവായിട്ട് സാക്രിഫൈസ് ചെയ്യുന്നു രോഗവ്യാപനം കുറക്കാൻ വേണ്ടി. രണ്ടാമത്തെ വെച്ചാൽ ലിവിങ് വിത്ത് ദ വൈറസിനോടൊപ്പം ജീവിക്കുക എന്നുള്ളത്. മൂന്നാമത്തെ പറഞ്ഞാൽ ഈ വാക്സിൻ വന്നതിന് ശേഷം ഈ ലിവിങ് വിത്ത് ദ വൈറസ് എന്ന സ്റ്റേജിലാണ് നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ. ഈ 3 സ്റ്റേജസിൽ നമ്മൾ എടുക്കുന്ന 4 സ്ട്രാറ്റജികളുടെ ഒരു ഈക്വൽ ബാലൻസിങ് ആണ്. ആ 4 സ്ട്രാറ്റജിയിൽ ഫസ്റ്റ് സ്ട്രാറ്റജി പറഞ്ഞാൽ രോഗവ്യാപനം കൂടിയ സ്ഥലങ്ങളിൽ വരുന്ന ആളുകൾ രോഗവ്യാപനം ഇവിടെ സ്പ്രെഡ് ചെയ്യാതിരിക്കാൻ വേണ്ടി എടുക്കുന്ന നടപടികൾ. അതാണ് ആദ്യഘട്ടത്തിൽ എടുക്കുന്ന നടപടി. അതാണ് ട്രേസ്, ക്വാറന്റൈൻ, ടെസ്റ്റ്, ഐസൊലേറ്റ്, ട്രീറ്റ്. 5 കാര്യങ്ങളുണ്ട്. അതിൽ 2-3 കാര്യങ്ങൾ മിസ്സായിപ്പോയി. ട്രേസ്, ക്വാറന്റൈൻ, ടെസ്റ്റ്, ഐസൊലേറ്റ്, ട്രീറ്റ് എന്നുള്ളത്. അത് കൂടുതൽ വ്യാപനമുള്ള സ്ഥലങ്ങളിൽ വരുന്നവരും പിന്നെ രോഗം ഉണ്ടായവരെ കോൺടാക്ട്സുകളും. അതാണ്
രണ്ടാമത്തത് രോഗവ്യാപനം സമൂഹത്തിൽ സ്പ്രെഡ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ക്യാമ്പയിൻ. അതാണ് ലോകത്ത് തന്നെ വളരെയധികം ശ്രദ്ധിക്കപ്പെടുന്ന ബ്രേക്ക് ദ ചെയിൻ ക്യാമ്പയിൻ കേരളത്തിലൊരു ക്യാമ്പയിനായി ചെയ്തത്. മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരിലാണോ രോഗമുണ്ടാകുന്നത് അവരെ സമൂഹത്തിൽ നിന്ന് ആരിലാണോ രോഗമുണ്ടായാൽ കൂടുതൽ പ്രശ്നമുണ്ടാവുക അവരെ പ്രൊട്ടക്റ്റ് ചെയ്ത് നിർത്തുക. അതാണ് റിവേഴ്സ് ക്വാറന്റൈൻ. ഇതൊക്കെ ചെയ്യുമ്പോൾ സ്വതവേ പാർശ്വവൽക്കരിക്കപ്പെടുന്നവരുടെ സാമൂഹിക സുരക്ഷയ്ക്ക് വേണ്ടിയിട്ട് സാമൂഹിക പാക്കേജുകൾ ഉണ്ടാക്കുക. ഇതാണ് കേരളം നേരിട്ട കേരളത്തിൻ്റെ മാതൃക എന്ന് പറയുന്നതും ലോകത്തൊട്ടാകെ അംഗീകരിക്കപ്പെട്ടതും കൃത്യമായിട്ട് ഇത് ഇടപെട്ടത് കൊണ്ട് തന്നെയാണ്. ഇനി പല സ്റ്റേജുകൾ ലിവിങ് വിത്ത് ദ വൈറസ്, അതായത് ഈ സമയത്ത് വെച്ചാൽ ലോക്ക്ഡൗൺ അൺലോക്ക് ചെയ്യുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് കേസുകൾ കൂടും. അത് നമ്മൾ പ്രതീക്ഷ തന്നെയാണ്. അതിനു വേണ്ടിയാണ് ആരോഗ്യ സംവിധാനങ്ങൾ കൃത്യമായിട്ട് ശാക്തീകരിച്ചത്. ഒരു കാര്യം പറഞ്ഞല്ലോ, ഇപ്പോൾ വെന്റിലേറ്ററിൻ്റെ കാര്യം പറഞ്ഞല്ലോ, കേരളത്തിലെ ആരോഗ്യ സംവിധാനങ്ങൾ എത്രത്തോളം ശാക്തീകരിക്കപ്പെട്ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ജസ്റ്റ് ഒരു കാര്യം പറയും. ഇൻഫ്രാസ്ട്രക്ചറിൻ്റെ കാര്യത്തിൽ, ആശുപത്രി ബെഡുകളുടെ കാര്യത്തിൽ നമ്മൾ 83,000 ബെഡുകളാണ് COVID-19 പേഷ്യൻസിന് വേണ്ടിയിട്ട് നമ്മൾ CFLTCകളും മറ്റു വഴി ഉണ്ടായത്. ഇതുവരെ കോവിഡ് പേഷ്യൻസിന് എവിടെയെങ്കിലും ബെഡ് കിട്ടാത്തൊരു അന്തരീക്ഷം ഉണ്ടായിട്ടുണ്ടോ? ഇത്രയും കേസുകൾ ഉണ്ടായിട്ട് കൂടി ഇല്ല. മാത്രമല്ല നമ്മളത് ഇപ്പോൾ 39,000 ബെഡ് ഓൾറെഡി റെഡിയാണ്. അതിൽ 19,800 ബെഡ് ഒക്യുപ്പൻസി ഉള്ളത്. അതുപോലെ ICU ബെഡുകളുടെ സൗകര്യം. വെന്റിലേറ്ററിൻ്റെ കാര്യം പറഞ്ഞല്ലോ, വെന്റിലേറ്റർ പറഞ്ഞതെന്ന് വെച്ചാൽ വെന്റിലേറ്ററിൻ്റെ ഷോർട്ടേജ് പ്രിഡിക്റ്റ് ചെയ്യാണ്. ആരോഗ്യവകുപ്പ് എപ്പോഴും പ്രിപ്പയർ ചെയ്യുന്നത് വേഴ്സ്റ്റ് കേസ് സിനാരിയോ മുന്നിൽ കണ്ടുകൊണ്ടാണ്. ഇന്ന് കേരളത്തിലെ 15% വെന്റിലേറ്ററാണ് ഒക്യുപ്പൈഡ്, 85% വെന്റിലേറ്റർ ഫ്രീ ആണ്. വളരെ പ്രധാനപ്പെട്ട ചില സൂചനകളാണ്. 85% വെന്റിലേറ്ററുകൾ ഫ്രീ ആണ്. പക്ഷേ അത് പറഞ്ഞിട്ട് ആളുകൾ അസുഖം ഉണ്ടാവണം. അതിലേക്ക് ഫില്ല് ചെയ്യാൻ വേണ്ടി പിന്നെ ഷബീറെ സമരം നടത്തിക്കരുത്. അതാണ് ശ്രദ്ധിക്കേണ്ടത്. അതെ, ഇത് 100% ആക്കി കളയാന്ന് വിചാരിക്കരുത്. അല്ല, ഒന്ന് പറഞ്ഞോട്ടെ. ആ സമയത്ത് നമ്മുടെ രോഗവ്യാപനത്തിൽ ഈ ഘട്ടം നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, ഈ രോഗവ്യാപനത്തിൻ്റെ വലിയ സിറ്റുവേഷനാണ് പോകുന്നത്. ആരോഗ്യവകുപ്പ് മന്ത്രി പറഞ്ഞു നമ്മൾ ഓഗസ്റ്റ് അവസാനത്തോടു കൂടി ഇപ്പോൾ 10,000-നും 20,000-നും കേസുകൾ വരും. അതെങ്ങനെയാണ് നമ്മൾ നോക്കുന്നത്? അത് SEIRD മോഡൽ, അതായത് സസെപ്റ്റബിൾ എക്സ്പോസ്ഡ് ഇൻഫെക്റ്റഡ് റിക്കവേർഡ് ഡെഡ് എന്നുള്ളൊരു മോഡലിംഗ് ടെക്നിക്ക് ഉണ്ട്. അതനുസരിച്ചിട്ട് ശാസ്ത്രീയ പഠനങ്ങളുടെ അടിസ്ഥാനത്തിൽ പറയുക. അവിടെ പക്ഷേ പറയുന്നത് എന്താണ്, നമ്മൾക്കിത് കുറക്കാൻ പറ്റുമോ? കുറക്കാൻ പറ്റും. എങ്ങനെ? നമ്മൾ സമ്പർക്കം കുറക്കുക, സസെപ്റ്റബിൾ ആൾക്കാരെ മാറ്റി നിർത്തുക, ഇൻഫെക്ഷൻസ് കുറക്കുക, എക്സ്പോഷർ കുറക്കുക. അതിനുവേണ്ടിയാണ് നമ്മൾ പറയുന്നത് ബ്രേക്ക് ദ ചെയിൻ ക്യാമ്പയിന് ശക്തമായിട്ട് ഇടപെടുക. ആളുകൾ ഈ ഘട്ടത്തിൽ, ഓരോ ഘട്ടത്തിലല്ലേ നമ്മൾ ഓരോ കാര്യങ്ങൾ പറയുക. അൺലോക്ക് ചെയ്യേണ്ട സാഹചര്യം നമുക്കുണ്ട്. എന്തുകൊണ്ടാണ്? അല്ലെങ്കിൽ ജീവനോടൊപ്പം ജീവിതവും ഒരുമിച്ച് കൊണ്ടുപോകേണ്ട സാഹചര്യമാണ് ഞാൻ നേരത്തെ പറഞ്ഞ സ്റ്റേജിൻ്റെ അകത്തുള്ള ലിവിങ് വിത്ത് ദ വൈറസ് എന്നുള്ള സ്റ്റേജ്. ഈ ലിവിങ് വിത്ത് ദ വൈറസിൻ്റെ അകത്ത് നമുക്കൊരു ടൈട്രേഷനാണ് എപ്പോഴും. രോഗവ്യാപനം കൂടുന്ന സമയത്ത് നമ്മൾ നിയന്ത്രണങ്ങൾ കൂട്ടും, രോഗവ്യാപനം കുറയുന്ന സമയത്ത് നിയന്ത്രണങ്ങൾ ലിഫ്റ്റ് ചെയ്യും. അങ്ങനെയാണ് ലോകത്തൊട്ടാകെ ചെയ്യുന്നത്. നമ്മുടെ UK-യിലും സ്പെയിനിലൊക്കെ എടുക്കുകയാണെങ്കിൽ അവിടെ ഇപ്പം വീണ്ടും ലോക്ക്ഡൗണുകൾ കൊണ്ടുവരുന്ന സാഹചര്യം ഉണ്ടാവുകയാണ്. നമ്മൾ ലോക്ക്ഡൗൺ ഇല്ലാത്ത, അത് ഇന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും ആരോഗ്യമന്ത്രിയും പറഞ്ഞു. അതായത് നമ്മൾ എന്താണ് ലോക്ക്ഡൗണിനെ കുറിച്ച് എടുക്കുന്ന നിലപാട്? നമ്മുടെ ആരോഗ്യ സംവിധാനങ്ങളുടെ കപ്പാസിറ്റിയേക്കാൾ വളരെ മുകളിലോട്ട് പോവുകയാണെങ്കിൽ, നമ്മുടെ രോഗവ്യാപനത്തിൻ്റെ തോത് നമുക്ക് നിയന്ത്രിച്ച് നിർത്താൻ പറ്റുന്നില്ലെങ്കിൽ, നമ്മൾ ഇപ്പോൾ ആക്ട് ചെയ്തില്ലെങ്കിൽ, നമ്മൾ 2 ആഴ്ച കഴിഞ്ഞ ശേഷം നോക്കി പരിശോധിച്ചതിന് ശേഷം ചിലപ്പോൾ ലോക്ക്ഡൗണിലേക്ക് വേണ്ടി വരും. എന്തുകൊണ്ടാണ് അങ്ങനെയൊക്കെ ചെയ്യേണ്ടി വരുന്നത്? കാരണം ശക്തമായിട്ട് നമുക്കിപ്പോൾ നിയന്ത്രിച്ച് നിർത്താൻ പറ്റുമെങ്കിൽ, നമ്മൾ അകലം പാലിക്കുമെങ്കിൽ, നമ്മൾ സ്വന്തമായിട്ടൊരു ബബിൾ സൃഷ്ടിക്കാൻ പറ്റുമെങ്കിൽ, നമ്മൾ കൃത്യമായിട്ട് പറയുന്ന മാനദണ്ഡങ്ങൾ പാലിക്കാൻ പറ്റുമെങ്കിൽ, മാസ്ക് കൃത്യമായി ധരിക്കുമെങ്കിൽ, എല്ലാ ക്രൗഡിങ് ഒഴിവാക്കുമെങ്കിൽ, കൺജഷൻ ഒഴിവാക്കുമെങ്കിൽ, ക്ലോസ് കോൺടാക്ട്സ് ഒഴിവാക്കുമെങ്കിൽ നമുക്ക് രോഗവ്യാപനത്തിൽ വേഗത പിടിച്ചെടുത്താൻ പറ്റും. വളരെ ക്രിട്ടിക്കലായ സിറ്റുവേഷൻ. നേരത്തെ ബ്രിട്ടാ സാർ തുടങ്ങിയ സ്ഥാനത്ത് തന്നെ പറയാം. ഇതെല്ലാം ആരോഗ്യം ഈ കോവിഡ് കാലത്ത് രാഷ്ട്രീയമായി വളരെ കെട്ടിപ്പിടിഞ്ഞ് നിൽക്കുകയാണ്. ലോകത്തൊട്ടാകെ അങ്ങനെയാണ്. അതുകൊണ്ട് തന്നെ കേരളത്തിന് പ്രബുദ്ധത തെളിയിക്കേണ്ട അവസരം കൂടിയാണ്. ഡോക്ടർ അഷീൽ, അതായത് താങ്കൾ പറഞ്ഞല്ലോ, താങ്കളുടെ ഈ പ്രോസസ്സിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് സമ്പർക്കം കുറയ്ക്കുക എന്നുള്ളതാണ്. ഇവിടുത്തെ കഴിഞ്ഞ ഒരു 2-3 ആഴ്ചക്കാലത്തെ ഏറ്റവും പ്രധാനപ്പെട്ട തെരുവിലെ സമ്പർക്കം എന്ന് പറയുന്നത് സമരങ്ങളായിരുന്നു. അത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. അതാണ് ഞാൻ ശരിക്കും അങ്ങനെ അത്തരം പോയിന്റുകളിലേക്ക് ഒരു സ്ഥാനം മാത്രം എടുത്ത് പറയുന്നത് ശരിയല്ലല്ലോ. പക്ഷേ മറ്റു കാര്യങ്ങളല്ല. ഇപ്പം നമ്മൾ നോക്കുക വെച്ചാൽ കുറേ കാര്യങ്ങളുണ്ട്. നമ്മൾ ഇപ്പം ഇന്ന് ഒരു സംഭവമായി മലപ്പുറത്തെ ശിബുരാടുന്നുണ്ട് അവിടുത്തെ DPM. ആ DPM ഞാൻ സംസാരിച്ചപ്പോൾ അദ്ദേഹത്തോട് NHM ജില്ലാ പ്രോഗ്രാം അദ്ദേഹത്തിന് ലിറ്ററലി കരയുകയായിരുന്നു. അദ്ദേഹം പറഞ്ഞു വെച്ചാൽ ഇന്നിപ്പോൾ ചാനൽ ചർച്ചയ്ക്ക് പോകുന്നുണ്ടെങ്കിൽ പറയേണ്ട ഒരു കാര്യം അദ്ദേഹം പറഞ്ഞുകൊണ്ട് പറയാണ്. ഇപ്പം മലപ്പുറത്ത് ഇപ്പം മഞ്ചേരി മെഡിക്കൽ കോളേജ് നിങ്ങളൊരു കാര്യം അറിയണം. മഞ്ചേരി മെഡിക്കൽ കോളേജ് ഇന്ത്യയിൽ ആദ്യമായിട്ട് പ്ലാസ്മ തെറാപ്പി പരീക്ഷിച്ചൊരു സ്ഥലമാണ് മഞ്ചേരി മെഡിക്കൽ കോളേജ്. പ്ലാസ്മ തെറാപ്പി ബാങ്കുള്ള സ്ഥലമാണ്. അവിടുത്തെ എല്ലാവരും അഹോരാത്രം പണിയെടുക്കുന്ന ചില ഇൻസിഡൻസ് കൊണ്ട് ചില വലിയ രീതിയിൽ ബുദ്ധിമുട്ടുണ്ടായി. അത് ഒരിക്കലും നിസ്സാരവൽക്കരിക്കുകയല്ല, അത് വലിയ കാര്യം തന്നെ. അതാണ് അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ മലപ്പുറത്ത് ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. അത് മലപ്പുറത്ത് പ്രത്യേകിച്ച് പറയുന്നത്
എല്ലായിടത്തും പറയുന്ന ഇപ്പോഴും നമ്മുടെ മലപ്പുറത്തിൻ്റെ ഹൃദയമാണ് ഫുട്ബോളൊക്കെ. പക്ഷേ കുറച്ച് കാലം കൂടി നമ്മൾ ഇതിൽ നിന്ന് എല്ലാം ഈ കൂട്ടം കൂടുന്ന എല്ലാ പ്രവർത്തനങ്ങളിൽ നിന്ന് ഒഴിവാക്കണം. കുറച്ച് നാളും കൂടി കഴിഞ്ഞിട്ട് നമുക്ക് കളിക്കാം, കുറച്ച് നാളും കൂടി നമുക്ക് പുറത്തിറങ്ങാം, കുറച്ച് നാളും കൂടി ഒരു കല്യാണം കൂടാം, കുറച്ച് നാളും കഴിഞ്ഞ ശേഷം നമുക്ക് ഫ്യൂണറലുകൾ അറ്റൻഡ് ചെയ്യാം. തൽക്കാലത്തേക്ക് ഒരു ഫ്യൂണറലിൻ്റെ അറിയാലോ, ഒരു ഫ്യൂണറലിൽ പോയിട്ട് മരിച്ച ഒരാളുടെ ഒരു പാരൻറ്റ് മരിച്ചപ്പം അവരുടെ മക്കളോട് ചോദിച്ചു, ഫ്യൂണറലല്ല ശരിക്കും കല്യാണത്തിന് പോയിട്ട് രോഗബാധിതരായി മരിച്ച ഒരു എൽഡർലിയുടെ മകനോട് നമ്മൾ ചോദിച്ചു, നിങ്ങൾ എന്തിനീ അമ്മയെ കല്യാണത്തിന് കൊണ്ടുപോയെന്ന് പറഞ്ഞപ്പോൾ അത് കുടുംബത്തിൽ അവസാനത്തെ കല്യാണം നമ്മുടെ വയോജനങ്ങളുടെ അവസാനത്തെ കല്യാണം ആക്കരുത്. ഇന്ന് കേരളത്തിൽ മരണപ്പെട്ട ആളുകളിൽ 72% ആളുകളും വയോജനങ്ങളാണ്. പക്ഷെ അതിൽ തന്നെ സൂചിപ്പിക്കുമ്പം 28% ആളുകൾ വയോജനങ്ങളല്ല, 60 വയസ്സിന് താഴെയുള്ളവരാണ്. ആ 28% പറയുന്നത് നിങ്ങളും സേഫ് അല്ല, ആരും സേഫാണ് തെറ്റിദ്ധരിക്കരുത്. ബഹുഭൂരിപക്ഷം ആൾക്കാരും അസിംറ്റമാറ്റിക് ആണെങ്കിൽ പോലും അവർക്ക് രോഗം പടർത്താൻ സാധിക്കും. അപ്പം 28% 100 ആകുമ്പോഴാണ് 28, അത് 1000 ആകുമ്പം 280 ആണ്. അത് 10,000 ആകുമ്പോൾ 2,800 1,00,000 ആകുമ്പം 28,000. അതുകൊണ്ട് രോഗവ്യാപനത്തിൽ ഇത്രയൊക്കെ പ്രശ്നം ഉണ്ടായിട്ടും കേരളത്തിൻ്റെ ആരോഗ്യ പ്രവർത്തകർ നമ്മൾ മരണനിരക്ക് ഇപ്പോഴും 0.4 നിൽക്കുന്നത്. നമുക്ക് ശേഷം 43 ദിവസത്തിന് ശേഷം രോഗം ആരംഭിച്ച കർണാടകയിൽ ഇന്ന് 10,142 പേര് മരിച്ചു. നമുക്ക് ശേഷം 37 ദിവസത്തിന് ശേഷം രോഗം ആരംഭിച്ച തമിഴ്നാടുവിൽ ഇപ്പം 10,132 പേര് മരിച്ചു. 132 പേര് മരിച്ചു. അപ്പോൾ പക്ഷേ കേരളത്തിൽ ഇപ്പോൾ നമ്മൾ മരണം 10,20,000 പേരാണ്. തമിഴ്നാടുവിലെ കണക്കിനാണ് നമുക്ക് കേരളത്തിൽ മരണം ഉണ്ടായെങ്കിൽ 4,700 മരണം ഉണ്ടായേനെ. ഞാൻ തിരിച്ചു വരാം ഡോക്ടർ അഷീർ. വളരെ ഒരുപക്ഷെ നമ്മളെ ജാഗ്രതപ്പെടുത്തുന്ന വാക്കുകളും അതേസമയം തന്നെ നമുക്ക് പ്രതീക്ഷ നൽകുന്ന വാക്കുകളുമാണ് അഷീർ തന്നിരിക്കുന്നത്. നമുക്ക് BJPയുടെ അഡ്വക്കേറ്റ് ശ്രീ പത്മനാഭനുണ്ട്. ശ്രീ പത്മനാഭൻ, രാജ്യം ഭരിക്കുന്ന പാർട്ടിയാണ് BJP. ഈ പ്രോട്ടോക്കോളും കർക്കശമായിട്ടുള്ള നിലപാടുകളും നിബന്ധനകളെല്ലാം കൊണ്ടുവന്നിരിക്കുന്നത് ദേശീയ ഗവൺമെൻറ്റാണ്, അതായത് പ്രധാനമന്ത്രി പ്രഖ്യാപിച്ചതാണ്. ഓരോ പ്രോട്ടോക്കോളും മുമ്പോട്ട് കൊണ്ടുവന്നത് ഗവൺമെൻറ്റാണ്, സെൻട്രൽ ഗവൺമെൻറ്റാണ്. അതിനനുസരിച്ചാണ് പ്രവിശ്യ ഗവൺമെൻറ്റുകൾ, സ്റ്റേറ്റ് ഗവൺമെൻറ്റുകൾ ഈ പറഞ്ഞ നിലപാടുകൾ പ്രഖ്യാപിക്കുന്നത്. പക്ഷേ രാജ്യം ഭരിക്കുന്ന രാഷ്ട്രീയ പാർട്ടി നമ്മുടെ തെരുവുകളിൽ കാട്ടിക്കുട്ടിയിട്ടുള്ള സമര കോലാഹലങ്ങൾ എടുക്കുമ്പോൾ ആ ഒരു ഉത്തരവാദിത്വ ബോധം ശ്രീ പത്മനാഭൻ താങ്കളുടെ പാർട്ടിക്കുണ്ടായിരുന്നോ എന്നുള്ള ചോദ്യം ഷംഷീറിനെ പോലുള്ള ആൾക്കാർ ഉന്നയിച്ചാൽ അവരെ തെറ്റു പറയാൻ പറ്റുമോ? അല്ല, ഇതിലിപ്പം ഈ സമരം നടത്തുന്നത് ഒരു സാധാരണ വിഷയത്തിലാണെങ്കിൽ നമുക്കത് ഒഴിവാക്കാം. പക്ഷെ ഇവിടെ സമരം നടക്കുന്നത് എന്തിനു വേണ്ടിയാണ്? വിഷയം എന്താണ്? രാജ്യത്തിലേക്ക് സ്വർണ്ണ കള്ളക്കടത്ത് നടത്തി ആ കള്ളക്കടത്തിലൂടെ കിട്ടുന്ന ലാഭം, നികുതി വെട്ടിക്കലാണല്ലോ, ആ ലാഭം ഉപയോഗിച്ച് ഭീകരവാദ പ്രവർത്തനം, തീവ്രവാദ പ്രവർത്തനം എന്നിവ നടത്താനുള്ള ഉദ്ദേശത്തിന് വേണ്ടി ചെയ്യുകയാണ്. ഇത് രാജ്യം തന്നെ അപകടത്തിലാക്കുന്ന ഒരു പ്രവൃത്തിയാണ്. ഇപ്പൊ ഒരു അഴിമതിയാണ്, ഇപ്പൊ 2G സ്പെക്ട്രമാണ്, അല്ലെങ്കിൽ കൽക്കരി കുംഭകോണമാണ്. ശരി, നമുക്ക് സമരം മാറ്റിവെക്കാം, കുറച്ച് ദിവസം കഴിഞ്ഞ് സമരം ചെയ്യാം. ഇതല്ലല്ലോ ഈ രാജ്യത്തെ തന്നെ അട്ടിമറിക്കുന്ന രീതിയിലുള്ള പ്രവർത്തനം. മാത്രവുമല്ല, ഇവിടെ മാവോയിസ്റ്റുകളെ വെടിവെച്ചു കൊന്ന സംസ്ഥാനമാണ് കേരളം. അതുപോലെ തന്നെ 2 ചെറുപ്പക്കാരെ ഈ സംസ്ഥാന പോലീസ് അറസ്റ്റ് ചെയ്തിട്ട് NIA-ക്ക് കൈമാറിയ സംസ്ഥാനമാണ് കേരളം. അപ്പോ അതും മാത്രമല്ല, ഈ പ്രവൃത്തി എടുക്കുന്ന ആളുകൾ എവിടെയാണുള്ളത്? അവര് കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ ഓഫീസിന് കീഴിലുള്ള ഒരു പ്രോജക്റ്റിൽ അനർഹമായി നേടിയ ജോലി ചെയ്യുന്നു. അവര് 10ാം ക്ലാസ് പാസ്സായിട്ടുണ്ടോ എന്ന് തന്നെ ഇപ്പൊ ആർക്കും ഒരു ഉറപ്പില്ലാത്ത സ്ഥിതിയാണ്. അങ്ങനത്തെ ഒരു സ്ത്രീ 1.25 ലക്ഷം രൂപ ശമ്പളം വാങ്ങി മുഖ്യമന്ത്രിയുടെ ഓഫീസിന് കീഴിലുള്ള IT വകുപ്പിന് കീഴിലുള്ള ഒരു സംവിധാനത്തിൽ പ്രോജക്റ്റിൽ ജോലി ചെയ്യുന്നു. അവർ താല്പര്യമെടുത്ത് അവരുടെ കൂടി സഹായത്തോടെ സ്വർണ്ണ കള്ളക്കടത്ത് നടത്തുന്നു. ഓക്കെ, വ്യക്തമായി. വളരെ അതായത് ശ്രീ പത്മനാഭൻ പറയുന്നത് വളരെ ഗൗരവമുള്ള ഒരു വിഷയമായതുകൊണ്ട് സ്വാഭാവികമായും സമരത്തിലേക്ക് ഇറങ്ങാൻ അവർ നിർബന്ധിതരാണ്. എനിക്കൊരു ചോദ്യം, ഷംഷീറിലേക്ക് പോകുന്നതിന് മുമ്പ് എനിക്ക് ശ്രീ പത്മനാഭനോടൊരു ചോദ്യമുണ്ട്. ശ്രീ പത്മനാഭൻ, കഴിഞ്ഞ 3 വർഷക്കാലത്തിനിടയ്ക്ക് വിവിധ എയർപോർട്ടുകളിലൂടെ 10,000 കിലോയ്ക്ക് മുകളിൽ സ്വർണം വന്നു, അത് പിടിച്ചെടുത്തു. 16, അതിൽ 30 കിലോ മാത്രമാണോ സമരത്തിന് നിദാനമാകേണ്ടത്? ബാക്കിയുള്ള കിലോ സ്വർണമൊക്കെ വന്നതും പിടിക്കപ്പെട്ടതും ഒക്കെ അതിപ്പോൾ ഏത് എയർപോർട്ടിലാണേലും അതൊന്നും ഈ പറഞ്ഞ സമരം ചെയ്യാൻ പ്രാപ്തമായിട്ടുള്ള
സ്വർണ്ണക്കള്ളക്കടത്തല്ലേ? ഈ 30 കിലോ മാത്രമാണോ, അതായത് ഒരു ആറ്റം ബോംബ് പോലെയോ ഹൈഡ്രജൻ ബോംബ് പോലെയോ ഒരു സവിശേഷമായി വേറിട്ട് നിൽക്കുന്നത്? എനിക്ക് മനസ്സിൽ വന്ന ചോദ്യമാണ്. എൻ്റെ ചോദ്യം ഷഫീറിന് ഇഷ്ടപ്പെട്ടു, എനിക്ക് മനസ്സിലായത്. സ്വർണ്ണക്കള്ളക്കടത്ത് രാജ്യത്തിന്റെ അന്താരാഷ്ട്ര വിമാനത്താവളങ്ങളിലൊക്കെ നടക്കുന്നുണ്ടാവും. പക്ഷേ സ്വർണ്ണക്കള്ളക്കടത്തിന് അധികാര സ്ഥാനത്തിരിക്കുന്ന ഒരു വ്യക്തി ആ വ്യക്തിയുടെ ആ അധികാരം ദുരുപയോഗം ചെയ്യുന്നു, അതിന്റെ സംവിധാനങ്ങൾ ദുരുപയോഗം ചെയ്യുന്നു, അവർക്കൊരു വിദേശ എന്താ പറയാ കൗൺസിലേറ്റിൽ നേരത്തെ ഉണ്ടായിരുന്ന ജോലിയുടെ ഐഡന്റിറ്റി കാർഡ് ദുരുപയോഗം ചെയ്യുന്നു. എന്നിട്ട് ആ സ്വർണ്ണക്കള്ളക്കടത്തിലെ പണം എന്തിനു ഉപയോഗിക്കുന്നതാണ് പ്രശ്നം. ഓക്കെ, വ്യക്തം. അതായത് ശ്രീ പത്മനാഭന്റെ ഒരു പോയിന്റ് ഉണ്ട്. അതായത് മറ്റ് സ്വർണ്ണക്കടത്തിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇവിടെ അധികാര സ്ഥാനത്തിൽ ഇരിക്കുന്നവരുടെ ഇൻവെർട്ടർ കോമ ഒരു ഇൻവോൾവ്മെന്റ് അത് കാണുന്നുള്ളത് കൊണ്ട് ഇതിനെ വേറെ മാറ്റി നിർത്തണമെന്നാണ് പറഞ്ഞത് ഷംഷീർ. അതാണ് ശ്രീ പത്മനാഭന്റെ പോയിന്റ്. നമ്മൾ അതുകൊണ്ട് സമരം വേണ്ടിവരും, കോവിഡ് ജാഗ്രതയിൽ മാറ്റം വേണ്ടിവരും. ഓക്കെ, ഷംഷീർ എങ്ങനെ കാണുന്നതിന്? BJP-കാരൻ്റെ വാദം വളരെ ചൈൽഡിഷ് ആയ ആർഗ്യുമെൻ്റാണ്. BJP പറയുന്നു സംസ്ഥാനത്ത് വലിയ പ്രശ്നമുണ്ട്. അങ്ങനെയെങ്കിൽ ഈ രാജ്യം തന്നെ വെക്കുകയാണല്ലോ നിങ്ങളിപ്പോൾ ഭരണത്തിൽ എന്തായാലും ഇപ്പോൾ ഏറ്റവും ഒടുവിൽ റീസെൻ്റായി പാർലമെൻറ്റ് ചേർന്നപ്പോൾ നിങ്ങൾ ഫാർമേഴ്സ് ബില്ല് കൊണ്ടുവന്നു. ഈ രാജ്യത്തെ കർഷകരെ നിങ്ങൾ അനാഥമാക്കുന്ന ബില്ലാണ് കൊണ്ട് കർഷകരുടെ ശവപ്പെട്ടിക്കാണ് നിങ്ങൾ ആണിയടിക്കുന്നത്. അതിനെതിരെ ഞങ്ങൾ ലെഫ്റ്റ് പ്രതിഷേധിച്ചാൽ ഇപ്പോൾ കേരളത്തിൽ ഞങ്ങൾ പ്രതിഷേധിച്ചു. ഞങ്ങൾ ഈ BJP ഗവൺമെൻറ്റിൻ്റെ ഇപ്പോൾ ഈ പറഞ്ഞ കോവിഡ് കാലം നിങ്ങളൊരു സാധാരണ അമ്പലപ്പറമ്പിലൊക്കെ ഉത്സവമൊക്കെ നടക്കുമ്പോൾ പോക്കറ്റ് അടിക്കുമല്ലോ, അതുപോലെ നിങ്ങൾ ഈ അവസരം ദുരുപയോഗം ചെയ്യുകയാണ്. ആൾക്കൂട്ടങ്ങളെന്ന് പോക്കറ്റ് അടിക്കുന്നത് പോലെ നിങ്ങൾ കോവിഡ് എന്ന മഹാമാരി കാണിച്ച് രാജ്യത്തെ തന്ത്രപ്രധാന സ്ഥാപനങ്ങൾ വിറ്റഴിക്കുകയാണ്. നിങ്ങൾ തൊഴിലാളികളുടെ അവകാശങ്ങൾ കവർന്നെടുക്കുകയാണ്, കർഷകരെ കൊല്ലാൻ കൂട്ടു നിൽക്കുകയാണ്, ന്യൂ ലിബറൽ പോളിസി നടപ്പിലാക്കുകയാണ്. രാജ്യത്ത് നടക്കുന്ന കാര്യങ്ങൾ എന്താ? പാർലമെൻ്ററി ജനാധിപത്യത്തെ പോലും എത്ര കാലം നിലനിൽക്കുമെന്ന ശങ്കയുള്ള ആളാണ് ഞങ്ങൾ. BJP ഈ നിലയിൽ തുടർന്നാൽ അതുമാത്രമാണോ? ആഗസ്റ്റ് മാസം 5-ാം തീയതി നിങ്ങൾ ഹിന്ദു രാഷ്ട്രത്തിലേക്കുള്ള ചുവടുവെപ്പിൻ്റെ ഭാഗമായി രാമക്ഷേത്ര നിർമ്മാണത്തിൻ്റെ ഭൂമി പൂജ നടത്തി. ഇതെല്ലാം ജനങ്ങൾ കാണുന്നില്ലേ? നിങ്ങൾ ഈ രാജ്യത്ത് ഇനിയിപ്പോൾ അങ്ങനെയാണെങ്കിൽ ചോദിച്ചോട്ടെ, ഇന്നിപ്പോൾ നടക്കുന്നുണ്ട് UP-ൽ ഒരു ദളിത് പെൺകുട്ടിയെ ക്രൂരമായി ബലാത്സംഗം ചെയ്ത് കൊന്നാരാ? BJP ഭരിക്കുന്ന UP-ലല്ലേ? ഈ നയങ്ങൾക്കെതിരായിട്ടെല്ലാമുള്ള പ്രതിഷേധം ഞങ്ങൾ കൊണ്ടുവന്നല്ലോ. 10 ലക്ഷം പേർ കേരളത്തിൽ സമരത്തിൽ പങ്കെടുത്തില്ല. നിങ്ങൾ സമരത്തെക്കുറിച്ചുള്ള കോവിഡ് കാലത്ത് നമ്മൾ പാലിക്കേണ്ട ചില പ്രിൻസിപ്പിൾസ് ഉണ്ട്. ശാരീരിക അകലം പാലിക്കുക. ഞങ്ങൾ നടത്തിയല്ലോ CPIM 10 ലക്ഷം ആളുകളെ കേരളത്തിൽ അണിനിരത്തിക്കൊണ്ടുള്ള സമരം. വീടുകൾക്ക് ഞങ്ങൾ സമരം നടത്തി. ബാരിക്കേഡ് ഉന്തിയിട്ടില്ലേ? ഞാൻ കംപ്ലീറ്റ് ചെയ്യാം. അതിൽ അദ്ദേഹം പറഞ്ഞു സ്വർണ്ണക്കള്ളക്കടത്ത്. ഇതാരെ BJP ഇതിനെക്കുറിച്ച് പറയുന്നത്? ഞാൻ ചോദിച്ചോട്ടെ, ഇവിടെ നിങ്ങൾ വിട്ടാസേട്ട് തന്നെ സൂചിപ്പിച്ചല്ലോ 16,000 കിലോഗ്രാം സ്വർണം മടത്തി. ഇനിയിപ്പോൾ നിങ്ങൾ പാർലമെന്റിനകത്ത് നിങ്ങൾ കേരളത്തിലെ MP-മാർ ചോദ്യം ഉന്നയിച്ചു. കോൺഗ്രസ് ചോദിച്ചത് ഞങ്ങളെ ലക്ഷ്യം വെച്ചായിരുന്നു. പക്ഷേ ചോദ്യത്തിനകത്ത് എന്താ ഉത്തരം വന്നത്? അൺസ്റ്റാർഡ് ക്വസ്റ്റ്യൻ ചോദിച്ചു. മുഖ്യമന്ത്രിയുടെ ഓഫീസിന് പങ്കുണ്ടോ? ഒന്നും ഉണ്ടില്ലല്ലോ. കാരണം ഇല്ല എന്ന് പറഞ്ഞാൽ പ്രശ്നമാണ്, ഉണ്ട് എന്ന് പറഞ്ഞാൽ പ്രശ്നം. ഉണ്ട് എന്ന് പറയാൻ രേഖകളില്ല, ഹാജരാക്കിയില്ലല്ലോ. അതുപോലെ തന്നെ ആർക്കെങ്കിലും ബന്ധമുണ്ടോ ചോദിച്ചല്ലോ. അപ്പോൾ പാർലമെൻറ്റിൻ്റെ ഫ്ലോറിനകത്ത് അൺസ്റ്റാർഡായി വന്ന ക്വസ്റ്റ്യനകത്ത് ഉത്തരം മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ കുറിച്ച് ഇതുവരെ ഒന്നും പരാമർശമില്ല. നിങ്ങൾ പുകമറ സൃഷ്ടിക്കുകയാണ്. കോൺഗ്രസും BJP ഇപ്പോൾ 80 ദിവസമായാലും അന്വേഷിക്കാൻ തുടങ്ങിയിട്ട് എന്തൊക്കെയായിരുന്നു ബഹളം. മലപ്പുറം കത്തി, അമ്പും വില്ലും, മെഷീൻ ഗണ്ണ് പിടിക്കും, ശിവശങ്കറിനെ ഉള്ളിലാക്കും. എന്നിട്ട് എന്തായി? ഇപ്പോൾ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്കിതിൽ മറച്ചു വെക്കാൻ ഒന്നും ഇല്ലാത്തതുകൊണ്ടാണ് ഞങ്ങൾ ആദ്യം മുതലേ പറഞ്ഞത്, ഏത് ഇൻവെസ്റ്റിഗേറ്റീവ് ഏജൻസി ലെറ്റ് ദം ഡിസൈഡ്, അവർ തീരുമാനിക്കട്ടെ. അതാ PMOക്ക് CM എഴുതിയ കത്തതാ. 3 ഏജൻസി വന്നു. എത്ര ദിവസമായി തോന്നി തുടങ്ങി പിടിച്ചോ? 24 പേരെ പിടിച്ചു. 24 പേരിലും ഒരു CPIM കാരനില്ല. ലീഗും BJPയും കോൺഗ്രസ് സിമ്പതൈസേഴ്സ് 24 പേർ. ഇതുവരെ ഞങ്ങളുടെ അപ്പുറത്തെ വീട്ടിലാളെ പിടിച്ച പ്രശ്നം ഇരിക്കൂലേ? CPIM പ്രവർത്തകൻ്റെ ഇടവലത്തുള്ള ആളാണ് ഒരു പ്രതി. പറഞ്ഞില്ലല്ലോ, എന്താ പിടിക്കാത്തത്? അപ്പം നിങ്ങളുടെ ലക്ഷ്യം തെരഞ്ഞെടുപ്പാണ്. തെരഞ്ഞെടുപ്പിനകത്ത് എന്താ കാരണം? ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഒരു എഡ്ജ് കേരളത്തിൽ കിട്ടിയിട്ടുണ്ട്. 2011 ഞങ്ങളുടെ തുടർച്ച ഉണ്ടാവേണ്ടതായിരുന്നു. കേരളം ഇടതുപക്ഷം ഭരിക്കണം എന്നാണ് കേരളത്തിലെ ജനങ്ങൾ ചിന്തിക്കുന്നത്. ഒരു മുഖ്യധാര മാധ്യമം ഉൾപ്പെടെ ലെഫ്റ്റിൻ്റെ കണ്ടിന്യൂഷൻ ഉണ്ടാകുമെന്ന് പ്രൊഡിക്റ്റ് ചെയ്തു. അപ്പം തുടങ്ങിയ ഒരു മഴവിൽ സഖ്യമാണ്. ആ മഴവിൽ സഖ്യത്തിന് കേരളത്തിലെ മാധ്യമങ്ങളുടെ ഉൾപ്പെടെ പിന്തുണയുണ്ട്. ചില വലതുപക്ഷ മാധ്യമങ്ങളുടെ, കോർപ്പറേറ്റ് മാധ്യമങ്ങളുടെ പിന്തുണയുണ്ട്. കാരണം എന്താ? കോർപ്പറേറ്റുകൾക്ക് ഈ ഗവൺമെൻറ് ഉണ്ടാവാൻ പാടില്ലെന്ന് ആഗ്രഹിക്കുന്നു. കാരണം കോർപ്പറേറ്റുകൾ കൈവച്ച പല മേഖലയിലും ഞങ്ങൾ കൈവച്ചു. K-ഫോൺ അതിൻ്റെ ഭാഗമാണ്. എന്തെല്ലാം പദ്ധതികൾ! ഫ്രീ ഇൻ്റർനെറ്റ് ആക്ടിവിറ്റി കേരളത്തിലെ ഗ്രാമങ്ങളിലേക്ക് കൊണ്ടുപോകുന്ന K-ഫോൺ പദ്ധതി കൊണ്ടുവന്നു. അതുപോലെ ഈ മൊബിലിറ്റി പദ്ധതി. ഇങ്ങനെ കുറേ പദ്ധതികൾ വരുമ്പം കേരളത്തിലെ കോർപ്പറേറ്റുകൾ ഉറക്കമിടുന്ന സർക്കാരായി പിണറായി വിജയൻ എന്ന് കേൾക്കുമ്പം കേരളത്തിലെ കോർപ്പറേറ്റുകൾ ഞെട്ടിയുണരുകയാണ്. അപ്പോൾ അതുകൊണ്ട് കോർപ്പറേറ്റുകളുടെ പിൻഫലത്തിൽ ഇവിടുത്തെ കോൺഗ്രസിനെയും BJPയെയും ലീഗിനെയും ഉൾപ്പെടുന്ന UDFനെ വിലക്കെടുത്തുകൊണ്ട് അവരുടെ സ്പോൺസർഷിപ്പിൽ നടത്തുന്ന സമരമാണിത്. അതിന് ഇവിടുത്തെ കോർപ്പറേറ്റ് മീഡിയ ഹൗസിൻ്റെ പിന്തുണയുണ്ട്.
പക്ഷെ ഒരു കാര്യം ഇതെല്ലാം ജനങ്ങൾ കാണുന്നുണ്ട്. ഓക്കെ, ജനങ്ങൾ തീരുമാനിക്കട്ടെ എന്താവും എന്നുള്ള ജനങ്ങൾ തീരുമാനിക്കണം. ഷഫീർ, ഇതിനകത്ത് എനിക്ക് ഷഫീറിനോട് ചോദിക്കാനുള്ളൊരു ചോദ്യം എന്ന് വെച്ചാൽ, ഇപ്പം കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായിട്ട് ഒരുപാട് പ്രസ്താവനകളും പ്രകോപനപരമായിട്ടുള്ള പരാമർശങ്ങളും നമ്മുടെ ഈ പറഞ്ഞ സാമൂഹിക വിധാനത്തിൽ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണ്. ഇന്ന് ഈ കോവിഡ് സംബന്ധിച്ചുള്ള ചർച്ചകളൊക്കെ കൊടുമ്പിരി കൊണ്ടുകൊണ്ടിരിക്കുന്നു. ഡോക്ടർ അഷീലിനെ പോലുള്ള ആൾക്കാരൊക്കെ നിസ്വാർത്ഥമായിട്ട് ഇതെങ്ങനെയെങ്കിലും ആൾക്കാർ നിയന്ത്രിക്കണമെന്ന് പറയുന്നു. IMA ഒരു ആരോഗ്യ അടിയന്തരാവസ്ഥയെക്കുറിച്ച് പറഞ്ഞു. ഇന്ന് പല ചാനലുകളും ചർച്ച ചെയ്യുന്നൊരു കാര്യം ഞാൻ സൂചിപ്പിച്ചതുപോലെ ഷഫീറിൻ്റെ വളരെ വേണ്ടപ്പെട്ട നേതാവ് രമേശ് ചെന്നിത്തലയുടെ പ്രസ്താവനയാണ്. CBIയെ നിയന്ത്രിക്കാൻ വേണ്ടിയിട്ട് സർക്കാർ ഒരു ഓർഡിനൻസ് പ്ലാൻ ചെയ്യുന്നുണ്ട്. അങ്ങനെ ഒരു ഉച്ച മുതൽ വൈകുന്നേരം വരെ മുകളിൽ ചർച്ചയാണ്. ഇപ്പോൾ രാത്രി ചർച്ചകൾ നടക്കുന്നുണ്ട്. ഒരു ചോദ്യത്തോടുള്ള പ്രതികരണത്തിൽ മുഖ്യമന്ത്രി പറഞ്ഞു അങ്ങനെ ഒരു ചിന്തയില്ല. യഥാർത്ഥത്തിൽ CBIയെ നിരോധിച്ചിരിക്കുന്ന സംസ്ഥാനങ്ങളിലെ പട്ടികയിൽ കോൺഗ്രസിൽ ഭരിക്കുന്ന പട്ടികകളാണ്. അപ്പം കോൺഗ്രസ് ഭരിക്കുന്ന രാജസ്ഥാൻ ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങൾ ചെയ്ത കാര്യം ഇവിടെ ചെയ്യും എന്ന് പറഞ്ഞ് വലിയൊരു പ്രകോപനം ഉണ്ടാക്കുന്നു. നമ്മൾ കുറച്ചുകൂടി സുതാര്യമായിട്ട് നമ്മുടെ രാഷ്ട്രീയ വ്യവഹാരങ്ങൾ മുൻപോട്ട് കൊണ്ടുപോകേണ്ടതില്ലേ ഷഫീറെ? നിങ്ങൾ ശ്രീ ബ്രിട്ടാസി പറഞ്ഞത് രാജസ്ഥാനിലും പഞ്ചാബിലുമെല്ലാം CBIയെ നിങ്ങൾ കയറ്റിയിട്ടില്ലല്ലോ എന്നുള്ളതാണ്. പക്ഷേ രാജസ്ഥാനിലെയും പഞ്ചാബിലെയും മുഖ്യമന്ത്രിമാർ ശ്രീ അശോക് ഗെഹ്ലോട്ടാകട്ടെ, ശ്രീ അമരീന്ദർ സിംഗ് ആവട്ടെ, നിങ്ങൾ ഏത് ഏജൻസിയും ഇങ്ങോട്ട് വന്നോളൂ, കേന്ദ്രത്തിൻ്റെ ഏതും വന്നോളൂ, ഇവിടെ അന്വേഷിച്ചോളൂ, ഞങ്ങളിതാ വിശാലമായ ഈ പോർച്ച് തുറന്നിട്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞയാളല്ല പഞ്ചാബ് മുഖ്യമന്ത്രിയും അതുപോലെ തന്നെ രാജസ്ഥാൻ മുഖ്യമന്ത്രിയും. നിങ്ങളുടെ മുഖ്യമന്ത്രി കേരളത്തിന്റെ CPMന്റെ സംസ്ഥാനത്തിലെ അല്ല ഞാൻ പറയട്ടെ, ഞങ്ങൾക്ക് CBIയെ സംബന്ധിച്ചൊരു കൃത്യമായിട്ടുള്ള വീക്ഷണമുണ്ട്. എന്താണ് വീക്ഷണം? പറയട്ടെ. CBIയെ ഞാൻ പറയാതെ ഒരു 9:30 വരെയല്ലേ ചർച്ച? 9:30 വരെയുള്ള ചർച്ചയിൽ ഒരു ചോദ്യത്തിന് പോലും കഴിഞ്ഞ പ്രാവശ്യവും ഞാൻ പറഞ്ഞു, ബഹുമാനായ ശ്രീ ബ്രിട്ടാസ്ജി, കഴിഞ്ഞ പ്രാവശ്യം നിങ്ങൾ ചോദിച്ച ഏതെങ്കിലും ചോദ്യത്തിൽ നിന്ന് ഒളിച്ചോടി. പക്ഷേ പ്രശ്നം ഇത്രയാണ്, ഞങ്ങളുടെ നിലപാട് ഇങ്ങനെയാണ്. CBIയോട് ഞങ്ങളുടെ നിലപാട് കൃത്യമാണ്. CBI ഉൾപ്പെടെയുള്ള കേന്ദ്ര ഏജൻസികളെ ദുരുപയോഗം ചെയ്യാൻ പാടില്ല എന്നുള്ള നിലപാട് തന്നെയാണ് കോൺഗ്രസിന്. പക്ഷെ കേരളത്തിൽ സംഭവിച്ചെന്നറിയോ? ദുരുപയോഗം ചെയ്യുന്നുണ്ടോ? പ്ലീസ് പറയട്ടെ, ചെയ്യുന്നുണ്ടോ? എന്താ പറ്റിയെന്നറിയോ? നിങ്ങൾക്കിപ്പോ ബഹുമാനായ ശ്രീ ശംസീർ ഉൾപ്പെടെ പറയട്ടെ, അല്ല ഈ കാര്യത്തിലുണ്ടോ എന്നുള്ള ഞാൻ പറഞ്ഞല്ലേ, കേൾക്കട്ടെ, പറയട്ടെ. ഇവർക്ക് എന്തുകൊണ്ടാണ് ഇപ്പൊ CBI എൻക്വയറി എന്ന് പറഞ്ഞുകൊണ്ട് അടച്ചുകൊണ്ട് നോ CBI? പണ്ട് ശ്രീ P ജയരാജൻ പറഞ്ഞതുപോലെ പോടാ പുല്ലേ CBI എന്ന് പറയാൻ പറ്റാത്ത കാര്യം എന്താണെന്നറിയോ? പറയാൻ പറ്റാത്ത കാര്യം, കേരളത്തിലെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അദ്ദേഹം റിട്ടേൺ ആയിട്ട് തന്നെ പ്രധാനമന്ത്രിക്ക് എഴുതി, ഏത് ഏജൻസിയും വന്നോട്ടെ, NI വരണോ, റോ വരണോ, എൻഫോഴ്സ്മെന്റ് വരണോ, ED വരണോ, ഏതോ വന്നോട്ടെ, ഞങ്ങൾ സ്വാഗതം ചെയ്തു. ഇപ്പൊ സംഗതി പിടികൂടുമെന്നായപ്പോ അല്ലോ കേന്ദ്ര ഏജൻസികൾ അത് രാഷ്ട്രീയം കളിക്കുകയാണ് എന്ന് പറയപ്പെടുന്നത് ധാർമ്മികതയില്ലായ്മ നിങ്ങൾ കാണിക്കരുതെന്നാണ് ഈ സന്ദർഭത്തിൽ പറയാനുള്ളത്. 1. 2, ഡോക്ടർ അഷീലിനോടാണ്, ഇനി ശംസീറിനോട്. ശംസീർ പറഞ്ഞു, ശംസീർ ഡോക്ടർ അല്ലെങ്കിലും ഡോക്ടറുടെ അത്രയും പാണ്ഡിത്യമൊക്കെ ഉണ്ട്. ഞാൻ ആരുടെ പാണ്ഡിത്യം വളയ്ക്കാമെന്ന് നല്ലല്ലോ ചർച്ച. ഈ ചർച്ചയിൽ എവിടെയെങ്കിലും ഇകഴ്ത്തി സംസാരിച്ചോ? ഞാൻ തലശ്ശേരി MLA എന്നല്ലേ പറഞ്ഞത്. ഞാൻ അദ്ദേഹത്തിനെ ഒരു തരത്തിൽ മോശക്കാരനാക്കി വിട്ടിട്ടല്ലേ. ഞങ്ങളുടെ സമീപനം അതല്ല, യഥാർത്ഥത്തിൽ ഉയർത്തുകയോ ചെയ്തത്. ഞങ്ങളുടെ സമീപനം എതിരാളിയെ ഭത്സിക്കുന്ന സമീപനം കോൺഗ്രസിനില്ല. നിങ്ങൾ അത് മനസ്സിലാക്കൂ. ഇവിടുത്തെ പ്രശ്നം എന്താ? ബഹുമാന ശ്രീ ശംസീർ പറഞ്ഞു, കോൺഗ്രസ് നിങ്ങൾ ഒരു ഗ്രൂപ്പ് അല്ലേ? ശ്യാമക്കാലയും ഷഫീർ ഒരു ഗ്രൂപ്പ് തന്നെയാണ് എന്ന കാരണത്തിൽ ഗ്രൂപ്പ് എന്ന് രമേശ് ചെന്നിത്തലയ്ക്ക് വേണ്ടി ജീവൻ കൊടുക്കാൻ പാടുപെടുന്ന, ജീവൻ കൊടുക്കാൻ തീരുമാനിച്ചിരിക്കുന്ന രണ്ടാൾക്കാരാണ് ശ്യാമക്കാലയും ഷഫീർ. എന്താ പറയുന്നതിന് എന്താ കുഴപ്പം? എനിക്ക് പറയാലോ, നിങ്ങൾക്ക് പറയാൻ പറ്റില്ലെങ്കിലും. ഞാനൊരു കാര്യം പറയാം, നിങ്ങൾ മാത്രമല്ല ഒരുപാട് സ്ഥാനമാനങ്ങൾ കിട്ടാൻ അർഹതയുള്ള ഒരു നേതാവ് കൂടിയാണ് ഷഫീർ. ആത്മാർത്ഥമായിട്ട് കോൺഗ്രസ് ബഹുമാനായ ശ്രീ ബ്രിട്ടാസ്, നിങ്ങൾ എന്തെങ്കിലും പുകഴ്ത്തിയത് കൊണ്ടോ ആരെങ്കിലും ഇകഴ്ത്തിയത് കൊണ്ടോ ആ കുഴിയിലൊന്നും വീണിട്ട് ഈ ചർച്ച ചെയ്ത് ഞാൻ ഓടിപ്പോകത്തില്ല. അതുകൊണ്ട് തന്നെ ഒരു തരത്തിലുള്ള പുകഴ്ത്തൽ എന്നോട് വേണ്ട. ഞാൻ നിങ്ങളോട് കൃത്യമായിട്ട് തന്നെ നിങ്ങൾ കേൾക്കാൻ വേണ്ടി പറയണം. ശ്രീ ശംസീർ പറഞ്ഞു, കോൺഗ്രസ് ആണ് സമരമുഖത്ത് നിന്നുകൊണ്ട് ഇതെല്ലാം ചിത്രം ഈ മരണത്തിന്റെ വ്യാപാരത്തിന് വേണ്ടിയിട്ട് നിൽക്കുന്നത് കോൺഗ്രസ് ആണ്. ബഹുമാനായ ശ്രീ തലശ്ശേരി MLA, താങ്കളുടെ തലശ്ശേരി മുനിസിപ്പാലിറ്റിയിലെ 35-ാം നമ്പർ വാർഡ്, തലശ്ശേരി മുനിസിപ്പാലിറ്റിയിലെ 35-ാം വാർഡിലെ MLA ആരാ? ഈ ബഹുമാനായ ശംസീറാണ്. ഈ ശംസീറിൻ്റെ മണ്ഡലത്തിലെ 35 കൊമ്മൽ എന്നാണ് വാർഡിൻ്റെ പേര്. കൊമ്മൽ വാർഡിൽ ഇന്നിപ്പോൾ ആ പാർട്ടി ഗ്രാമമാണത്. പാർട്ടിയുടെ ഗ്രാമത്തിനകത്ത് പാർട്ടി കുടുംബയോഗം ഏകദേശം 100-ൽ പരം ആളുകളെ വെച്ചുകൊണ്ട് കുടുംബയോഗം നടത്തി അതിപ്പോൾ കേസെടുത്തിരിക്കുകയാണ്.
കുടുംബയോഗം നടത്തി വിവാദമായിരിക്കുകയാണ്. ഞാൻ പറഞ്ഞു വന്നത്, ഇവിടെ വന്നിരുന്ന തലശ്ശേരി MLA ആൾക്കൂട്ടത്തെ സംബന്ധിച്ചും വ്യാപനത്തെ സംബന്ധിച്ചും പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ തലശ്ശേരി മുനിസിപ്പാലിറ്റിയിലെ 35-ാം നമ്പർ വാർഡ് കൊമ്മലിലെ CPM-ന്റെ കുടുംബയോഗത്തെക്കുറിച്ച് കൂടി മറുപടി പറയേണ്ടി വരുമെന്ന് കൂടി അതൊക്കെ ഇവിടെ ചർച്ച ചെയ്യുകയും അറിയുകയും ചെയ്യുന്നു എന്നുള്ളത് കൂടി അറിഞ്ഞുകൊണ്ട് വേണം അത് ഉന്നയിക്കാൻ. ഞാൻ ഇനി ഡോക്ടർ അഷീലിലേക്ക് ഒരു സെക്കൻഡ് ഡയറിയുടെ താളം മാറ്റി അടുത്തതിലേക്ക് ഇന്ന് ചർച്ചയിൽ ഡാറ്റാസ് എടുത്തുകൊണ്ട് വരുന്നതാണ് ഞാൻ ഷഫീറിനെ അനുമോദിക്കുക. എന്താ കാരണം വെച്ചാല് ഷഫീർ എത്ര കാര്യഗൗരവത്തോടെയാണ് അതായത് ഈ ചർച്ചയിൽ പങ്കെടുക്കാൻ വന്നത്. ഷഫീറിന്റെ ഡയറി കണ്ടപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി ഇന്ന് ഒരുപാട് ഡേറ്റാസ്. ഞാൻ ഷഫീറിനെ അനുമോദിക്കുകയാണ്. ഈ അനുമോദനം തന്നെ തടസ്സപ്പെടുത്തലാണ്. ഈ അനുമോദനം പോലും അനുമോദനം പോലും കോൺഗ്രസിന്റെ വെർഷന്റെ ഒഴുക്ക് തടയലാണ്. ഇല്ലില്ല, ഷഫീർ പറഞ്ഞോളൂ, പറഞ്ഞു. ബഹുമാനപ്പെട്ട ശ്രീ അഷീൽ, ഞാൻ നിങ്ങളോട് ഒരു കണക്ക് പറയാം. നിങ്ങൾ ഇപ്പൊ കയറി നോക്കണം, നിങ്ങളുടെ ഈ ലോക സമൂഹം തന്നെ കയറി നോക്കട്ടെ. www.covid19india.org എന്ന് പറയപ്പെടുന്ന വെബ്സൈറ്റിലേക്ക് നിങ്ങളൊന്ന് കയറണം. ഞാൻ ഒന്നുകൂടെ പറയണോ ഡോക്ടർ അഷീൽജി? പറയണ്ടല്ലോ, നിങ്ങൾ കേട്ടല്ലോ. അതിൽ കയറിയിട്ട് ലേറ്റസ്റ്റ് മാപ്പ് ആൻഡ് കേസ് കൗണ്ട് ഓഫ് ഇന്ത്യ എസ്പെഷ്യലി ഇൻ കേരള എന്ന് കുത്തണം, എന്നറിയണം. അവിടെ അറിയുമ്പോൾ ഞെട്ടിക്കുന്നതാണ് വിവരങ്ങൾ. 2 മിനിറ്റ് ഇടപെടല്ലേ പ്ലീസ്. ഒന്ന്, മെയ് ജൂൺ മാസങ്ങളിൽ കോവിഡ് വ്യാപനത്തിന്റെ നിരക്കും അതുപോലെ തന്നെ ടെസ്റ്റുകളുടെ എണ്ണത്തെ സംബന്ധിച്ച് അതിനകത്ത് പറയുന്നുണ്ട് വല്ലാതെ ഇല്ല. ജൂൺ 28 മുതൽ 12 ജൂലൈ വരെയുള്ള നമ്മുടെ കണക്ക് പ്രകാരം ഞാൻ ആ വെബ്സൈറ്റിൽ കയറി നോക്കിയെടുത്തിട്ട് വന്നതാണ്. അതിനകത്ത് പറയുന്നു ടെസ്റ്റുകളുടെ എണ്ണം കേരളത്തിൽ വളരെ കുറവ്. ജൂലൈ 13 മുതൽ 23 ഓഗസ്റ്റ് വരെ, ഇടപെടരുത്, ഓഗസ്റ്റ് വരെ സ്വപ്ന സുരേഷും ശിവശങ്കരനും കത്തി നിൽക്കുന്ന കാലം, സർക്കാർ പ്രതിരോധത്തിലാകുന്ന കാലം, സഖാവ് പിണറായി വിജയന്റെ ഓഫീസിന് ബന്ധമുണ്ടെന്ന് ആരോപിക്കപ്പെടുന്ന കാലം. അപ്പോൾ കൃത്യമായിട്ട് തന്നെ ഡോക്ടർ അഷീൽ ഉൾപ്പെടെയുള്ള ആളുകൾ എണ്ണം കൂട്ടിയിരിക്കുന്നു. 13 ജൂലൈ മുതൽ 23 ഓഗസ്റ്റ് വരെ എൻ്റെ കണക്കുണ്ട്. 30 ഓഗസ്റ്റ്, അതാ ഇനിയാണ് എൻ്റെ പോയിന്റ്, ശ്രദ്ധിച്ച് കേൾക്കണം. 30 ഓഗസ്റ്റ് മുതൽ സെപ്റ്റംബർ 3 വരെ കേരളത്തിലെ കോവിഡ് ടെസ്റ്റുകളുടെ എണ്ണം പരമാവധി കുറച്ചു. എന്താ കാര്യം? അന്നാണ് കേരളത്തിൽ ഈ കഴിഞ്ഞ 6 മാസങ്ങളിൽ ഏറ്റവും കുറച്ച് ടെസ്റ്റുകളുടെ എണ്ണം കുറച്ചത്. 30 ഓഗസ്റ്റ് സെപ്റ്റംബർ 3 2.8K മാത്രം. എന്താണെന്നറിയാം കാരണം? വെഞ്ഞാറമൂട് കൊലപാതകത്തിൽ കോൺഗ്രസിനെ അടിക്കാൻ, ആ 5 ദിവസക്കാലം കോൺഗ്രസിനെ പ്രതിരോധിക്കാൻ ആ വിഷയം ഇഷ്യൂ ആക്കി ഉയർത്തിക്കാണിക്കാൻ ശ്രമിച്ച ഘട്ടത്തിൽ ഇവർ ടെസ്റ്റുകളുടെ എണ്ണം പരമാവധി കുറച്ചതായിട്ട് വെബ്സൈറ്റ്. ഒരു മിനിറ്റ് കൂടി. അതിനുശേഷം 6 സെപ്റ്റംബർ 6 സെപ്റ്റംബർ മുതൽ 24 സെപ്റ്റംബർ വരെയുള്ള കണക്ക് ഞാൻ എടുത്ത വെബ്സൈറ്റിൽ നിന്ന്. അപ്പോൾ ടെസ്റ്റുകളുടെ എണ്ണം 8Kക്ക് മുകളിൽ എന്ന് പറഞ്ഞാൽ ജലീലിനെ ചോദ്യം ചെയ്യുന്നു, ബ്രിട്ടാസ് ഇന്റർവ്യൂ ചെയ്യുന്നു, ആകെ രാത്രി തലയിൽ മുണ്ടിട്ട് കൊണ്ടുപോകുന്നു, വ്യവസായിയുടെ കാറിൽ കയറി പോകുന്നു, അവിടെ നിന്ന് തിരിച്ചിറങ്ങി വരുന്നു, ഒരു ലേഖകൻ മിനിസ്റ്റർ എന്ന് വിളിക്കുന്നു, തിരിഞ്ഞു നോക്കുന്നു, മാധ്യമപ്രവർത്തകരോട് കള്ളം പറയുന്നു, തിരിച്ചു പറയുന്നു. പിന്നെ ബ്രിട്ടാസ് വളരെ തന്ത്രപൂർവ്വം തുടങ്ങി വെച്ചു കൊടുത്ത ഒരു ഇന്റർവ്യൂവിലൂടെ പല 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 ചാനലുകളിലൂടെ പോയി നിങ്ങളാണല്ലോ തുടങ്ങി വെച്ചത്. ഞാൻ കണ്ടതുകൊണ്ടാണല്ലോ ഞാൻ പറഞ്ഞത്. ഇങ്ങനെ കൃത്യമായിട്ട് പോകുന്നു. ആ ജലീൽ KT ജലീൽ വിഷയം ഉന്നയിക്കപ്പെടുമ്പോൾ ടെസ്റ്റിന്റെ എണ്ണം 8Kക്ക് മുകളിൽ. എന്താ കാരണം അറിയോ? എന്താ കാരണം വെച്ചാൽ വേറൊന്നും കൊണ്ടല്ല, നമ്മൾ പിന്നെ ഡോക്ടർ അഷീലിന് ഒരുപാട് ജോലിക്കിടയിൽ ഞാൻ പിടിച്ചോണ്ട് വന്ന ഈ ഷഫീർ ബൊമ്പാട് ചെയ്യുന്ന അത് ഈ ഒരു സാധനം ഇത് വളരെ ഉത്തരവാദിത്വത്തോടു കൂടി തീർച്ചയായിട്ടും ഒരു തരത്തിലുള്ള കള്ളക്കണക്കല്ല. പൊതുസമൂഹത്തിന്റെ മുമ്പിൽ ഞാൻ വെബ്സൈറ്റിന്റെ പേരുൾപ്പെടെ വെരി ഗുഡ്. വെഞ്ഞാറമൂടിലും KT ജലീലും ഷഫീറിന്റെ ഈ പഠിച്ചിട്ടുള്ള ഈ പ്രതിപാദനത്തെ ഞാൻ അനുമോദിക്കുന്നതോടൊപ്പം തന്നെ ഒരു കാര്യത്തിൽ ഞാൻ ജാഗ്രതപ്പെടുത്തട്ടെ. അതായത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അഷീലിനെ ഞാൻ വളരെ നിർബന്ധിച്ചു കൊണ്ടുവന്നതാണ്. അദ്ദേഹം താങ്കൾ ഈ പറഞ്ഞ ഡേറ്റാസ് മുഴുവൻ സംശീകരിച്ചുകൊണ്ട് മറുപടി പറയാൻ അതിന് ബുദ്ധിമുട്ടായതുകൊണ്ടാണ് ഞാൻ ഒരു പോസ്റ്റ് പറഞ്ഞു. അഷീൽ മറുപടി പറഞ്ഞതിന് മുമ്പ് മറുപടി പറഞ്ഞതിന് മുമ്പ് ഷംഷീറിന് ഒരു ചാൻസ് കൊടുക്കുന്നു. ഷംഷീറിനെ കുറിച്ച് ഒരു വ്യക്തിപരമായ പരാമർശം വന്നു.
അല്ല ഞാൻ പറയാം ഞാൻ വ്യക്തിപരമായിട്ട് പരാമർശിച്ചില്ല. ഷംഷീറിന്റെ പിന്നെ അതില് ഒന്ന് പറയാനുള്ളത്, സുധാകരൻ മുഖ്യമന്ത്രിയുടെ പിണറായിയിലെ വീട്ടിൽ മാർച്ച് നടത്തിക്കൊണ്ട്, പിണറായിയിലെ വീട്ടിന് മുന്നിൽ മാർച്ച് നടത്തിക്കൊണ്ട് പറഞ്ഞത് ഞങ്ങൾ മാസ്ക് വലിച്ചെറിയും, ഇവിടെ പടർന്നോട്ടെ കൊറോണ എന്ന ആ പ്രസംഗം ഷഫീർ കൈവശമുണ്ടോ? കേട്ടിട്ടില്ലെങ്കിൽ നിങ്ങളൊന്ന് അന്വേഷിച്ചാൽ മതി. നിങ്ങൾക്കിപ്പം എൻ്റെ നാട്ടിലെ 35 വാർഡിൻ്റെ കണക്ക് എന്നാണ് അത് തരാതിരുന്നത്. എൻ്റെ നാട്ടിലെ 35 വാർഡിൽ ഇങ്ങനെ കൂടിയെന്നൊക്കെ പറഞ്ഞല്ലോ. പിന്നെ കുടുംബയോഗം CPIM നടത്തുന്നുണ്ട്. അൺലോക്ക് 4-ൽ പറയുന്നുണ്ട് അപ് ടു 100 വരെ ആളുകൾ പങ്കെടുക്കുന്ന ചെറു യോഗങ്ങൾ ശാരീരിക അകലം പാലിച്ചുകൊണ്ട് നടത്താം. ഈ 35 വാർഡിലും സ്വാഭാവിക യോഗം നടന്നത്. അതിൻ്റെ കേസെടുത്തു എന്നൊക്കെ പറഞ്ഞത് ആരോ ഷഫീറിനെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി തന്ന വാർത്തയാണ്. എന്തുമാവട്ടെ, ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ സമരം നടത്തിയിട്ടുണ്ടല്ലോ. ഞങ്ങൾ സമരം നടത്തിയിട്ടുണ്ട്. 5 പേർ പങ്കെടുത്ത് സമരം നടത്തിയിട്ടുണ്ട്. 50 പേർ പങ്കെടുത്ത് സമരം നടത്തിയിട്ടുണ്ട്. അതിലെല്ലാം കോവിഡ് പ്രോട്ടോകോൾ പാലിച്ചുകൊണ്ടാണ്. നിങ്ങൾ മരണത്തിൻ്റെ വ്യാപാരികളെന്ന് മാത്രമല്ല, ഇവർ ഓരോ ദിവസവും ആഘോഷിക്കുകയാണ്. KPCC ആഫീസിൽ കണക്ക് വരുമ്പോൾ ലഡു കൊടുക്കും. കാരണം എന്താ? കണ്ടോ, ഈ സർക്കാരിന്റെ BJPയോടുള്ള അപ്രോച്ച് മരണത്തിന്റെ വ്യാപാരിയാണ് കെ സുരേന്ദ്രൻ എന്ന് പറയൂ ഷംസീർ. സംശയം എന്താ? BJPയും കോൺഗ്രസും സംയുക്തമായി ജോയിന്റ് വെഞ്ചറാണ് ഇവരുടെ, ജോയിന്റ് വെഞ്ചർ കമ്പനിയാണ്. കേരളത്തിൽ ഇടതുപക്ഷ സർക്കാരിന്റെ ഇമേജ് കാരണം തകരേണ്ടത് BJPക്ക് താല്പര്യമുണ്ട്. കാരണം BJPയുടെ സെൻട്രൽ മുഖം വികൃതമായിക്കൊണ്ടിരിക്കുക. അപ്പോൾ കേരളത്തിൽ ഇന്ത്യക്ക് മാതൃക, ലോകത്തിന് മാതൃക കേരളം എന്നൊരു സംസ്ഥാനം വരുമ്പം അത് BJP ഇഷ്ടപ്പെടുന്നില്ല. അതിന്റെ ഭാഗമായി അവരങ്ങനെ ആരോപണം ഉന്നയിക്കും. അല്ല ഷംഷീറെ, ഒറ്റ സെക്കൻഡ്, ഷഫീറിന് ഒരു പരാതിയുള്ളൂ. നിങ്ങൾ മരണത്തിന്റെ വ്യാപാരികളുടെ പട്ടികയിൽ BJPയും കൂടി ഉൾപ്പെടുത്തുന്നുണ്ടോ? കോൺഗ്രസിനെതിരെ നിങ്ങൾ റീറ്റെയിലേഴ്സ് ആണെങ്കിൽ അവർ ഹോൾസെയിൽ ഡീലേഴ്സ് ആണ്. ആ വ്യത്യാസം. നിങ്ങൾ റീറ്റെയിലേഴ്സ് ആണ്, അവർ ഹോൾസെയിൽ ഡീലേഴ്സ് ആണ്. കാരണം ഇന്ത്യയിൽ ആകെ ആളുകൾ കൊല്ലുന്നുണ്ട് പല രീതിയിലും. ഞാൻ അത് പറയാം. കുഞ്ഞനന്തന്റെ ഫ്യൂണറലിൽ പങ്കെടുത്തത് ഞാൻ പറയാം. കുഞ്ഞനന്തൻ എന്ന് പറഞ്ഞ ഒരു മാസ് ലീഡറാണ്. മരണം വരുമ്പോൾ ആളുകൾ പങ്കെടുക്കും. അതിനകത്ത് കൃത്യമായി ശാരീരിക അകലം പാലിച്ചും പ്രോട്ടോകോൾ പാലിച്ചുകൊണ്ട് കൃത്യമായ ഞാനാ പങ്കെടുത്ത ആളാണ് ആ ചടങ്ങിൽ. അവിടെ സാനിറ്റൈസറും മറ്റ് സംവിധാനങ്ങളും നമ്മൾ വിതരണം ചെയ്തത് മാത്രമല്ല, അവിടെ നിങ്ങളുടെ പാർട്ടിക്കാരുൾപ്പെടെയുണ്ട്, കോൺഗ്രസ് ഉണ്ട്, ലീഗ് ഉണ്ട്. ഇവിടുത്തെ ഈ ഷഫീർ പറയുമ്പോൾ മനസ്സിലാക്കേണ്ട കാര്യം, നിങ്ങളുടെ പാർട്ടിക്കാർ പോലും അവിടെ പങ്കെടുത്തിട്ടുണ്ട്, കോൺഗ്രസിൻ്റെയും ലീഗിൻ്റെയും ആളുകൾ. കാരണം കുഞ്ഞനന്തൻ ഒരു മാസ് ലീഡറാണ് ആ പ്രദേശത്തെ പ്രാദേശികമായ. അപ്പോൾ സ്വാഭാവികമായും നിങ്ങളുടെ ഗവൺമെൻറ് തിരുവഞ്ചൂരും സംഘവും കള്ളക്കേസിൽ കുടുക്കി ഇഞ്ചിഞ്ചായി ജയിലറക്കൗണ്ടിൽ വെച്ച് പീഡിപ്പിച്ച് കൊന്ന നേതാവ്, ആ പീഡിപ്പിച്ച് കൊന്ന നേതാവിന് സ്വാഭാവികമായും ഒരു ഫ്യൂണറൽ ഫംഗ്ഷനകത്ത് ജനങ്ങൾ പങ്കെടുക്കും, സ്വാഭാവികമാണ്. അതിൽ നിങ്ങളുടെ പാർട്ടിക്കാർക്ക് ഉൾപ്പെടെ അവിടെ എതിർപ്പുണ്ട്. അവർക്കറിയില്ല കുഞ്ഞനന്തൻ ആരാണെന്ന്. പിന്നെ മീഡിയ, കോർപ്പറേറ്റ് മീഡിയ നിങ്ങളുടെ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഉൾപ്പെടെ അദ്ദേഹത്തെ ഒരു വലിയ ഭീകരണം ചിത്രീകരിച്ചിട്ടുണ്ടെങ്കിലും അദ്ദേഹം എന്താണെന്ന് നിങ്ങൾ പറഞ്ഞ ഭീകരനാണെങ്കിൽ അളവും കൊടുക്കുമോ? നിങ്ങളുടെ പാർട്ടിക്കാർ ഉൾപ്പെടെ ബാഡ്ജ് ധരിച്ച് പങ്കെടുത്തിട്ടുണ്ടല്ലോ. അപ്പൊ അതുകൊണ്ട് ആ ഒരു കാര്യം, ഇനിയിപ്പോ ആ കേസിലേക്ക് പോയാൽ കുറെ കാര്യം എനിക്ക് പറയാം. അതുപോലെ തന്നെ അതിലേക്ക് പോകേണ്ടതില്ല. ഇവിടെ പറയും, ഇവർ പറഞ്ഞു എന്താ 2 പേരെ കൊന്നിട്ടില്ലേ, 2 ചെറുപ്പക്കാരെ. നിങ്ങളിപ്പോ പറയുന്നില്ല ഞങ്ങൾ ഗാന്ധിയന്മാരാണ്, വായി കൈയിട്ട കടിക്കാത്ത ആൾക്കാരാണ്. അങ്ങനെയുള്ള ആൾക്കാരെ 2 പേരെ കൊന്നത്. 2 ചെറുപ്പക്കാർ അരുംകൊല ചെയ്തിട്ട് ആ കൊലപാതകത്തിന്റെ അമർഷവും ഞങ്ങൾക്ക് വേണമെങ്കിൽ കേരളത്തിലാകെ പ്രതിഷേധം ഉണ്ടായിക്കൂടെ? ഞങ്ങൾ ചെയ്തോ? ഈ കോവിഡ് പ്രോട്ടോകോൾ പാലിച്ചുകൊണ്ട് ഞങ്ങൾ രോഷം കടിച്ചമർത്തി പ്രതിഷേധത്തിൽ ഒതുക്കുകയും ചെയ്തത്. നിങ്ങളോ? സ്വാഭാവികമായി 2 പേർ കൊല്ലപ്പെടുന്നിടത്ത് ആളുകൾ വരും. അവിടെയും പ്രോട്ടോകോൾ പാലിക്കാൻ DYFയുടെ സംസ്ഥാന നേതൃത്വം, തിരുവനന്തപുരത്തെ CPIM നേതൃത്വം നല്ലതുപോലെ ഇടപെട്ടിട്ടുണ്ട്. അപ്പം നിങ്ങളെ നിങ്ങൾ ചെയ്തത് എന്താ? കൊല്ലുക 2 പേരെ, എന്നിട്ട് ആ കുടുംബത്തെ ആക്ഷേപിക്കുക. ഞാൻ ആ വീട്ടിൽ പോയതാ. ആ കുടുംബം ഞങ്ങൾ പറഞ്ഞെന്താ അറിയോ? ഞങ്ങളുടെ മക്കളെ കൊന്നു, ഇനി ഞങ്ങളെയും കൊല്ലാതിരിക്കുക, TVക്കകത്ത് വന്നിരുന്ന് ഞങ്ങളുടെ മക്കളെ ആക്ഷേപിക്കരുത് എന്ന് ആ ഉപ്പമാർ പറഞ്ഞത് കണ്ണീരോടെ കേട്ടാളാണ് ഞാൻ. അതുകൊണ്ട് ഇനിയെങ്കിലും നിങ്ങൾ അവരുടെ മയ്യത്തിന്റെ ഖബറിന്റെ നനവ് മാറുന്നതിനേക്കാൾ മുമ്പ് അവരെ വീണ്ടും ആക്ഷേപിക്കരുത്. ആ കൊലക്കേസിനകത്ത് കൃത്യമായി കോൺഗ്രസിന്റെ നേതൃത്വത്തിന് പങ്കുണ്ട്. കൊലപാതക സംഘത്തെ ഈ നാട്ടിൽ കൊലപാതക രാഷ്ട്രീയം പഠിപ്പിച്ച പാർട്ടിയാണ് കോൺഗ്രസ്. അവൻ പറഞ്ഞുകൊണ്ടാണ്. ഇനിയിടയ്ക്ക് അഷീലിലേക്ക് പോകണം. അഷീലിലേക്ക് ഞാൻ വരുന്നതിന് മുമ്പ് വേണമെങ്കിൽ ഒരുപക്ഷെ അഷീലിന് പറയാനുള്ള കാര്യങ്ങൾക്ക് ഒരു അലകും പിടിയും സമ്മാനിക്കാൻ വേണ്ടിയിട്ട് പ്രേക്ഷകർക്ക് പോലും കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി 2-3 സ്റ്റാറ്റിസ്റ്റിക്സ് ഞങ്ങൾക്ക് നൽകാം. ഒന്ന്, ഒരുപക്ഷെ എന്താണ് ഫാറ്റാലിറ്റി റേറ്റ്? അതാണല്ലോ നമ്മൾ ഏറെക്കുറെ ചർച്ച ചെയ്യുന്നത്. എന്താണ് നമ്മുടെ ഇന്ത്യയിലെ ഫാറ്റാലിറ്റി റേറ്റ്, അതായത് മരണനിരക്ക്? അത് വളരെ പ്രധാനപ്പെട്ട. അത് കണ്ടിട്ട് ഞാൻ അഷീലിലേക്ക് വരാം. നോക്കുക, ആന്ധ്രയിൽ നോക്കുക, രോഗികൾ മരണം, അതായത് 5745 പേർ മരിച്ചു, ഫാറ്റാലിറ്റി റേറ്റ് 0.84. തെലുങ്കാനയിൽ 1116 പേർ മരിച്ചു,
8%. കർണാടകയിൽ 8641 പേർ മരിച്ചു, 1.48. തമിഴ്നാട്ടിൽ 98,383 പേർ മരിച്ചു, 1.77. കേരളത്തിൽ 697 മരിച്ചു, 0.40. ഇതാണ് ഒരുപക്ഷെ ഏറ്റവും ഈ കോവിഡ് ബാധ സംബന്ധിച്ച് ഏറ്റവും ക്രൂഷ്യലായിട്ടുള്ള ഒരു ഡേറ്റ ഇതാണ്. ഈ ഡേറ്റ പ്രകാരം കേരളം വേറിട്ട് നിൽക്കുകയാണ്. അപ്പോൾ അതേസമയം ഷഫീറിൻ്റെ ആരോപണങ്ങൾ അവിടെയുണ്ട്. ഡോക്ടർ അഷീൽ, നിങ്ങൾ മാനിപ്പുലേറ്റ് ചെയ്യുന്നു. ഇത് ആക്ച്വലി ഈ ഒരു പോയിന്റ് പുറത്തു കൊണ്ടുവന്നത് അല്ലെങ്കിൽ ഈ ഒരു പോയിന്റ് ചോദിച്ചത് വളരെ നന്നായി. കാരണം ഇത് സംബന്ധിച്ച് കുറേ ചർച്ചകളും കുറേ തെറ്റിദ്ധാരണകളും ആളുകളുടെ ഇടയിൽ ഉണ്ടാവുന്നുണ്ട് എന്നുള്ള വസ്തുതയാണ്. ഒരു കാര്യം, കേരളത്തിലെ ആരോഗ്യ സംവിധാനങ്ങളോ കേരളത്തിലെ ഏകദേശം 10,000 വരുന്ന ആരോഗ്യ സ്റ്റാഫുകളോ ഇതിൽ ഇൻവോൾവ് സ്റ്റാഫുകളോ ഇവരാരും പെട്ടെന്ന് ഒരു ദിവസം ഏതെങ്കിലും ഒരു രാഷ്ട്രീയ സംവിധാനങ്ങളോ ഒരു രാഷ്ട്രീയ നിർദ്ദേശം അനുസരിച്ചിട്ട് താഴത്തെ ടെസ്റ്റുകൾ വർദ്ധിപ്പിക്കുകയും ടെസ്റ്റുകൾ കുറയ്ക്കുകയും ടെസ്റ്റുകൾ കൂട്ടുകയും ചെയ്യില്ല. അങ്ങനെ ഒരു നിർദ്ദേശം താഴോട്ട് പോകുന്നുണ്ടെന്ന് വിചാരിക്കുക. എത്ര സർവീസ് സംഘടനകളുണ്ട്, എല്ലാ പാർട്ടികൾക്കും ഇവിടെ സർവീസ് സംഘടനകളില്ലേ, അവരെങ്കിലും അറിയത്തില്ലേ ഇങ്ങനൊരു ഇൻഫർമേഷൻ ഇങ്ങനെ പോയിട്ടുണ്ട്, ഇതാ ഇപ്പം ടെസ്റ്റുകൾ കുറക്കണം, ടെസ്റ്റുകൾ കൂട്ടണം. പിന്നെ എന്താണ് മാനദണ്ഡം? അപ്പോൾ ടെസ്റ്റുകൾ കുറക്കാനോ ടെസ്റ്റുകൾ കൂട്ടാനോ രാഷ്ട്രീയ നേതൃത്വം എന്തെങ്കിലും പറയുന്നതനുസരിച്ചിട്ടല്ല കേരളത്തിൽ ആരോഗ്യ പ്രവർത്തകർ ഫംഗ്ഷൻ ചെയ്യുന്നത്. കേരളത്തിൽ ആരോഗ്യ ഡിപ്പാർട്ട്മെൻറ്റ് ഫംഗ്ഷൻ ചെയ്യുന്നത് കൃത്യമായ ശാസ്ത്രീയ കണക്കുകളുടെ അടിസ്ഥാനത്തിലാണ്. എന്താണ് ആ ശാസ്ത്രീയ കണക്ക്? അതിനാൽ ടെസ്റ്റ് പോസിറ്റിവിറ്റി റേറ്റ് ഇന്നിപ്പോൾ കുറച്ച് ദിവസമായിട്ട് കേരളത്തിൽ ടെസ്റ്റ് പോസിറ്റിവിറ്റി കൂടുമ്പോൾ അത് കൂടുതൽ ചർച്ച ചെയ്യുന്നുണ്ട്. ഞാൻ മുമ്പോട്ടേ പറയുന്ന കാര്യമാണ്. 100 പേരെ ടെസ്റ്റ് ചെയ്യുമ്പം നമ്മൾ നോക്കുന്നത് വെച്ചാൽ കണ്ടെയ്ൻമെൻറ്റ് സ്ട്രാറ്റജി നമ്മൾ സ്ട്രിക്റ്റായിട്ട് ഫോളോ ചെയ്യുന്ന സാഹചര്യത്തിൽ, അതായത് നമ്മുടെ അൺലോക്കൊക്കെ തുടങ്ങുന്നതിന് മുമ്പായിട്ട് നമ്മൾ കണ്ടെയ്ൻമെൻറ്റ് സ്ട്രാറ്റജി സ്റ്റിക്ക് ഓൺ ചെയ്യുന്ന സമയത്ത് നമ്മൾ ടെസ്റ്റ് പോസിറ്റിവിറ്റി 2-ൽ താഴെ നിർത്താനാണ് ഉദ്ദേശിച്ചത്. അപ്പോൾ സമയത്ത് എന്താ, നമ്മൾ മാർച്ച് 31 സമയത്ത്, അപ്പോൾ ഈ വിഷയമൊന്നുമില്ലല്ലോ, മാർച്ച് 31 സമയത്ത് നമ്മൾ ടെസ്റ്റ് പോസിറ്റിവിറ്റി കൂടിയപ്പോൾ നമ്മൾ ടെസ്റ്റുകൾ കൂട്ടി. ഞാൻ ഓരോ സമയത്ത് പറയാം. മാർച്ച് 31 നമ്മൾ ടെസ്റ്റ് പോസിറ്റിവിറ്റി 3.2 പോയി. നമ്മളത് 2-ന്റെ താഴെ കൊണ്ടുവരാൻ വേണ്ടി ഏപ്രിൽ 30 ആകുമ്പോഴേക്ക് നമ്മൾ 2-ന്റെ താഴെ കൊണ്ടുവന്നു. അത് 1.9 ആയി. അതിനെ കണക്കായിട്ട് മാത്രമേ ടെസ്റ്റുകൾ കൂട്ടുള്ളൂ. എന്താ ടെസ്റ്റ് പോസിറ്റിവിറ്റി കണക്ക്? നമ്മൾ 100 പേരെ ടെസ്റ്റ് ചെയ്യുമ്പോൾ 2 പേര് മാത്രമേ പോസിറ്റീവ് ആകാൻ പറ്റുള്ളൂ. പക്ഷേ രോഗവ്യാപന സമൂഹത്തിൽ കൂടുന്നോളും 100 പേരെ ടെസ്റ്റ് ചെയ്യുമ്പോൾ കൂടുതൽ ആളുകൾ പോസിറ്റീവ് ആകും. പക്ഷേ നമ്മൾ ആ ടെസ്റ്റിൻ്റെ അതിൽ കണക്കിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി നമ്മൾ ടെസ്റ്റുകൾ അതിന് കണക്കായിട്ട് ടൈട്രേറ്റ് ചെയ്യണം. അപ്പോൾ നമ്മൾ മെയ് മാസം വരുന്ന സമയത്ത് ടോട്ടൽ ടെസ്റ്റ് 1269. മറ്റാലോചിക്കണേ, ഏപ്രിൽ 497 ടെസ്റ്റ് ചെയ്യുമ്പോൾ തന്നെ നമ്മൾ 1.9 അവിടുത്തെ ഓൺ ദാറ്റ് ഡേ ആണ് കേട്ടോ, ഓൺ ദാറ്റ് ഡേ ആ ദിവസം വരെയുള്ളതെന്ന് പറയുന്നു. അപ്പം അതിനുശേഷം നമ്മുടെ മെയ് മാസം അവസാനമാകുമ്പോഴത്തേക്ക് മെയ് 31 നമ്മുടെ ടെസ്റ്റ് പോസിറ്റിവിറ്റി 1.9 അപ്പോഴും നമുക്ക് നിർത്താൻ വേണ്ടി സാധിച്ചു അതിൻ്റെ അകത്ത്. അപ്പോൾ ജൂൺ 30 വീണ്ടും അത് 1.9 അടുത്തേക്ക് അതിന് കൂടുന്ന സാഹചര്യം വരുന്ന സമയത്ത് നമ്മൾ ടെസ്റ്റുകൾ കൂട്ടി. എന്നിട്ടും ജൂലൈ 39 നമ്മൾ ടെസ്റ്റുകളുടെ പോസിറ്റിവിറ്റി റേറ്റ് വീണ്ടും കൂടുന്ന സാഹചര്യം ഉണ്ടായി. അപ്പോൾ നമ്മൾ ഓരോ ഘട്ടത്തിലും, അപ്പോൾ ഓഗസ്റ്റ് ആകുന്ന സമയത്ത് 4.5 വരെ ടെസ്റ്റ് പോസിറ്റിവിറ്റി റേറ്റ് എത്തി. ആ സമയത്ത് വീണ്ടും ടെസ്റ്റുകൾ കൂട്ടി. 4.5 ടെസ്റ്റ് പോസിറ്റിവിറ്റി, അപ്പോൾ അതുകൊണ്ട് ഓഗസ്റ്റ് മാസം അവസാനത്തോട് കൂടുതൽ ടെസ്റ്റുകൾ കൂട്ടേണ്ടി വന്നു. ഇപ്പം നമ്മൾ ഒരു ദിവസം 52,000 ടെസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ പോലും നമ്മൾ ഏപ്രിൽ മാസം ചെയ്ത ടെസ്റ്റിനേക്കാളും താരതമ്യേന കുറവാണ്. കാരണം എന്താ താരതമ്യേന കുറവെന്ന് പറയാം? ഏപ്രിൽ മാസം വെറും ടെസ്റ്റ് 497 ചെയ്തിട്ടുള്ളൂ. പിന്നെന്താ 52,000 ടെസ്റ്റ് കുറവാണെന്ന് പറയുന്നത്? IMA അടക്കം പറഞ്ഞല്ലോ 52,000 ടെസ്റ്റ് ചെയ്യേണ്ടത് 1,00,000 ടെസ്റ്റ് ചെയ്യണം. എന്തുകൊണ്ടാണ് പറയുന്നത്? കാരണം ടെസ്റ്റ് പോസിറ്റിവിറ്റി റേറ്റ് നമ്മുടെ ഇപ്പം 12 ഒരു സമയത്ത് 12 പോകുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സമൂഹത്തിൽ കുറേ കേസുകൾ മിസ് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ നമ്മൾ മനസ്സിലാക്കുക, ഈ സമയത്ത് നമ്മൾ സിംറ്റമാറ്റിക് ആളുകളെയാണ് കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ കൂടുതൽ സിംറ്റമാറ്റിക് ആളുകളിലേക്ക് ടെസ്റ്റുകൾ വ്യാപിപ്പിക്കണം. അസിംറ്റമാറ്റിക് ആളുകളുണ്ടെങ്കിൽ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രൈവറ്റ് സംവിധാനങ്ങൾ 1200 പ്രൈവറ്റ് സംവിധാനങ്ങളിൽ സൗകര്യങ്ങൾ നമ്മൾ ഒരുക്കിയിട്ടുണ്ട്. അപ്പോൾ ടെസ്റ്റുകൾ നിയന്ത്രിക്കുന്നത് ഏതെങ്കിലും ഒരു പൊളിറ്റിക്കൽ ഇൻസ്ട്രക്ഷൻ അനുസരിച്ചല്ല. അങ്ങനെ ഈ കേരളത്തിലെ ആരോഗ്യ പ്രവർത്തകരെ ഇൻസൾട്ട് ചെയ്യരുത്, ശരിയായ രീതിയല്ല. അഥവാ ഇപ്പം ടെസ്റ്റുകൾ അത് വളരെ കൃത്യമാണ്. കാരണം വെച്ചാൽ ഡോക്ടർ അഷീലിനെ പോലുള്ള ആൾക്കാർ പറയും, ഞാൻ വരാം അഷീലിലേക്ക് അഷീലിലേക്ക് തിരിച്ചു വരുന്ന, അതായത് ആരോഗ്യ പ്രവർത്തകരെ ഇങ്ങനെ ഇൻസൾട്ട് ചെയ്യാമോ? അല്ല, ഒരു പൂർത്തിയാവുന്ന ഒരു സെന്റൻസ് കൂടി വേണം. പൂർത്തിയാക്കിയിട്ട് അതായത് നമ്മളിപ്പോൾ ടെസ്റ്റുകൾ ഇപ്പോൾ താഴെ ചെയ്തു, മുകളിൽ റിപ്പോർട്ട് ചെയ്യാത്തതാണ്, അങ്ങനെയാണ് വിചാരിച്ചോ? അങ്ങനെയും ചെയ്യാൻ പറ്റില്ല. കാരണം ലാബുകളിനകത്ത് നേരെ പോകുന്ന ടെസ്റ്റ് റിസൾട്ട് എവിടെയാണ് പോവുക? DSO, അതായത് ഡിസ്ട്രിക്ട് സർവൈലൻസ് ഓഫീസറിനെ പോവുക. കേരളത്തിലെ എല്ലാ ഡിസ്ട്രിക്ട് സർവൈലൻസ് ഓഫീസറും, എല്ലാ DMOമാരും, എല്ലാ HIമാരും, എല്ലാ JHIമാരും, എല്ലാ ആരോഗ്യ പ്രവർത്തകരും എല്ലാം ഏതെങ്കിലും ഒരു ഗൂഢാലോചനയുടെ ഭാഗമായി നിൽക്കില്ലല്ലോ. അങ്ങനെയാണെങ്കിൽ ഏതെങ്കിലും സർവീസ് സംഘടന വഴിയെങ്കിലും അറിയില്ലേ? അതൊന്ന് ഫീൽഡിൽ ഒന്ന് അന്വേഷിച്ച് നോക്കണം. അങ്ങനെ ഏതെങ്കിലും ഒരു നിർദ്ദേശപ്രകാരം ടെസ്റ്റുകൾ കൂട്ടാനോ കുറക്കാനോ പറ്റുന്നതല്ല. പക്ഷെ അതേസമയം നമ്മളിപ്പോൾ
പറയുന്നത് എന്താ, ടെസ്റ്റുകൾ അതിപ്പം ഓരോന്ന് ടെസ്റ്റ് പോസിറ്റിവിറ്റി റേറ്റിൻ്റെ കണക്കിൽ വേണം ടെസ്റ്റ് ടൈട്രേറ്റ് ചെയ്യാൻ വേണ്ടി. അതുകൊണ്ടാണ് പറയുന്നത് ടെസ്റ്റുകൾ ഇപ്പോൾ കുറവാണ്. നേരത്തെ ടെസ്റ്റുകൾ ഇപ്പോൾ കൂടിപ്പോൾ പറഞ്ഞു കഴിഞ്ഞ ഒരു മാസമാണ് നമ്മൾ ആക്ച്വലി സ്പീക്കിംഗ് ടെസ്റ്റുകളുടെ തോത് നമ്മൾ ടെസ്റ്റ് പോസിറ്റിവിറ്റി കാര്യമായിട്ട് കൂടിയത്. ടെസ്റ്റ് പോസിറ്റിവിറ്റി കൂടുമ്പോൾ സമയത്ത് നമ്മൾ ടെസ്റ്റുകൾ കൂട്ടുക തന്നെ വേണം. അതാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതെല്ലാം സയൻറ്റിഫിക് ആയിട്ടുള്ള അപ്രോച്ചിൻ്റെ ബേസ് ചെയ്താണ് വളരെ സയൻറ്റിഫിക് ആയിട്ട് ഈ സാധനങ്ങൾ കൊണ്ടുപോകുന്നത്. കേരളത്തിലെ എല്ലാ സംവിധാനം അതെല്ലാം ഇങ്ങനെ വല്ലാതെ പൊളിറ്റിസൈസ് ചെയ്യുമ്പോൾ അത് ചെറിയൊരു വിഷമമുള്ളതെന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല ഇതിനെ കാണേണ്ടത്. അപ്പോൾ ആളുകൾ ടെസ്റ്റ് ചെയ്യാൻ മടിക്കും. അങ്ങനത്തെ ഒരു സാഹചര്യം ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടാവരുത്. വളരെ പോസിറ്റീവായിട്ട് കീപ് ദീസ് തിങ്സ് അവേ ഫ്രം പൊളിറ്റിക്സ് എന്നാണ് വളരെ സിമ്പിൾ റിക്വസ്റ്റ് ഉള്ളത്. ഷഫീറെ, അഷീലിനെ പോലെ ആരോഗ്യ പ്രവർത്തകരെ ഞാൻ അപമാനിച്ചു എന്നാണ് ഡോക്ടർ അഷീൽ പറഞ്ഞത്. അല്ല, അപമാനിക്കരുതെന്നാ പറയുന്നത്. ഡോക്ടർ അഷീലിനെ ഞാൻ പറഞ്ഞ കൃത്യമായിട്ടുള്ള ആരോപണം, ഡേറ്റാ ബേസ്ഡ് ആരോപണത്തിൽ എന്തെങ്കിലും തരത്തിലുള്ള തർക്കമോ വിതർക്കമോ വിതർക്കമോ ഉണ്ടെങ്കിൽ ഈ പറയപ്പെടുന്ന ഞാൻ ഉന്നയിക്കപ്പെട്ട ദിവസങ്ങളിലെ, ഞാൻ ഉന്നയിക്കപ്പെട്ട മാസങ്ങളിലെ പർട്ടിക്കുലർ ഡേറ്റുകളിൽ വെബ്സൈറ്റ് കള്ളം പറയുന്നില്ല. ആ വെബ്സൈറ്റ് കള്ളായിട്ട് പറയുന്നില്ല. ആ വെബ്സൈറ്റ് കള്ളം പറയുന്നില്ല സാറേ. അത് കണക്കാണ്, അതിന് ശാസ്ത്രമാണ് പറഞ്ഞത്. സംവാദത്തിന് റെഡിയാണ്. ഓരോ ദിവസത്തെയും നടന്ന സമയങ്ങളിൽ നിങ്ങൾ ടെസ്റ്റുകൾ കുറച്ചു. ഞാൻ ഇടപെടാം. അതായത് എൻ്റെ അറിവ് ശരിയാണെങ്കിൽ, ഞാൻ അഷീലിനെ പോലെ ഇക്കാര്യത്തിൽ പാണ്ഡിത്യമുള്ള ഒരാളല്ല. ഷഫീറിനെ പോലെ ഇത്രത്തോളം ഗ്രഹപാഠം ചെയ്തിട്ടില്ലെങ്കിൽ പോലും ഈ ഒരു മാധ്യമ പ്രവർത്തനം എന്നതിൽ ഞാൻ മനസ്സിലാക്കിയത്, ഈ വെഞ്ഞാറമൂട് കൊലപാതകത്തിന് സമയം എന്ന് പറഞ്ഞാൽ ഓണസമയമാണ്. അത് തിരുവോണ സമയമാണ്. ആ സമയത്ത് മുഖ്യമന്ത്രി തന്നെ പത്രസമ്മേളനത്തിൽ ഒരു ചോദ്യത്തോട് പ്രതികരിച്ചുകൊണ്ട് കൃത്യമായി പറയുന്നു, അതായത് ഈ ഓണ സമയത്ത് ടെസ്റ്റ് ചെയ്യാൻ പല ആൾക്കാരും മുന്നോട്ട് വരാത്തത് കൊണ്ട് തന്നെ ആ ദിവസങ്ങളിൽ മാത്രമാണ് ചെറിയൊരു കുറവുണ്ടായെന്ന് കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. അത് വേണമെങ്കിൽ ഞാൻ ബൈറ്റ് കാണിക്കാം. നേരത്തെ പറഞ്ഞതല്ലേ ഡോക്ടർ അഷീൽ ശരിയല്ലേ? ഡോക്ടർ അഷീൽ ശരിയല്ലേ? ഓക്കെ, അല്ല ഇത് ഞാൻ കേട്ട കാര്യമാണ് പറയുന്നത്. ഒന്ന് പറഞ്ഞോട്ടെ. ആ കൊലപാതകം നടക്കുന്ന ദിവസം ഓണക്കാലമാണ്, എല്ലാവർക്കും അറിയാം. ആ കാലത്ത് ടെസ്റ്റുകളുടെ എണ്ണം കുറച്ചു, മനഃപൂർവ്വം അല്ലെങ്കിൽ പോലും കുറഞ്ഞു എന്ന് സമ്മതിച്ചല്ലോ. എന്റെ പൊന്നു ഷഫീറെ, ഒരു സെക്കൻഡ്. അതായത് കോൺഗ്രസ്സുകാരും BJP-ക്കാരും CPM-കാരും ഒക്കെ പ്രവർത്തിക്കുന്ന ആരോഗ്യ മേഖലയിൽ എന്തെങ്കിലും തരത്തിലൊരു കോൺസ്പിറസി നടത്തിയാൽ അത് പിറ്റേ ദിവസം ഇവിടുത്തെ പത്രങ്ങളിലെ ടെലിവിഷൻ തലവാചകമാകില്ലേ? അതല്ലേ ഡോക്ടർ അഷീൽ നമ്മളോട് ചോദിക്കുന്നത്? ഒരു വാചകം അഷീലിന് കൊടുക്കട്ടെ. അതായത് സാർ പറഞ്ഞ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓണത്തിന്റെ സമയത്ത് നമ്മുടെ പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ ടെസ്റ്റുകൾ കാര്യമായിട്ട് നടന്നിട്ടില്ല. സർക്കാർ സംവിധാനത്തിനും ടെസ്റ്റുകൾ വരാൻ ആൾക്കാർ തയ്യാറായിട്ടില്ല. അപ്പോൾ നമ്മൾ ടെസ്റ്റ് പോസിറ്റിവിറ്റി റേറ്റ് കാര്യമായിട്ട് കൂടുന്ന ഒരു സാഹചര്യമാണ്. ഓർമ്മയിട്ട് കേസുകൾ കുറഞ്ഞപ്പോഴും ടെസ്റ്റ് പോസിറ്റിവിറ്റി കൂടി. അതുകൊണ്ടാണ് അതിനുശേഷം നടത്തിയ പത്രസമ്മേളനത്തിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും ആരോഗ്യവകുപ്പ് മന്ത്രിയും എല്ലാം പറഞ്ഞ സംഭവമുണ്ട്. അതായത് ടെസ്റ്റുകൾ നമ്മൾ 50,000-ത്തിനടുത്തേക്ക് കൂട്ടണം. കാരണം നമ്മൾ ടെസ്റ്റ് പോസിറ്റിവിറ്റി കൂടി. ഇതൊക്കെ കൊടുക്കുന്നത് ആരോഗ്യ വകുപ്പിലെ ഉദ്യോഗസ്ഥന്മാർ തയ്യാറാക്കിയിട്ട് ഇതാണ് പ്രൊജക്ഷൻ. അപ്പോൾ 50,000 ടെസ്റ്റുകൾ നമ്മൾ ചെയ്യണം. ഇപ്പം നമ്മൾ 50,000 ചെയ്താൽ പോരാ. കാരണം നമ്മൾ ടെസ്റ്റ് പോസിറ്റിവിറ്റി റേറ്റ് ഇപ്പോഴും കൂടുതലായിട്ടാണ് നിൽക്കുന്നത്. അത് മനസ്സിലാക്കുന്ന ശാസ്ത്രീയ അടിസ്ഥാനത്തിൽ, അല്ലാതെ അതിൻ്റെ അകത്ത് വല്ലാതെ പൊളിറ്റിക്സ് കയറ്റി ആൾക്കാർ ഒരു ഇതുണ്ടാക്കരുത്. ഡിസ്ട്രസ്റ്റ് ഒരു പ്രധാന പ്രശ്നം എന്ന് ഞാൻ എപ്പോഴും കാണുന്ന ഒരു സാധനമാണ്. ആരോഗ്യ സംവിധാനങ്ങൾ ഇനിയിപ്പോൾ ആര് ഭരിച്ചാലും എന്ത് സംവിധാനം ആയി കഴിഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് അതൊരു സിസ്റ്റമാണ്. ദാറ്റ് ഫംഗ്ഷൻ ബൈ ഓർഡർ, ദാറ്റ് ഫംഗ്ഷൻ ബൈ എൻ ഓർഗനോഗ്രാം. അതിൻ്റെ അകത്ത് ഇങ്ങനെ ഒരു ഇൻസ്ട്രക്ഷൻ വഴിയാണ്. അത് ഒരു ഡിസ്ട്രസ്റ്റ് ഉണ്ടാക്കാൻ പാടില്ല. ആ ഡിസ്ട്രസ്റ്റ് ഇസ് ആക്ച്വലി ഭയങ്കര ഒരു പ്രശ്നമാണ്. കാരണം വെച്ചാൽ നമ്മളിപ്പോൾ ചെയ്യുന്നതിന് എന്തൊരു ടെസ്റ്റുകൾ ചെയ്യുമ്പോൾ എന്തൊരു ഗൂഢലക്ഷ്യത്തോടെയാണ്, അല്ലെങ്കിൽ ടെസ്റ്റ് ചെയ്യാത്ത എന്ത് ഗൂഢലക്ഷ്യത്തോടെയാണ്, അല്ലെങ്കിൽ ആരോഗ്യ പ്രവർത്തകർ ചികിത്സിക്കുന്ന ഒരു ഇതൊന്നും അങ്ങനെയല്ല. ഇത് ആരോഗ്യ പ്രവർത്തകർ എല്ലാ സംവിധാനത്തിലും എല്ലാ പാർട്ടിയിലും എല്ലാ ഇതിലും വിശ്വസിക്കുന്ന കുറേ ആൾക്കാരുണ്ട്. പക്ഷേ ജോലിയിൽ അതാരും കടത്തിയിട്ടല്ല ചെയ്യാറ്. അതുകൊണ്ട് തന്നെ അതിനെ ലെറ്റ്സ് കീപ്പ് ഇറ്റ് അവേ ഫ്രം പൊളിറ്റിക്സ് എന്നൊരു റിക്വസ്റ്റാണ്. ആ സമയത്ത് കുറഞ്ഞെങ്കിൽ അത് എന്തുകൊണ്ടെന്ന് പറയുകയും ചെയ്തു. അതിനുശേഷം കൂട്ടാൻ വേണ്ടിയിട്ട് ഇത്ര കൂട്ടണമെന്ന് പറഞ്ഞു. അതിനനുസരിച്ച് കൂട്ടുകയും ചെയ്യുന്നു. അത് തന്നെയാണ് ഞാനും പറയാൻ ശ്രമിച്ചത്. ഞാൻ ഒരു മാധ്യമപ്രവർത്തകന്റെ നിരീക്ഷണം കൊണ്ട് മാത്രം പറഞ്ഞാണ്. നമ്മുടെ ചർച്ചയിൽ ഷഫീറും ഷംഷീറും
വിനിയോഗിച്ച സമയത്തേക്കാൾ വളരെ കുറച്ച് സമയം മാത്രമേ ശ്രീ പത്മനാഭൻ വിനിയോഗിച്ചുള്ളൂ. അതുകൊണ്ട് സ്വാഭാവികമായിട്ട് എനിക്ക് ശ്രീ പത്മനാഭന് ഒരു സമയം കൊടുക്കണം. എപ്പോഴും ഒരു നീതിയുടെ ഒരു പ്രതലത്തിൽ നിന്നുകൊണ്ടായിരിക്കണം നമ്മൾ ഈ ചർച്ച മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അതുകൊണ്ട് ഷഫീറിൻ്റെ ഷംഷീറിൻ്റെ സഹകരണം എനിക്ക് വേണം. എന്താ കാരണം വെച്ചാൽ ശ്രീ പത്മനാഭൻ എത്ര ക്ഷമയോടെയാണ് ഈ കാര്യം നോക്കി നിന്നത്. പക്ഷേ ശ്രീ പത്മനാഭനോട് എനിക്കൊരു ചോദ്യമുണ്ട്. അമിത്ഷാ അയച്ച അന്വേഷണ ഏജൻസികൾ ആര് ശ്രമിച്ചാലും കൂസാതെ മുന്നോട്ട് പോകും, സത്യം കണ്ടുപിടിക്കും. അതിൽ NIA ആണെങ്കിലും എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് ആണെങ്കിലും CBI ആണെങ്കിലും കസ്റ്റംസ് ആണെങ്കിലും. ഇനി അത് പിന്നെ ഷഫീറിൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഏജൻസിയാണ് റോ. എന്താ കാരണം വെച്ചാൽ KPCC അധ്യക്ഷൻ ഇടയ്ക്കിടയ്ക്ക് റോ വേണമെന്ന് പറഞ്ഞുകൊണ്ടിരുന്നു. അത് ആ റോയും കൂടെ വരട്ടെ. ഓക്കെ. ശ്രീ പത്മനാഭൻ, നിങ്ങളുടെ ഏജൻസി ഒരു കൂസലുമില്ലാതെ അന്വേഷിച്ച് സത്യം കണ്ടുപിടിക്കാൻ ശ്രമിക്കുമ്പോൾ നിങ്ങൾ എന്തിനാണ് ഈ തെരുവിൽ പ്രക്ഷോഭം നടത്തുന്നത്? എനിക്ക് ഇതുവരെ പിടികിട്ടാത്ത കാര്യമാണ്. ഷഫീർ സമരം ചെയ്യുന്നത് എനിക്ക് മനസ്സിലാക്കാം. ഷഫീറിനൊരു അതിലൊരു യുക്തിയുണ്ട്, ഇല്ല ഷഫീറെ? ഒരു യുക്തിയുണ്ട്. പക്ഷേ ഈ ശ്രീ പത്മനാഭൻ എന്തിനാണ് സമരത്തിന് വേണ്ടി ഇറങ്ങിയത്? നിങ്ങളുടെ ഏജൻസി അമിത്ഷാ അയക്കുന്ന ആൾക്കാർ ഷംഷീർ വിചാരിച്ച് അവരെ തടയാൻ പറ്റില്ല, ഷഫീർ വിചാരിച്ച് തടയാൻ പറ്റില്ല, സത്യം കണ്ടുപിടിക്കുമെന്ന് നിങ്ങൾ പ്രതിജ്ഞയെടുത്തു. പിന്നെ നിങ്ങൾ എന്തിനാണ് സമരം ചെയ്യുന്നത്? ഈ രാജ്യത്ത് രാഷ്ട്രീയ പാർട്ടികളാണ് പൊതുപ്രവർത്തനത്തിന് നേതൃത്വം കൊടുക്കുന്നത്. പാർലമെന്റിലും നിയമസഭയിലും ജനങ്ങൾ തെരഞ്ഞെടുത്ത് അയക്കുന്നത് ബഹുഭൂരിപക്ഷവും രാഷ്ട്രീയ പാർട്ടിയുടെ പ്രതിനിധികളാണ്. ജനങ്ങളോട് ഉത്തരവാദിത്വമുള്ളവരാണ് രാഷ്ട്രീയ പാർട്ടികൾ. അപ്പൊ ജനങ്ങളുടെ വിഷയം വരുമ്പോൾ, രാജ്യത്തിന്റെ വിഷയം വരുമ്പോൾ രാഷ്ട്രീയ പാർട്ടികൾ മുന്നിട്ടിറങ്ങണം. ആ വിഷയത്തിൽ ക്രിയാത്മകമായ കാര്യങ്ങൾ ചെയ്യണം. പ്രതിപക്ഷത്തിരിക്കുമ്പോൾ ഭരണപക്ഷത്തിന്റെ തെറ്റുകുറ്റങ്ങൾ ചൂണ്ടിക്കാണിക്കണം. സമരം ചെയ്യേണ്ടവർക്ക് സമരം ചെയ്യണം. ഭരണപക്ഷത്തിരിക്കുമ്പോൾ നമ്മുടെ രാജ്യത്തിലെ സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് രാജ്യത്തിലെ സാധാരണക്കാരനും രാജ്യത്തിനും വേണ്ടി ചെയ്യാൻ പറ്റാവുന്ന കാര്യങ്ങൾ ചെയ്യണം. അപ്പൊ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഭാരതീയ ജനതാ പാർട്ടി പ്രതിപക്ഷത്താണ്. കേന്ദ്ര ഏജൻസികൾ അന്വേഷിക്കുന്നുണ്ട്, നടക്കട്ടെ. അവർക്ക് ഇത്ര ദിവസങ്ങളിൽ അന്വേഷണം നടത്തണം, ഇന്നത്തെ ആൾക്കാരെ അറസ്റ്റ് ചെയ്യണമെന്നൊന്നുമില്ല. അവരോട് പറഞ്ഞിട്ടുള്ളത് കൃത്യമായ അന്വേഷണം നടത്തുക, സത്യസന്ധമായ അന്വേഷണം നടത്തുക, കുറ്റവാളികളായ ആളുകളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരിക, നിരപരാധികളെ ഒഴിവാക്കുക. അവരവരുടെ ജോലി എടുക്കുന്നുണ്ട്. പക്ഷെ അവരുടെ ജോലിയല്ല ജനങ്ങളുടെ ഇറങ്ങി ചെല്ലുകയും ഈ വിഷയം ഉയർത്തിപ്പിടിക്കുകയും ഈ സംസ്ഥാനത്തിന്റെ മാത്രമല്ല ഈ രാജ്യത്തിന്റെ തന്നെ ഐക്യത്തിനും അഖണ്ഡതയ്ക്കും എതിരായിട്ടുള്ള പ്രവൃത്തി ചെയ്യുന്നവരെ ജനമധ്യത്തിൽ തുറന്നു കാണിക്കാനും അത്തരത്തിലുള്ള പ്രവൃത്തികൾ ചെയ്യുന്നവർക്ക് 1.25 ലക്ഷം രൂപ മാസം ശമ്പളം വരെ കൊടുത്ത് ജോലിക്ക് നിർത്തിയ ഈ ഗവൺമെന്റിന്റെ തെറ്റായ കാര്യങ്ങൾക്കെതിരെ സമരം ചെയ്യേണ്ട ഉത്തരവാദിത്തമുണ്ട്. സമരം ചെയ്യുന്നത് സമരം ചെയ്യാൻ വേണ്ടിയല്ല. വേറൊരു കാര്യമായിരുന്നു, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഈ വിഷയമെങ്കിൽ നമുക്ക് ഒഴിവാക്കാമായിരുന്നു. കേവലം സ്വർണ്ണക്കള്ളക്കടത്ത് മാത്രമാണെങ്കിലും നമുക്ക് മാറ്റിവെക്കാമായിരുന്നു. പക്ഷേ ഭീകരവാദ പ്രവർത്തനത്തിന് വേണ്ടി ഞാനൊരു കാര്യം കൂടി പറയാം. IS-ൽ ചേരാൻ നിരവധി ആളുകൾ അഫ്ഗാനിസ്ഥാനിലേക്ക് പോയ സംസ്ഥാനമാണ് കേരളം. IS-ൽ ചേരാൻ അവിടെ പോയി കുറെ എണ്ണം മരിച്ചുപോയി, കുറെ എണ്ണം അവിടുത്തെ ജയിലിൽ കിടക്കുന്നുണ്ട്. അപ്പൊ ഭീകരവാദ പ്രവർത്തനത്തിന് നല്ല വേരോട്ടമുള്ള മണ്ണാണ് കേരളം. ആ കേരളത്തിൽ കള്ളക്കടത്ത് നടത്തി, സ്വർണ്ണക്കടത്ത് നടത്തി പണം സമ്പാദിച്ച് അത് ഉപയോഗിച്ച് ഭീകരവാദ പ്രവർത്തനം നടത്തുക എന്ന് പറഞ്ഞാൽ നാളെ 100 കണക്കിന് ആൾക്കാരെ അഫ്ഗാനിസ്ഥാനിൽ എത്തിക്കുക, IS-ൽ ചേർക്കുക, ഇത്തരത്തിലുള്ള വലിയ ദുരുദ്ദേശം ഇതിന് പിന്നിലുണ്ട്. അപ്പോ കോവിഡ് ആണെങ്കിലും സമരം ചെയ്യേണ്ടി വരും. അതായത് ഇന്നൊരു സർവകക്ഷി യോഗത്തില്, ഒരു സെക്കൻഡ് ഞാൻ ഇടപെടാം. ഇന്ന് സർവകക്ഷി യോഗത്തില് അതായത് ഈ രോഗവ്യാപനം ഭീതിജനകമായ രീതിയിലേക്ക് മാറിയ സ്ഥിതിക്ക് സമരങ്ങൾ നിർത്തണമെന്നൊരു അഭിപ്രായം വന്നു. പക്ഷേ BJP സമരവുമായിട്ട് മുമ്പോട്ട് പോവുകയാണ്. UDF സമരം നിർത്തി. അപ്പം UDF കാണിക്കുന്നൊരു ഉത്തരവാദിത്വ ബോധം പോലും നിങ്ങൾ കാണിക്കില്ല എന്നാണോ നിങ്ങൾ ലോകത്തോട് വിളിച്ചു പറയുന്നത്? ഇവിടെ ഷഫീറൊക്കെ പറഞ്ഞ പോലെ, ഷഫീറും പറഞ്ഞു ജീവനില്ലെങ്കിൽ കള്ളക്കടത്തുണ്ടോ, IS ഉണ്ടോ? ജീവൻ വേണ്ടേ? ആദ്യം രാഷ്ട്രീയം തന്നെ വേണമെങ്കിൽ ജീവൻ വേണ്ടേ? സത്യമാണ്. ഇന്ത്യ ഈ അടുത്ത കാലത്ത് 4.25 കൊല്ലം CPM ഭരിച്ചത്, ഈ കോൺഗ്രസ് ഭരിച്ചത് CPM-ന്റെ സഹായത്തോടു കൂടിയായിരുന്നില്ലേ? അപ്പൊ കോൺഗ്രസിന്റെ സമരം എന്നൊക്കെ പറഞ്ഞാൽ കോൺഗ്രസും CPM-ഉം തമ്മിലുള്ള ബന്ധം അത് ഈ അന്തർധാര സജീവമായ, നമ്മുടെ ശങ്കരാടി ചേട്ടൻ പറഞ്ഞതുപോലെ അന്തർധാര സജീവമാണ്. അവര് തമ്മിലുള്ള ഒരു ഒത്തുകളിയാണ്. എന്റെ പാലാരിവട്ടം കേസിൽ ഇബ്രാഹിം കുഞ്ഞിനെ അറസ്റ്റ് ചെയ്തില്ല?
എന്തേ അറസ്റ്റ് ചെയ്തില്ല? പോട്ടെ, സരിത കേസിൽ വലിയ ബഹളം ഉണ്ടാക്കിയില്ലേ? ഒരു കോൺഗ്രസ് നേതാവിനെയെങ്കിലും സരിത കേസിൽ അറസ്റ്റ് ചെയ്തോ? ഒന്നും സംഭവിക്കില്ല. ഇത് തിരിച്ചങ്ങോട്ടും ഉണ്ടാവും. ഇതിപ്പോ കേരള ഏജൻസി വന്നത് അതുകൊണ്ട് കോൺഗ്രസ് അല്ല BJP. ഇത് ദേശത്തിന്റെ രാജ്യത്തിന്റെ ഐക്യത്തിന്റെ അഖണ്ഡതയുടെ പ്രശ്നമാണ്. ഒരു വിട്ടുവീഴ്ചയും പ്രതീക്ഷിക്കും. ഓക്കെ, ഒരു വിട്ടുവീഴ്ചയും ഷംസീറെ നിങ്ങൾ പ്രതീക്ഷിക്കേണ്ട. നിങ്ങൾക്കുമായിട്ട് ചിലപ്പോൾ അന്തർധാര പിന്നെ ഷഫീറിനുണ്ടാകാം, പക്ഷെ ആ അന്തർധാരയൊന്നും കൂസാൻ ശ്രീപത്മനാഭൻ തയ്യാറല്ല. എനിക്ക് സൂചിപ്പിക്കാനുള്ളത് ബഹുമാന്യനായ ശ്രീ പത്മനാഭനോട്, നിങ്ങളിപ്പോൾ സരിത കേസിനെ കുറിച്ച് സൂചിപ്പിച്ചുകൊണ്ട് മാത്രമാണ്. സരിത കേസിൽ ആരോപണ വിധേയനായ വ്യക്തിയെ ദേശീയ ഉപാധ്യക്ഷനാക്കിയിരിക്കുന്നു. അപ്പോൾ BJP കേരളത്തിൽ നൽകുന്ന സന്ദേശം എന്താ? ദേശീയ ഉപാധ്യക്ഷനാക്കി മാറ്റിയിരിക്കുകയാണ്. ഒന്ന് അതാണ് അതുമായി ബന്ധപ്പെട്ട് എനിക്ക് സൂചിപ്പിക്കുന്നത്. അത് വേണം ശ്രീപത്മനാഭനോട് അഭിപ്രായം ചോദിക്കുക. ശ്രീപത്മനാഭൻ, അതായത് ഷംസീർ വളരെ നേരിട്ടുള്ളൊരു ചോദ്യം ചോദിച്ചു. അതായത് സരിത കേസിൽ പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന, അതും ചെറിയ കുറ്റമൊന്നും അല്ല മൂപ്പരുടെ മുകളിൽ ആരോപിക്കപ്പെട്ടിരിക്കുന്നത്, അദ്ദേഹത്തിന് ദേശീയ ഉപാധ്യക്ഷനാക്കി ഇൻവെർട്ടർ കോമ മാതൃക കാണിച്ച നിങ്ങൾ ഇന്ന് സരിത കേസിനെ, സോളാർ കേസിനെ, ആ സ്ത്രീയുടെ പേര് പറയേണ്ട കാര്യമില്ല, സോളാർ കേസിനെ കുറിച്ച് പരാമർശിക്കുന്നതിലുള്ള ഒരു കൗതുകം ചെറുതല്ല. ശ്രീപത്മനാഭൻ, അതെ, ഞാൻ ചോദിക്കട്ടെ, ഈ സോളാർ കേസിൽ എത്ര പേരെ അറസ്റ്റ് ചെയ്തു? അല്ല, ഇത് ചോദിക്കുക, അതിവിടെ ഈ ഒരു ചോദ്യം, സോളാർ കേസിൽ പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന ഒരാളെ ദേശീയ അധ്യക്ഷനായിട്ടാണോ താങ്കളുടെ പാർട്ടി ദേശീയ ഉപാധ്യക്ഷനാക്കിയിട്ടാണോ മാതൃക കാണിക്കേണ്ടത്? താങ്കളാണ് ഈ സോളാർ കേസ് എടുത്തിട്ടത്. ഇത് തോടത്തിരിക്കുന്ന മഴയെടുത്ത് കാലിലിട്ട പോലെ ആയി ഇപ്പൊ. അല്ലല്ല, അയാളെ അറസ്റ്റ് ചെയ്തോ? ആരെങ്കിലും അറസ്റ്റ് ചെയ്തോ? ഒരാൾക്കെതിരെ നടപടി എടുത്തോ? കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 91 സീറ്റ് വാങ്ങിച്ചത് ഈ സോളാർ കേസ് പറഞ്ഞിട്ടാ. ഒരാളെ അറസ്റ്റ് ചെയ്തോ? ഓക്കെ, ഇപ്പൊ എനിക്കൊരു കാര്യമായി ഒരു കാര്യം എനിക്ക് മനസ്സിലായി, ശ്രീപത്മനാഭൻ മനസ്സിലായി. അതായത് ഈ വ്യക്തമായി വാക്ക് നിങ്ങൾ ഉച്ചരിക്കരുത്. വ്യക്തമായി എനിക്കൊരു സംശയം. വ്യക്തമായി ശ്രീപത്മനാഭൻ, അപേക്ഷയാണ്, ദയവ് ചെയ്ത് സോളാർ കേസ് എന്ന വാക്ക് CPM ഉച്ചരിക്കരുത്. ഓക്കെ, സോളാർ കേസുള്ള വാക്ക് ഷംസീർ ഉദ്ധരിക്കരുത്. എനിക്കൊരു സംശയം, അതായത് ഈ സോളാർ കേസ് എന്നുള്ള സംഭവത്തെ പരാമർശിച്ച താങ്കളാണ്. എനിക്കിപ്പോൾ ഒരു ബലമായ സംശയം, ഷഫീറും ഷംസീറും കൂടെ എനിക്ക് ഉത്തരം പറയണം. അതായത് ഈ അബ്ദുള്ളക്കുട്ടി ഉപാധ്യക്ഷനായത് ഇഷ്ടപ്പെടാത്തവരാണ് കേരളത്തിലെ സംസ്ഥാന നേതാക്കന്മാർ. ഈ അബ്ദുള്ളക്കുട്ടിയെ അറസ്റ്റ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയാണോ നമ്മുടെ ശ്രീപത്മനാഭൻ ഈ ഒരു പ്രയോഗം നടത്തിയെന്നൊരു സംശയമില്ല. ഓക്കെ, അല്ല താങ്കൾ സോളാർ കൊണ്ടുവന്നുകൊണ്ടാണ്. ഓക്കെ, ഷംഷീറിലേക്ക് സോളാറിന് മറുപടി പറയണമെങ്കിൽ മറുപടി പറയാം. അല്ല, നമ്മൾ കോവിഡിലേക്ക് തിരിച്ചു വരാം. ഒരു വാദത്തിൽ മറുപടി പറഞ്ഞു പോയി. അത് ശ്രീപത്മനാഭൻ പരാമർശിച്ചുകൊണ്ട് മാത്രമാണ്. ശ്രീപത്മനാഭനാണ് സോളാർ കൊണ്ടുവന്നത്. ബഹുമാനായ ശ്രീപത്മനാഭൻ ISIS-നെ കുറിച്ചും ഭീകരവാദത്തെ കുറിച്ചൊക്കെ പറഞ്ഞു. ഞാൻ വളരെ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ചോദിച്ചോട്ടെ. 2019 BJP-യുടെ തുടർച്ചയ്ക്ക് കാരണമായത് സ്യൂഡോ നാഷണലിസം ആയിരുന്നു. നിങ്ങൾ പകർത്തി ഒരു ദേശീയവാദം പടർത്തി ഇന്ത്യയെ ആക്രമിക്കാൻ ശ്രമിക്കുന്നു പാകിസ്ഥാൻ എന്നൊക്കെ പറഞ്ഞ് ഒരു വാർ അന്തരീക്ഷം ഉണ്ടാക്കിയിട്ടാണ് നിങ്ങൾ വന്നത്. അതിനകത്ത് അറസ്റ്റ് ചെയ്ത ഒരാളുണ്ട്, ദേവീന്ദർ സിംഗ്. അറിയോ ഈ ശ്രീ പത്മനാഭന്? അയാൾ എവിടെയുള്ളത്? എന്താ അതിനെക്കുറിച്ച് മിണ്ടാത്ത? നിങ്ങൾ പറഞ്ഞുകൊണ്ട് മാത്രം ഞാനതിൽ പറഞ്ഞു എന്നേ ഉള്ളൂ. ഇനി രണ്ടാമത്തെ ഭാഗം ഇവിടെ സൂചിപ്പിക്കുകയാണ്. ഇവിടെ എന്തിനാണ് കോൺഗ്രസ് സമരം നടത്തിയത്? ഇവിടെ ഇപ്പോൾ ഒക്ടോബർ 31 ആഗസ്റ്റ് 31 ശേഷം എന്താ സെപ്റ്റംബറിൻ്റെ പ്രത്യേകത? എന്തിനാണ് സെപ്റ്റംബറിൽ ഒരു സമരം തീവ്രമാക്കിയത്? ജൂലൈയിലാണല്ലോ ഗോൾഡ് പിടിച്ചത്. സെപ്റ്റംബറിൽ സമരം തീവ്രമാക്കാനുള്ള കാരണം മറ്റൊന്നുമല്ല, സെപ്റ്റംബറിലായിരുന്നു കോൺഗ്രസിൻ്റെ ഒരു വിഭാഗം ശ്രീ ഉമ്മൻചാണ്ടിയുടെ 50-ാം വാർഷികം ആഘോഷിക്കാൻ തീരുമാനിച്ചത്. അത് ആസൂത്രിതമായി കലക്കുക എന്നുള്ള അജണ്ടയായിരുന്നു. ഉമ്മൻചാണ്ടിയുടെ 50 years ഓഫ് സെലിബ്രേഷൻ, അത് പാർലമെൻ്ററി പ്രവർത്തനത്തിൻ്റെ സെലിബ്രേഷൻ, അത് വരാൻ പാടില്ല. അതിനുവേണ്ടി ആസൂത്രിതമായി കേരളത്തിനകത്ത് അവർ സമരം സംഘടിപ്പിച്ചു. ഇപ്പോൾ നിർത്തിയല്ലോ. ഇവർക്ക് കോവിഡിൻ്റെ ഞങ്ങളുടെ ലെഫ്റ്റിൻ്റെ അഭ്യർത്ഥന ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം ഇപ്പോൾ ഏതാണ്ട് സംഗതി ഉമ്മൻചാണ്ടിൻ്റെതൊക്കെ പോയി. ഇനി ഉമ്മൻചാണ്ടി എന്ന് പറയുന്ന വ്യക്തി കേരളത്തിൻ്റെ പ്രൈം സീനിലേക്ക് വരാൻ പാടില്ല എന്നുള്ളത് കൊണ്ടായിരുന്നു ഈ സെപ്റ്റംബർ മാസം ഈ വിഷയം ലൈം ലൈറ്റ് നിർത്തിച്ചത്. ഇനി ഇവർ പറഞ്ഞു, ഫ്യൂണറലിനെ കുറിച്ച് സൂചിപ്പിച്ചു. ഒരു കാര്യം പറയാം, ഇവരുടെ ആരോപണത്തിന് വിധേയനായി ഹൃദയം പൊട്ടി മരിച്ച ഒരു നേതാവുണ്ട് എൻ്റെ നാട്ടിൽ, കെ സുരേന്ദ്രൻ. ബഹുമാനായ അവതാരകന് കൂടി അറിയാം. കെ സുരേന്ദ്രൻ വളരെ സീനിയർ മോസ്റ്റ് ട്രേഡ് യൂണിയൻ ലീഡറായിരുന്നു. അദ്ദേഹം ഹൃദയം പൊട്ടിയാണ് മരിച്ചത്. ഇവരുടെ ആക്ഷേപ ശരങ്ങൾ ഏറ്റുവാങ്ങിയ ഒരു ഗ്രൂപ്പിൻ്റെ ഭാഗമായിട്ട്. അദ്ദേഹത്തിൻ്റെ ഫ്യൂണറൽ ആളുകളുണ്ടായിരുന്നില്ലേ? അദ്ദേഹത്തിൻ്റെ ഫ്യൂണറൽ ആളുകൾ പങ്കെടുത്തില്ല. എങ്ങനെ മരിച്ചത്? ഗ്രൂപ്പ് ആകാം. ഇനി പിന്നെ നിങ്ങൾ ചോദിച്ചു ഞങ്ങൾക്ക് സമരം ചെയ്യണമെങ്കിൽ, ഞാൻ ചോദിച്ചോട്ടെ, ഇവിടെ ഏറ്റവും കേരളത്തിൻ്റെ ഇതപര്യന്തമുള്ള ചരിത്രത്തിൽ പഞ്ചവടി പാലത്തിൻ്റെ തനിയാവർത്തനം ഉണ്ടായില്ലേ?
അതിലെ ദുശാസനക്കുറിപ്പ് ഇപ്പോഴും പുറത്തല്ലേ? ഞങ്ങൾക്ക് വേണമെങ്കിൽ ദുശാസനക്കുറിപ്പിനെ പിടിക്കണം എന്ന് പറഞ്ഞ് പ്രക്ഷോഭം നടത്തിക്കൂടെ? ഞങ്ങൾ അതിനകത്തെടുത്ത സ്റ്റാൻഡ് എന്താ? ഇപ്പം കോവിഡാണ്, പകരം ഞങ്ങളുടെ പ്രസ്താവനകളും ഞങ്ങളുടെ അജിറ്റേഷൻ തന്നെ കോവിഡ് പ്രോട്ടോകോൾ പാലിച്ചുകൊണ്ടാണ്. നിങ്ങളുടെ കുറിപ്പിൽ ഞങ്ങൾക്ക് എല്ലായിടത്തും പോയി തടഞ്ഞൂടെ? കാരണം എന്താ? അദ്ദേഹം വെറും ഒരു MLA ആണെങ്കിലും നമുക്ക് തടയാം. കാരണം ഇതപര്യന്തമുള്ള കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഇന്നേ വരെ ഉണ്ടാക്കിയ പാലം പൊളിച്ചിട്ടില്ല. സിമെൻറ്റ് നിങ്ങൾ പറയാം, നമുക്കറിയില്ല, മാർക്കോണി റേഡിയോ കണ്ടുപിടിച്ചു എന്ന് പറഞ്ഞ പോലെ കമ്പിയും സിമെൻറ്റും ഇല്ലാതെ പാലം ഉണ്ടാക്കുന്ന പഠിപ്പിച്ച ആളാരാ? അത് ഇബ്രാഹിം കുഞ്ഞ. ഞങ്ങളവിടെയും പാലിച്ചല്ലോ. ഞങ്ങൾ ഈ കോവിഡ് എന്ന മഹാദുരന്തം മുന്നിലുള്ളതുകൊണ്ട് ഞങ്ങൾ ആ പ്രിൻസിപ്പൾ പൂർണ്ണമായും പാലിച്ചു. ഞങ്ങളതിനകത്ത് വളരെ ക്ലിയർ കട്ടായി സ്റ്റാൻഡ് എടുത്തു. അതുകൊണ്ട് ഇവിടെ ഇപ്പോൾ എല്ലാവരെയും പിടിക്കും, നിങ്ങൾ ഒരു സംശയവും വേണ്ട. ടോക്കൺ എടുത്ത് നിൽക്കുന്നുണ്ട് ആളുകൾ, അത് ഒരാളിൽ മാത്രം നിൽക്കുമെന്ന് വിചാരിക്കണ്ട. കാസർകോട്ടെ ഗോൾഡ് തട്ടിപ്പുണ്ട്, ഇങ്ങോട്ടേക്ക് വരുമ്പം മധ്യ കേരളത്തിലേക്ക് വരുമ്പം പാലത്തിൻ്റെ പ്രശ്നമുണ്ട്, ഇങ്ങോട്ടേക്ക് വരുമ്പം പല തട്ടിപ്പുകളുണ്ട്, അതുപോലെ കൊലപാതകമുണ്ട്. എല്ലാവരെയും പിടിക്കും, ഒരു സംശയവും നിങ്ങൾ. ഞങ്ങൾക്ക് ആത്മവിശ്വാസമുണ്ട് ഞങ്ങളുടെ സർക്കാർ, മുഖ്യമന്ത്രിയിലും സർക്കാരിലും പ്രതികളെ പിടിക്കുക തന്നെ ചെയ്യും. ഇവിടെ തട്ടിപ്പും വെട്ടിപ്പും നടത്തിയതാരാ? തട്ടിപ്പും വെട്ടിപ്പും ഉടായിപ്പും UDFൻ്റെ മുഖമുദ്രയാണ്. ഏത് തട്ടിപ്പ് നടത്താനും ഒരു കാലത്തും മടി കാണിക്കാത്തവരെ ഇവർ. അതുപോലെ തന്നെ ഇവിടെ പല കാര്യങ്ങളും സൂചിപ്പിക്കാൻ നമുക്ക് ഇനിയും ചർച്ച ചെയ്യാം. ISISന്റെ അല്ലെങ്കിൽ റിക്രൂട്ട്മെന്റിനെ കുറിച്ചാണ് ശ്രീ പത്മനാഭന്. അതെ, ISI ഞാൻ ചോദിച്ചോട്ടെ, എന്തുകൊണ്ടാ ISISലേക്ക് ഇനി ഇപ്പോൾ തെറ്റിദ്ധരിക്കപ്പെട്ട് ചെറുപ്പക്കാർ പോയിട്ട് അതിന് ഉത്തരവാദി ആരാ? നിങ്ങൾ തന്നെയല്ലേ? നിങ്ങളുടെ പ്രചരിപ്പിക്കുന്ന നിങ്ങളുടെ ഹെയ്റ്റ് പൊളിറ്റിക്സ് നിങ്ങൾ വളർത്തുന്നത്. മുസ്ലിം സമുദായത്തെ വെറുക്കണമെന്ന രീതിയിലുള്ള മുസ്ലിം വിരുദ്ധ പരാമർശം നടത്തുമ്പം ഒരു വിഭാഗം, ഇത് നിങ്ങൾ ഞാൻ പറഞ്ഞല്ലോ, ISISും RSSും അനിയും ഭാവിയും ചേട്ടൻ ഭാവിയാ. ISISും RSSും ഞാൻ വളരെ ഉത്തരവാദിത്തത്തോടെ ആരോപിക്കുന്നു. ഇത് വളരണമെങ്കിൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാവണം. ISISലേക്ക് ആളെ കിട്ടണമെങ്കിൽ RSSനെ കാണിക്കണം, RSSലേക്ക് ആളെ കിട്ടണം ISISനെ കാണിക്കണം. അതുകൊണ്ട് ഞാൻ പറയുന്നു, ഇത് സയമി സഹോദരങ്ങളാണ്, അനിയും ഭാവിയും ചേട്ടൻ ഭാവിയാണ്. ഇവിടുന്ന് ആളുകൾ റിക്രൂട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ പിടിച്ചോ, ഞങ്ങൾക്ക് ആർക്ക് എതിർപ്പെന്താ? ഇവിടെ ഞാൻ ഉറപ്പിച്ചു പറയുന്നത്, ISISലേക്ക് മുസ്ലിം ചെറുപ്പക്കാർ, ഇസ്ലാം ഒരിക്കലും തീവ്രവാദം പ്രോത്സാഹിപ്പിക്കുന്നില്ല, വഴിതെറ്റി പോയിട്ടുണ്ടെങ്കിൽ അതിന് ഉത്തരവാദി നരേന്ദ്രമോദിയും അതുപോലെ തന്നെ യോഗി ആദിത്യനാഥും ഈ രാജ്യത്ത് വളർത്തുന്ന മുസ്ലിം വിരുദ്ധ രാഷ്ട്രീയം തന്നെയാണ്. ഓക്കെ, നിങ്ങൾ ഈ ഉമ്മൻചാണ്ടിയുടെ ആ പ്രഭ ഒന്ന് എന്താ പറയുക, ഒരു മങ്ങലേൽപ്പിക്കാൻ, പ്രഭയെ മങ്ങലേൽപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സമരങ്ങളാണ് നടത്തിയെന്നുള്ളൊരു ആരോപണമാണ് ഷംഷീർ ഉന്നയിച്ചത്. എനിക്കൊരു അല്പസമയം തരണം, ഷംഷീറിന് കൊടുത്ത പോലെ കുറച്ച് സമയം എനിക്കും തരണം. അതിനേക്കാൾ 1 മിനിറ്റ് കൂടുതൽ വരും. അല്ല, അത് 1 മിനിറ്റ്. ഞാൻ ഇതിനകത്ത് ഒരു കാര്യം പറയാം. ബഹുമാനായ ശ്രീ ഉമ്മൻചാണ്ടി സാറിനെയൊക്കെ ഈ ചർച്ചയിൽ വലിച്ചഴക്കുന്നത് അത് ഇവരുടെ തന്ത്രമാണ്. ഈ വിഷയം പിന്നെ ഞാൻ ഉന്നയിക്കുന്നതും പൊതുസമൂഹത്തിൽ നിൽക്കുന്നതും 10 ഏജൻസികൾ മന്ത്രിമാരുടെ വീട്ടിലും മന്ത്രിമാരുടെ മക്കളുടെയും പുറകെ പോയി. 10 ഏജൻസിയാ പറഞ്ഞുതരാം. 10 ഏജൻസിയാന്ന് ഞാൻ പറഞ്ഞുതരാം. 1 CBI, 2 കസ്റ്റംസ്, 3 NIA, 4 ഇന്റലിജൻസ്, 5 നാർക്കോട്ടിക്, 6 ED, 7 ഇൻകം ടാക്സ്, 8 കേരള പോലീസ്, 9 വിജിലൻസ്. കേരള പോലീസ് അത് ഷംഷീറിനോട് ഇനി റോ കൂടെ വരാനുള്ളൂ. KPCC അധ്യക്ഷന്റെ ആഗ്രഹമാണത്. 1 മിനിറ്റ് ഇടപെടല്ലേ സാർ, കേൾക്കൂ. ഇദ്ദേഹം പറഞ്ഞു സമരം നടത്തി, അത് ശ്രീ ഉമ്മൻചാണ്ടിയെ പോലുള്ള ആളുകളെ തമസ്കരിക്കാൻ വേണ്ടിയിട്ടാണ് സമരം നടത്തിയതാണ് പറഞ്ഞത്. സമരത്തിന്റെ 3 പ്രതിഫലനങ്ങൾ ഞാൻ നിങ്ങളോട് പറയാം. നിങ്ങൾ തലശ്ശേരി MLA ആയതുകൊണ്ട് തന്നെ നിങ്ങൾ നിയമസഭയ്ക്കകത്ത് ഫ്ലോറിലും ഭരണത്തിന്റെ പ്രതിച്ഛായ കാക്കേണ്ട ആളെന്ന നിലയിൽ തന്നെ നിങ്ങളോട് പറയുകയാണ്, ഞങ്ങൾ സമരം നടത്തിയത് കൊണ്ട് തന്നെയാണ് കഴിഞ്ഞ ആഴ്ച പത്രസമ്മേളനം വിളിച്ചുകൊണ്ട് സഖാവ് പിണറായി വിജയൻ പറയേണ്ടി വന്നത്, ഞങ്ങൾ ഈ മൊബിലിറ്റി പദ്ധതിയിൽ നിന്നും പ്രൈസ് വാട്ടർ കൂപ്പറിനെ മാറ്റിയിരിക്കുന്നു. 1. 2, ഡേറ്റാസുകൾ അമേരിക്കയെ സാമ്രാജ്യത്വത്തിൻ്റെ വക്താക്കന്മാർ ചമഞ്ഞ് ആണ് എന്ന് പറഞ്ഞ് സമരം നടത്തിയ നിങ്ങൾ അമേരിക്കയുമായി ബന്ധമുള്ള സ്പ്രിംഗ്ലറിൻ്റെ ഡേറ്റാസുകൾ ചോർത്തുന്നതുമായി ബന്ധപ്പെട്ട് ശ്രീ രമേശ് ചെന്നിത്തല കേരളത്തിലെ പ്രതിപക്ഷ നേതാവ് സമരമുഖത്തേക്ക് വന്നതുകൊണ്ട് മാത്രം സ്പ്രിംഗ്ലറുമായിട്ടുള്ള കരാർ നീട്ടേണ്ടതില്ല എന്ന് മുഖ്യമന്ത്രിക്ക് തീരുമാനിക്കേണ്ടി വന്നു. 3, ഞങ്ങൾ ലൈഫ് മിഷനുമായി ബന്ധപ്പെട്ട് 9.5 കോടി രൂപയുടെ അഴിമതി നടന്നു. ബഹുമാനായ ശ്രീ ബിട്രാസ്ജി അതിന് മറുപടി പറയേണ്ട ഒരു കാര്യമുണ്ട്. കാരണം താങ്കൾ അതിനകത്ത് കൈക്കൂലി കൊടുത്തു എന്ന്, അതും കോഫിയുടെ കയ്യിൽ വെച്ച് കൈക്കൂലി കൊടുത്തുമായി ബന്ധപ്പെട്ട ഈജിപ്ഷ്യൻ പൗരനെ കോട്ട് ചെയ്തുകൊണ്ട് പറഞ്ഞു. ഞാൻ ഇപ്പോഴും പറയുന്നു, ശരിയായില്ലേ പറയട്ടെ, അത് തന്നെയാണ് പറഞ്ഞത്. താങ്കൾക്ക് പോലും ബോധ്യപ്പെട്ടു ലൈഫ് മിഷൻ പദ്ധതിയിൽ കോടികളുടെ കൈക്കൂലികൾ നടന്നിട്ടുണ്ടെന്ന് താങ്കൾക്ക് പോലും ബോധ്യപ്പെട്ടു. എനിക്ക് സന്തോഷം. എന്താ കാരണം വെച്ചാല് ഞാൻ പറഞ്ഞു എന്ന് പറഞ്ഞ് ഷഫീർ പറയുമ്പോൾ അതിൽ ചെറിയൊരു ട്വിസ്റ്റ് വരുത്തി. ഞാൻ എന്താണ് പറഞ്ഞത് ഷഫീറെ? ഞാൻ വേണം ഇപ്പം കാണിച്ചു തരാം.
ഇപ്പൊ നമ്മുടെ സ്റ്റുഡിയോയിലുണ്ട്. എന്താ അതൊന്നും കാണിക്കണ്ട. അല്ല, പറഞ്ഞതിന്റെ സാരാംശം ഇത്രയാണ്. ലൈഫ് മിഷനിൽ ഒരു സെക്കൻഡ് ഈജിപ്ഷ്യൻ ഷഫീർ, ഒരു സെക്കൻഡ് ഒരു സെക്കൻഡ് കൈക്കൂലി കിട്ടി ഷഫീർ, ഒരു സെക്കൻഡ് ഒരു സെക്കൻഡ് മാറ്റി പറയുന്നത്. ഒരു സെക്കൻഡ്. ഇതാരോ പറഞ്ഞ പോലെ പിന്നെ കൊണ്ടവനും കൊടുത്തവനും പിന്നെ മാറുതിക്ക് കേട്ടവൻ പറട്ടെ എന്ന് പറഞ്ഞിട്ട് ഞാൻ തന്നെ ആലോചിക്കാറ് താങ്കൾ ഞാനല്ലേ പറഞ്ഞത്. ഒരു സെക്കൻഡ്, ഞാൻ എന്താ പറഞ്ഞത്? അതായത് 4.25 കോടി രൂപയുടെ കമ്മീഷൻ ഇടപാട് നടത്തിയിട്ടുണ്ട്. അത് ലൈഫ് പദ്ധതിയുമായിട്ട് മാത്രം നടന്നിട്ടുള്ളതല്ല, മറ്റൊരുപാട് ഇടപാടുകൾ ഇതിനകത്തുണ്ട്. അതിൽ നിർദ്ദിഷ്ട UAE കോൺസുലേറ്റിന് നിർമ്മാണവുമുണ്ട്. അതിൽ 70 ലക്ഷം രൂപ ബാങ്ക് ട്രാൻസ്ഫർ പ്രകാരം സന്ദീപ് നായർ എന്നുള്ള BJP നേതാവിൻ്റെ അക്കൗണ്ടിലേക്കാണ് പോയത്. ആക്സിസ് ബാങ്കിലാണ് വന്ന് 3.5 കോടി രൂപ ക്യാഷ്, അതായത് രൂപയായിട്ടും ഡോളറായിട്ടും കൈപ്പറ്റിയത് ഖാലിദ് എന്ന് പറയുന്ന UAE കോൺസുലേറ്റിലെ ഉദ്യോഗസ്ഥനാണ്, ഈജിപ്ഷ്യൻ പൗരനാണ്. ഷഫീറെ, അദ്ദേഹം വന്ന വണ്ടി ഇതാണ്, അദ്ദേഹം വാങ്ങിയ ദിവസവും ഇതാണ്, അദ്ദേഹം എങ്ങനെയാണ് ഇത് മിസ്റ്റർ ഷഫീർ, ഇത് ഞാൻ ഉണ്ടാക്കിയതല്ല. ഇത് NIA-യുടെയും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറിന്റെയും കയ്യിലുള്ള മൊഴി പ്രസ്താവങ്ങളുള്ളതാണ്. ആ മൊഴിയാണ് പിന്നീട് വീണ്ടും CBI-യിൽ കിട്ടിയിട്ടുള്ള മൊഴി. 40 ദിവസം ഞാനിവിടെ പ്രഖ്യാപിച്ച് 40 ദിവസത്തിന് ശേഷം ആണ് ഈ വാർത്തകൾ പത്രങ്ങള് വൈമനസ്യത്തോടെ അംഗീകരിക്കാൻ തയ്യാറാണ്. അവിടെയാണ് എന്റെ സംശയം ചോദിക്കും. ഇന്നിപ്പോ യൂണിടാക്കുമായി ബന്ധപ്പെട്ട് യൂണിടാക്കിന്റെ മലയാളിയായ ഉടമസ്ഥൻ അദ്ദേഹം ED-ക്കും അതുപോലെ തന്നെ കസ്റ്റംസിനും ഒക്കെ കൊടുത്തിട്ടുള്ള മൊഴിയുടെ അടിസ്ഥാനത്തിൽ പുറത്തു വന്ന വാർത്ത പ്രകാരം ഈ ഈജിപ്ഷ്യൻ പൗരൻ പോലും സ്വപ്നയുടെ ബിനാമിയാണ്, അതുപോലും വ്യാജമാണ്. എന്നിട്ട് ഇങ്ങനെ കൂടി ചേർത്ത് പറയുകയാണ്. ആര് പറഞ്ഞു? ഒരു മിനിറ്റ്. ഈ പിന്നെ യൂണിടാക്കിന്റെ MD-യുടേതായി പറയപ്പെടുന്ന പ്രസ്താവന ഞാൻ ഒറ്റ കാര്യം പറയട്ടെ, നമ്മുടെ ചർച്ച അതല്ല, അല്ലെങ്കിൽ ഞാൻ വസ്തുനിഷ്ഠമായി പറയട്ടെ. ഈ പറഞ്ഞ പോലെ ഖാലിദ് എന്ന് പറഞ്ഞ ആള് ആരുടെ ബിനാമിയാണ്, ആർക്ക് വേണ്ടിയാണ് പണം കൈപ്പറ്റി, അന്വേഷിക്കട്ടെ എന്ന്. അതൊരു വിവാദ വിഷയമല്ല. അത് നിങ്ങൾക്ക് ഖാലിദിനെ കിട്ടുന്നു, UAE കോൺസുലേറ്റുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് സത്യം അറിയാനാണോ താല്പര്യം, അത് വിവാദം ഉണ്ടാക്കാനാണോ താല്പര്യം? ഞാനൊരു കാര്യം പറഞ്ഞല്ലോ, അതായത് ഈ ഖാലിദ് കൈപ്പറ്റിയ പണം യഥാർത്ഥത്തിൽ ആർക്ക് വേണ്ടിയാണ് കൈപ്പറ്റി എന്നുള്ളതാണ് അന്വേഷിക്കേണ്ടത്. അത് അന്വേഷിക്കേണ്ടതല്ലേ? ഒറ്റ കാര്യമുള്ളൂ. അതായത് സ്വപ്നയുടെ ലോക്കറിലുള്ള 1 കോടി രൂപ എവിടുന്ന് വന്നെന്ന് അന്വേഷിക്കേണ്ടതാണ്. അത് ആർക്ക് വേണ്ടി വെച്ചെന്നുള്ള അന്വേഷിക്കേണ്ടതാണ്. സന്ദീപ് നായരുടെ അക്കൗണ്ടിലേക്ക് പോയി പൈസ ആർക്ക് പോയെന്ന് അന്വേഷിക്കണം. അത് മാത്രമല്ല, അതിനൊപ്പം തന്നെ എന്തിനാണ് സ്വപ്ന വളരെ പാടുപെട്ട് പോയിട്ട് ഒരു കോൺഗ്രസ് നേതാവ് നേതൃത്വം നൽകുന്ന സർവീസ് സൊസൈറ്റി കൊണ്ട് നിക്ഷേപം നടത്തുന്നു അന്വേഷിക്കണം. ഇതൊക്കെ അന്വേഷിക്കണം, എല്ലാം അന്വേഷിക്കണം. അതുകൊണ്ട് ഷഫീറിനോട് പറയാനുള്ളൂ, 40 ദിവസം മുമ്പ് 42 ദിവസം മുമ്പ് ഈ ഫ്ലോറിൽ വെച്ച് ഈ സീറ്റിലിരുന്ന് ഞാൻ പറഞ്ഞ കാര്യം നിങ്ങളും മറ്റു മാധ്യമങ്ങളും 42 ദിവസത്തിന് ശേഷം അംഗീകരിച്ചല്ലോ. അംഗീകരിച്ചതിന് നല്ല നമസ്കാരം. ഞാൻ പറഞ്ഞത് എന്താണ്? ആ കാര്യം കൃത്യമായിട്ട് ഇന്നിപ്പം നിങ്ങൾ ഏറ്റു പറയുന്നുണ്ടല്ലോ. ഇനി ആ പൈസ ആർക്ക് വേണ്ടിയാണ് മേടിച്ചത് അത് അന്വേഷിക്കണം. അതെന്റെ പടിയല്ലോ. അതാണ് ഞാൻ പറഞ്ഞത്. അത്രയും വിവരം കിട്ടിയ താങ്കൾക്ക് UAE പൗരൻ ഖാലിദ് എന്നുൾപ്പെടെ വിവരം കിട്ടിയ താങ്കൾക്ക് ഇതിന്റെ എല്ലാത്തിന്റെയും പിറകിൽ ചരട് വലിച്ച അതായത് 2 കാര്യമാണ്. ഷഫീറിന്റെ കേസിനെ ഡിഫീറ്റ് ചെയ്യാണ്. കേൾക്ക്, 1 കോടി രൂപയാണ് ലൈഫിൽ കമ്മീഷൻ എന്ന് പറയുന്നു. അതെന്താണ്? കേക്ക് ഷഫീറെ, എന്താണ് അത്? സ്വപ്ന കൊടുത്ത മൊഴിയാണ്. സ്വപ്ന കൊടുത്ത മൊഴി വേദവാക്യം പോലെ നിങ്ങൾ വിഴുങ്ങി. അപ്പോഴാണ് ഞാൻ പറയുന്നത് 1 കോടിയല്ല 4.25 കോടി രൂപയുടെ ഇടപാടുണ്ട്. കേൾക്ക്,
4.25 കോടി രൂപയുടെ ഇടപാടിന്റെ കാരണം ലൈഫ് മിഷൻ മാത്രമല്ല. ലൈഫ് മിഷൻ ഉണ്ടാകാം, അതിനപ്പുറത്തുള്ള ഒരുപാട് ഇടപെടലുകളുണ്ട്. അങ്ങനെ 4.25 കോടി രൂപ എന്നുള്ള എമൗണ്ട് എവിടെ നിന്ന് വന്നു? എൻ്റെ പക്കൽ വന്നത് NIA-ക്കും ED-ക്കും കിട്ടിയ വിവരപ്രകാരമാണ്. ഇനി NIA-ക്കും ED-ക്കും CBI-ക്കും കൂടുതൽ വിവരം കിട്ടുമ്പോൾ ആ വിവരങ്ങൾ എങ്ങനെയെങ്കിലും അറിഞ്ഞിട്ട് ഞാൻ ജനങ്ങൾക്ക് പ്രദാനം ചെയ്യും. അപ്പോൾ നിങ്ങൾ പറഞ്ഞോളൂ. നമ്മുടെ ചർച്ച ഒരു കാര്യങ്ങളിലേക്ക് വരാം. ഡോക്ടർ അഷീലും ബഹുമാനായ ശ്രീ ഷംസീറും ആവർത്തിച്ച് പറഞ്ഞത് ആരോഗ്യരംഗത്ത് മറ്റു സംസ്ഥാനങ്ങളെ അപേക്ഷിച്ചുകൊണ്ട് കേരളം മാതൃകയായി മുന്നോട്ട് പോകുന്നതാണ്. അദ്ദേഹത്തെ അവരുടെ ഈ ചർച്ചയുടെ സംക്ഷിപ്ത രൂപം അങ്ങനെയാണ്. എന്നാൽ 3 കാര്യങ്ങൾക്ക് അവർ ഉത്തരം പറയണം. ഒന്ന്, ഇന്നലെയാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ഒരു അപകടത്തെ തുടർന്ന് എല്ലൊടിഞ്ഞ് ശസ്ത്രക്രിയയുമായി ബന്ധപ്പെട്ട് പിന്നീട് കോവിഡ് പിടിച്ച ഒരാളിനെ, മകൾ അഞ്ജന, അനിൽകുമാർ എന്ന് പറയപ്പെടുന്ന കൂലിപ്പണിക്കാരനെ കോവിഡിൻ്റെ ചികിത്സയുമായി ബന്ധപ്പെട്ട് മെഡിക്കൽ കോളേജിലെ കോവിഡ് സെൻ്ററിനകത്ത് പ്രവേശിപ്പിച്ചതിന് ശേഷം തിരിച്ചു കിട്ടുന്നത് പുഴുവരിച്ച നിലയിലാണ് എന്ന് മകൾ അഞ്ജന പരസ്യമായി പറഞ്ഞു. ഒന്ന്, കേരളത്തിന്റെ ആരോഗ്യരംഗത്തിന്റെ പെട്ടെന്ന് പറയാം. 2, മഞ്ചേരി മെഡിക്കൽ കോളേജിൽ ഷഹല, മലപ്പുറത്തെ കൊണ്ടോട്ടിക്കാരിയായ പാവപ്പെട്ട പെൺകുട്ടി, അവരുടെ ഭർത്താവ് ഷെരീഫ്, ആ കുട്ടി 2 കുട്ടികളുമായി മഞ്ചേരി മെഡിക്കൽ കോളേജിലേക്ക് പോകുന്നു. അവിടെ നിന്ന് റഫർ ചെയ്ത് മാറ്റുന്നു. അവിടെ ചികിത്സയില്ല. പറയട്ടെ, കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് പോകുന്നതിനിടയിൽ 4 ഹോസ്പിറ്റലിൽ കയറുന്നു. ചികിത്സ കിട്ടാതെ 2 കുട്ടികൾ മരിക്കുന്നു. 3 ഒരു മിനിറ്റ്. ഇന്നലെ തിരുവനന്തപുരത്ത് SAT ഹോസ്പിറ്റലിൽ ഈ പറയപ്പെടുന്ന ആരോഗ്യരംഗവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു കുട്ടിയെ എലി കടിച്ചതുമായി ബന്ധപ്പെട്ട വാർത്ത. 4, മഞ്ചേരി മെഡിക്കൽ കോളേജിൽ തന്നെ വെന്റിലേറ്റർ ഇല്ലാതെ വയോധിക മരിച്ചതായി റിപ്പോർട്ട് വരുന്നു. നിങ്ങൾ കേരളത്തിന്റെ കുറ്റമറ്റ ആരോഗ്യ രീതികളെ കുറിച്ച് പറയുമ്പോൾ ഇതുപോലുള്ള പുഴുക്കുത്തുകൾ കൂടി നിങ്ങൾ അഡ്രസ് ചെയ്യേണ്ടതില്ലേ? അഖിൽ പറ. സംഘടനാ നേതാവാണല്ലോ കോൺഗ്രസ് സംഘടന ഹെൽത്ത് ഇൻസ്പെക്ടർ അതറിയാലോ. സംസ്കാരമൊക്കെ ബലാത്സംഗത്തിന്റെ കഥ പറഞ്ഞാൽ ആ സംസ്കാരമൊക്കെ കോൺഗ്രസിന്റെ സംസ്കാരം എന്നെ കൊണ്ട് പറയിക്കണോ? സോളാർ റിപ്പോർട്ടിനകത്ത് പലതും പറയുന്നുണ്ടല്ലോ, നിങ്ങളുടെ ഉയർന്ന നേതാവിനെ കുറിച്ച് വരെ. അതൊന്നും എന്നെ കൊണ്ട് പറയിക്കണ്ട, ഞാൻ അതെല്ലാം പറയാൻ ഉദ്ദേശിക്കുന്നില്ല. സോളാർ കമ്മീഷൻ റിപ്പോർട്ട് ഞാൻ വായിച്ചതാ. പിന്നെ സോളാർ എന്തുകൊണ്ടാണ് ഇപ്പൊ ഇങ്ങനെ ആയെന്ന് പറഞ്ഞാൽ അത് റിപ്പോർട്ട് വരാത്തത് എന്തുകൊണ്ടാണ്? ആ റിപ്പോർട്ട് വരാത്തത് ആ സ്ത്രീ മൊഴി കൊടുക്കാത്തതുകൊണ്ടാ. ഡൽഹിയിൽ വെച്ച് പിന്നെ കണ്ടു എന്ന് പറയപ്പെടുന്ന അന്നത്തെ ലോക്സഭ MP-യുമായി നിങ്ങളല്ലേ ഇപ്പൊ ധാരണ ഉണ്ടാക്കി നടക്കുന്നത്? ഒരു കാര്യം പറയട്ടെ, നിങ്ങളുടെ ഏറ്റവും ഉയർന്ന രാഷ്ട്രീയ, ഞാൻ പേര് പറയുന്നത് ശരിയല്ല എന്നുള്ളത് എല്ലാവർക്കും അറിയാലോ, ഏറ്റവും ഉയർന്ന രാഷ്ട്രീയ നേതാവ് തന്നെ റേപ്പ് ചെയ്തു. നിങ്ങളുടെ ഏറ്റവും വലിയ ലീഡറാണ് ഇപ്പോൾ ഇന്ത്യയിൽ അറിയപ്പെടുന്ന ലീഡറാ, റേപ്പ് ചെയ്തു എന്ന് പറഞ്ഞല്ലോ. അപ്പൊ റേപ്പിനെ കുറിച്ചൊന്നും അതൊന്നും ഇന്ന് ഷഫീർ ഭാരവാഹികളുടെ യോഗത്തിൽ പങ്കെടുത്തപ്പോൾ തന്നെ ഈ ആവേശം കൂടുമെന്ന് ഞാൻ നേരത്തെ പ്രതീക്ഷിച്ചതാണ്. ഒരു മിനിറ്റ്, ഞാൻ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന സമയത്ത് എനിക്ക് കോവിഡ് സംബന്ധിച്ചൊരു അവബോധം ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആൾക്കാർക്ക് പറ്റും എന്നൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അത് കുറച്ച് സമയം ഇതുകൊണ്ട് പെട്ടെന്ന് മറുപടി പറയാം. അതായത് കേരളത്തിൽ ഇതുവരെ ആരോഗ്യ പ്രവർത്തകർ 12 ലക്ഷത്തിലധികം ആൾക്കാരെ ക്വാറന്റൈൻ ചെയ്യുക, 12 ലക്ഷത്തിൽ കൂടുതൽ ആൾക്കാരെ ക്വാറന്റൈൻ ചെയ്യുക, നേരിട്ട് ക്വാറന്റൈൻ ചെയ്യും, മറ്റ് കോൺടാക്ട്സ് ഒക്കെ വേറെയുണ്ട്. അപ്പം ക്വാറന്റൈൻ ചെയ്യുകയും മറ്റേ ഇതുവരെ 1,80,000 ആൾക്കാരെ ട്രീറ്റ് ചെയ്യുകയും ചെയ്താണ് കേരളത്തിലെ ആരോഗ്യവകുപ്പ് ഇതിൽ മാത്രം. ആ 1,80,000 ആളുകളിൽ വെറും 0.4%, 0.39% ആളുകളെ മാത്രമേ നമ്മൾ മരണത്തിന് വിട്ടുകൊടുത്തിട്ടുള്ളൂ. 99.61% ആളുകളെ രക്ഷിച്ച ഒരു ഡിപ്പാർട്ട്മെൻറ്റാണ് കേരളത്തിലെ ആരോഗ്യവകുപ്പ്. മാത്രമല്ല, അതിൽ ചിലരെ രക്ഷിക്കാൻ വേണ്ടി നമ്മൾ 72 ദിവസം അധ്വാനിക്കേണ്ടി വന്നു. പാരിപ്പള്ളി ആശുപത്രിയിൽ 20 ദിവസം കോമയിലുണ്ടായ 32 ദിവസം വെന്റിലേറ്ററിൽ കിടന്ന ആളെ രക്ഷിക്കാൻ വേണ്ടി 30 ലക്ഷത്തിൽ കൂടുതൽ രൂപ ചെലവഴിച്ചിട്ട് ആ ആശുപത്രി പ്രൈവറ്റ് ചെലവഴിക്കുകയും 30 ലക്ഷത്തിൽ രൂപ ചെലവഴിക്കുമായിരുന്നു. അതിനെയാണ് കേരളത്തിലെ ആരോഗ്യ പ്രവർത്തകർ, കേരളത്തിലെ ഡോക്ടർമാർ, കേരളത്തിലെ നഴ്സുമാർ, എല്ലാ സംവിധാനങ്ങളും കൃത്യമായ ഒരു നിർദ്ദേശങ്ങളുടെ പ്രകാരം പ്രവർത്തിച്ചുകൊണ്ട് രക്ഷിച്ചെടുത്തത്. മാത്രമല്ല,
ഇനി നമ്മൾ പാരിപ്പള്ളിയുടെ ഞാൻ മഞ്ചേരി മെഡിക്കൽ കോളേജിൽ പറഞ്ഞല്ലോ, നമ്മൾ ഓരോ കാര്യം പറയുമ്പം ഇന്ത്യയിലെ ആദ്യത്തെ വൺ ഓഫ് ദ ഫസ്റ്റ് പ്ലാസ്മ തെറാപ്പി കൊടുത്ത് ആളെ രക്ഷിച്ച സ്ഥലമാണ്, കോവിഡ് രോഗിയെ രക്ഷിച്ച സ്ഥലമാണ് മഞ്ചേരി മെഡിക്കൽ കോളേജ്. അവിടുത്തെ പ്ലാസ്മ ബാങ്ക് ഇന്ത്യയിൽ തന്നെ വൺ ഓഫ് ദ ആദ്യത്തെ പ്ലാസ്മ ബാങ്ക് ഇന്ത്യയിൽ ആരംഭിച്ച സ്ഥലമാണ് മഞ്ചേരി മെഡിക്കൽ. അവിടെ 27 അവിടെ നിന്ന് ക്യൂറായ 27 ആൾക്കാർ അവിടെ വന്ന് പ്ലാസ്മ വേണ്ടി കൊടുക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നു. മാത്രമല്ല ഈ പറഞ്ഞ കാര്യം COVID-19 സമയത്ത് ഒരു ഘട്ടത്തിൽ മാധ്യമങ്ങളിൽ ഇതൊന്നും ചർച്ച ചെയ്യാതെ പോയ സമയത്തും ആരോഗ്യ പ്രവർത്തകർ എന്താ ഫീൽഡിലുണ്ടായിരുന്നു. അവരുടെ വർക്ക് ഓരോ ദിവസം കൂടിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇന്ന് നമ്മൾ ആലോചിക്കേണ്ടത് വെച്ചാൽ 8-9 മാസമായിട്ടാണ് ആരോഗ്യ പ്രവർത്തകർ നിരന്തരമായിട്ട്, ഇപ്പോൾ 9-ാം മാസം ജനുവരി 30 തുടങ്ങിയല്ലേ, ഇപ്പോൾ എത്രയും കാലം നിരന്തരമായിട്ടുള്ള ഫീൽഡ് വർക്കും നമ്മുടെ JHമാരും JPHമാരും ആശാ വർക്കർമാരും അംഗൻവാടി വർക്കർമാരും നമ്മുടെ ഡോക്ടേഴ്സും നഴ്സസും എല്ലാ സംവിധാനങ്ങളും ഭരണ സംവിധാനങ്ങളും ഇപ്പോൾ മൊത്തത്തിൽ നിരന്തരമായിട്ട് ഇപ്പോൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് രോഗം പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റുക, ഒരു ജീവനെങ്കിൽ രക്ഷിക്കാൻ വേണ്ടി പറ്റുക. അതിൽ എല്ലാവരും ഉണ്ടാവും, എല്ലാ ജാതി മത വർണ്ണ രാഷ്ട്രീയ ഇതിലുള്ള ആൾക്കാരുണ്ടാവും. പക്ഷെ നമ്മളുടെ ഉദ്ദേശം അവിടെ ജീവനുകൾ രക്ഷിക്കുക എന്നുള്ളത് തന്നെയാണ്. ഈ 0.39% ഇപ്പം ആലോചിക്കണേ, നമ്മളുടെ മരണനിരക്ക് ഇത്രയും കേസുകൾ കൂടിയപ്പോൾ പോലും നമ്മൾ മരണത്തിന് വിട്ടുകൊടുക്കാൻ വേണ്ടി തയ്യാറാവാത്തതുകൊണ്ടാണ് ഇപ്പം ചില കേസുകൾ ഉണ്ടാവുമല്ലോ. നമ്മൾ കണ്ണൂരിലൊരു കേസ് ഉണ്ടായി, ഓർമ്മയുണ്ടോ? ആ കണ്ണൂരിൽ ശിക്ഷിക്കപ്പെട്ട ഡോക്ടർ ഒരാഴ്ച മുമ്പ് ഒരു സംഭവം ചെയ്തിട്ടുണ്ടായിരുന്നു, അതറിയണം. അതായത് അവിടെ ഒരാളുടെ ഹാർട്ട് ഒരു കാർഡിയാക് അറസ്റ്റ് വന്നിട്ട് ആശുപത്രിയിൽ വന്നപ്പം PPE കിറ്റ് ഇടാൻ സമയമില്ല. എന്നിട്ട് ആ ഡോക്ടർ PPE കിറ്റ് ഇല്ലാതെ കോവിഡ് ഘട്ടത്തിൽ ഒരു കോവിഡ് സസ്പെക്റ്റഡ് പേഷ്യൻറ്റിനെ CPR കൊടുത്തിട്ട് രക്ഷപ്പെടുത്തി. അന്ന് പിറ്റേ ദിവസം അവരുടെ ഒരു വാർത്തയടക്കം വന്നിട്ട് ചെറിയൊരു കോളത്തിൽ ഒരാഴ്ച കഴിഞ്ഞതിന് ശേഷം ആ ഡോക്ടറിൻ്റെ മുകളിൽ ഒരു ആരോപണം വന്ന സമയത്ത്, അതായത് ഒരു നിയോനേറ്റ് ഒരു കുട്ടിയെ വീട്ടിൽ പോയി ചികിത്സിക്കാൻ വേണ്ടി ഇല്ല എന്നൊരു ആരോപണം കാര്യമായിട്ട് വന്നപ്പോൾ സംസ്ഥാനം മൊത്തം ചർച്ചയാവുകയും അവിടെ നിന്ന് ട്രാൻസ്ഫർ ചെയ്യുന്നതൊക്കെ സാഹചര്യം ഉണ്ടായി. കാരണം എത്ര വലിയ ആളുകളാണെങ്കിലും എത്ര ഇതാണെങ്കിലും ചെറിയൊരു മിസ്റ്റേക്ക് പോലും ഇത് ആരോഗ്യ സംവിധാനത്തിൽ ഉണ്ടാവരുത് എന്നുള്ളൊരു പിടിവാശി ആരോഗ്യ പ്രവർത്തകർക്ക് ഉള്ളത് കൊണ്ടാണ്, ഇത് സംവിധാനത്തിലുള്ളത് കൊണ്ടാണ്. അപ്പോൾ അവിടെയാണ് ആ ഡോക്ടറുടെ ഒക്കെ മനോവീര്യം ഒന്ന് ആലോചിച്ച് നോക്കണം. അവർ കഴിഞ്ഞ ആഴ്ച വരെ ഇങ്ങനെ വർക്ക് ചെയ്യും, പക്ഷേ ഈ ആഴ്ച നമ്മൾ അറിഞ്ഞുകൊണ്ട് തന്നെ, കാരണം ചിലപ്പോൾ അങ്ങനെയാണ് പലപ്പോഴും ഓരോ ചെറിയ മിസ്റ്റേക്കുകൾ പോലും അംഗീകരിക്കാൻ പറ്റില്ല. ഇന്നിപ്പോൾ എവിടെയാണ് ഉണ്ടായത്? ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജ് എന്താണ് അത് മനസ്സിലാക്കണം. ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജ് ഇപ്പം നമ്മൾ സൗത്ത് ഇന്ത്യയിൽ തന്നെ വൺ ഓഫ് ദി ബെസ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടാണ് COVID-19 ചികിത്സിക്കാൻ വേണ്ടിയിട്ടുള്ളത്. അതിൻ്റെ ഒന്ന് ട്രസ്റ്റ് നമ്മൾ ഒരിക്കലും ഒരു ഇൻസിഡൻറ്റിൻ്റെ മുകളിൽ കളയാൻ വേണ്ടി പാടില്ല. ഒരു സാധനം എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഒരു ഇൻസിഡൻറ്റ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ ഇൻസിഡൻറ്റിന് എപ്പോഴെങ്കിലും ഒരു അല്പം പോലും ഗൗരവം കുറച്ചല്ല കാണുന്നത്. അതിനെക്കുറിച്ച് ഇൻഫർമേഷൻ കൊടുക്കുകയും അതിൻ്റെ പരിശോധന നടത്തുകയെല്ലാം ചെയ്തു. പലപ്പോഴും നമ്മൾ ഉണ്ടാവേണ്ട കാര്യം, ഇവിടെ ഒരു ഇതിന് വർക്ക് ചെയ്യുന്ന എല്ലാവരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഒരു തരത്തിലുള്ള ഒരു മോട്ടിവേഷൻ ആഗ്രഹിക്കുന്നവരാണ് എല്ലാവരും. എവ്രി വൺ ഇൻ ദ സിസ്റ്റം, അതൊക്കെ ബിയോണ്ട് പൊളിറ്റിക്സ്, എവ്രി വൺ സിസ്റ്റത്തിൻ്റെ മോട്ടിവേഷൻ ആഗ്രഹിക്കുന്നതാണ്. മുകളിലുള്ളത് തൊട്ട് താഴെയുള്ളവരെ എല്ലാവരും നമ്മുടെ ആശാപ്രവർത്തകരടക്കം. അപ്പോൾ ആ ചെയ്യുന്ന കാര്യങ്ങൾ നമ്മളിപ്പോൾ എന്ത് തന്നെ പറഞ്ഞാലും, ഇന്ത്യയിൽ ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് ശേഷം രോഗം ആരംഭിച്ച നമ്മുടെ തൊട്ടടുത്ത സംസ്ഥാനത്ത് ഇതുവരെ 10 ലക്ഷത്തിൽ അവർ 142 പേരെ മരണത്തിന് വിട്ടുകൊടുത്തപ്പം നമ്മൾ 10 ലക്ഷത്തിൽ നമുക്ക് ശേഷം അവർ അസുഖം തുടങ്ങിയത്. നമ്മളെക്കാളും വൾനറബിലിറ്റി കുറവാണ്, നമ്മളെക്കാളും ജനസാന്ദ്രത കുറവാണ്, നമ്മളെക്കാളും വയോജനങ്ങളുടെ പോപ്പുലേഷൻ കുറവാണ്, നമ്മളെക്കാളും ഹാർട്ട് അറ്റാക്കിൻ്റെ ഇൻസിഡൻസ് കുറവാണ്, നമ്മളെക്കാളും ഡയബറ്റീസ് ഇൻസിഡൻസ് കുറവാണ്. എന്നിട്ടും നമ്മൾ 10 ലക്ഷത്തി 20 പേരെ മാത്രമേ വിട്ടുകൊടുത്തുള്ളൂ. അതിനാൽ നമ്മുടെ 7 ഇരട്ടി കൂടുതലാണ് അവിടേക്ക് ഉണ്ടാകുന്നത്. പക്ഷേ എന്താണ് നമ്മളിതൊന്നും മേനി നടിക്കാൻ വേണ്ടി പറയുന്നതല്ല. കാര്യം എന്ന് വെച്ചാൽ മനസ്സിലാക്കേണ്ടത് ഇതിന് ഒരു മെസ്സേജ് കൂടി പറയാം. ഇനി വരുന്ന ദിവസങ്ങളിൽ നമ്മൾ നോക്കേണ്ടത് വെച്ചാൽ എല്ലാറ്റിനും അപ്പുറത്തേക്ക് ചിന്തിക്കേണ്ട കാര്യമുണ്ട്. ഈ 3 കാര്യങ്ങൾ നമ്മൾ ശരിക്കും ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട്. ഒന്ന്, നമ്മുടെ വയോജനങ്ങളെ ഒരു കൊക്കൂണിൽ സംരക്ഷിക്കുന്ന പോലെ നമ്മൾ സംരക്ഷിക്കണം. കാരണം വയോജനങ്ങളിലാണ്, ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നു, 72% മരണങ്ങൾ ഉണ്ടായിരിക്കുന്നത് സമൂഹത്തിലെ 14% താഴെ വരുന്ന വയോജനങ്ങളിലാണ് മരണം ഉണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവരൊരു കൊക്കൂണിൽ സംരക്ഷിക്കണം. അവരടുത്തേക്ക് വരുന്ന എന്ന് വെച്ചാൽ അവരെ പൂട്ടിയിട്ടണമെന്നല്ല നമ്മൾ പറയുന്നത്. പക്ഷേ അവരെ സംരക്ഷണ വലയത്തിൻ്റെ അകത്താണ് നിങ്ങളെങ്കിൽ, നിങ്ങൾ പുറത്ത് പോകുന്ന സമയത്ത് അവരെ സംരക്ഷണ വലയം എന്ന് പറയുമ്പം അവരുടെ കോൺടാക്റ്റിലാണ് നിങ്ങൾ വരുന്നതെങ്കിൽ നിങ്ങൾ പുറത്ത് പോകുന്ന സമയത്ത് അതീവ ജാഗ്രത പുലർത്തണം. ഓഫീസിലായി കഴിഞ്ഞാൽ ഒരുമിച്ച് ഇരുന്ന് ഭക്ഷണം കഴിക്കുന്ന സാഹചര്യം ഒഴിവാക്കണം. നമ്മൾക്ക് മാസ്ക് ധരിക്കണം. മാസ്ക് ധരിച്ചാൽ ഒരു പ്രത്യേകതയുണ്ട്. മാസ്ക് ധരിച്ചു കഴിഞ്ഞാൽ അഥവാ രോഗമുണ്ടാകുന്നുണ്ടെങ്കിലും അതിൻ്റെ 2 പേര് മാസ്ക് ധരിച്ചിട്ട് അടുത്ത് കുറച്ച് ദൂരം നിന്നിട്ട് ഒരാൾക്ക് കോവിഡ് ഉണ്ടെന്ന് വിചാരിച്ചോ, അപ്പോൾ അങ്ങനെ ഉണ്ടാകുന്ന സമയത്ത് അവരുടെ ഇനോക്കുലം, അതായത് ഒരാൾ മറ്റൊരാൾക്ക് എത്തുന്ന വൈറസിൻ്റെ സാന്ദ്രത കുറവായിരിക്കും. അങ്ങനെ ഉണ്ടാകുമ്പം സിംറ്റം കുറവുള്ള രോഗമാണ് ഉണ്ടാവുക. അസിംറ്റമാറ്റിക്കായ രോഗങ്ങളാണ് കൂടുതലായിട്ട് ഉണ്ടാവാൻ ചാൻസ്, മൈൽഡായ രോഗങ്ങൾ ഉണ്ടാവാൻ ചാൻസ്. അതുകൊണ്ട് മാസ്ക് സ്ഥിരമായിട്ട് അങ്ങ് മുഖത്തേക്ക് വെക്കണം. ഇനി 1.5 മാസം നമ്മൾ അതീവ ജാഗ്രത പുലർത്തേണ്ട ദിവസങ്ങളാണ്. പിന്നെ
നമ്മൾ എല്ലാ സ്ഥലങ്ങളിലും നമുക്ക് പറയണം, നമ്മൾ ഇപ്പം ചെയ്യാൻ പറ്റാവുന്ന ഏറ്റവും വലിയ സാമൂഹ്യ പ്രവർത്തനം എല്ലാ യുവജനങ്ങളും എല്ലാ രാഷ്ട്രീയ പ്രവർത്തനത്തിൽ ഏർപ്പെടുന്ന എല്ലാവർക്കും ചെയ്യാൻ പറ്റാവുന്ന കാര്യം എന്ന് വെച്ചാൽ പുറത്തിറങ്ങിയിട്ട് ആരെങ്കിലും കോവിഡ് മാനദണ്ഡങ്ങൾ പാലിക്കുന്നില്ലെങ്കിൽ, ആരെങ്കിലും ഒരു കടയിനകത്ത് സാനിറ്റൈസർ ഇല്ലെങ്കിൽ, ഒരു ATM സാനിറ്റൈസർ ഇല്ലെങ്കിൽ, ഒരു അകലം പാലിക്കുന്നില്ലെങ്കിൽ, ചേട്ടാ അല്ലെങ്കിൽ മാസ്ക് ധരിക്കുന്നില്ല, ചേട്ടാ ആ മാസ്ക് ഒന്ന് പൊക്കിയിടാൻ വേണ്ടി പറയുക. ആ മാസ്ക് പൊക്കിയിടാൻ പറയുന്ന ഓരോ ആക്ഷനും നമ്മുടെ അത്രയും വൈറസുകളെ കുറക്കുന്ന ബ്രേക്ക് ദ ചെയിൻ എന്നുള്ള ആക്ടിവിറ്റി ഇനി ഓരോരാളും ഏറ്റെടുത്ത് നടത്തേണ്ടതാണ്. നമ്മൾ ഒഴിവാക്കേണ്ട 3C, അതായത് ക്ലോസ് സെറ്റിംഗ്സ് ഒഴിവാക്കുക, ക്ലോസ്ഡ് കോൺടാക്ട്സുകൾ ഒഴിവാക്കുക, നമ്മൾ അടച്ചിട്ട സ്ഥലങ്ങൾ ഒഴിവാക്കുക, ക്രൗഡിങ് ഒഴിവാക്കുക. അത് മരണമായാലും കല്യാണമായി കഴിഞ്ഞാൽ എന്തായി കഴിഞ്ഞാലും അടുത്ത കുറച്ച് നാളുകൾ 1.5 മാസം നമ്മൾ ഇത്രയും ഇപ്പം നിങ്ങൾ പറയല്ലേ, പലപ്പോഴും നമുക്ക് അത്ഭുതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴും ആരോഗ്യവകുപ്പിനെ കുറ്റപ്പെടുത്തുക. എന്താ നമ്മൾ ചെയ്തത് ഒന്ന് ആലോചിച്ച് നോക്കുക. ഇത്രയും ആളുകൾ അശ്രദ്ധമായിട്ട് നിൽക്കുമ്പോഴും മാധ്യമങ്ങളടക്കം ഈ ചർച്ചയൊക്കെ വിട്ടപ്പോഴും ഈ കേസുകൾ കൂടുന്ന സമയത്ത് മരണം പിടിച്ചു നിർത്താൻ സാധിച്ചില്ലേ കേരളത്തിലെ ആരോഗ്യ പ്രവർത്തകർ? അംഗീകരിക്കേണ്ടതുണ്ട്. മറുപടി പറയാനല്ല, ഒരു മറുപടിയോ ഇതൊന്നല്ല നമ്മൾ ആഗ്രഹിക്കുന്നത്. പക്ഷേ ഇതൊരു എല്ലാവരും ഉൾക്കൊള്ളാൻ വേണ്ടി മാത്രം പറയുന്ന, ശരിക്കും പറഞ്ഞാൽ COVID-19 പ്രിവെൻഷൻ ആയിരിക്കണം. അത് എല്ലാറ്റിനും അപ്പുറത്തേക്ക് എന്തിനും മാനവരാശി എന്ന രീതിയിൽ അടുത്ത കുറച്ച് ദിവസങ്ങളിലേക്ക് വളരെ സിമ്പിളായിട്ട് വളരെ റിക്വസ്റ്റഡ് ആയിട്ട് പറയാണ്, നിങ്ങൾ ചെയ്യേണ്ട പ്രവർത്തനം വെച്ചാൽ നമ്മളുടെ ആരോഗ്യ പ്രവർത്തകർ, ആയിരക്കണക്കിന് ആരോഗ്യ പ്രവർത്തകരാണ് ഇപ്പോൾ അസുഖം ബാധിച്ചിരിക്കുന്നത്. എൻ്റെ വൈഫ് വർക്ക് ചെയ്യുന്ന സ്ഥലങ്ങൾ, ഇപ്പം ഞാൻ ഒരു ചെറിയൊരു ഉദാഹരണം പറയാം. എൻ്റെ വീട്ടിൽ ഞാൻ 6 മാസത്തിന് ശേഷം പോയപ്പം അവിടെ 3 ദിവസം ഞാൻ ഉണ്ടായിരുന്നുള്ളൂ. ആ ദിവസം പോയ സമയത്ത് ഫസ്റ്റ്, ഇത് വലിയ കാര്യമായിട്ട് പറയുന്നില്ല, പക്ഷേ ഫസ്റ്റ് ദിവസം പോയപ്പോൾ എനിക്ക് ചെറിയ അസുഖമുണ്ട്. കാരണം തലേ ദിവസം എൻ്റെ അവിടെ പൂജപ്പുരയിലെ വയോജന കേന്ദ്രത്തിനകത്ത് എനിക്ക് പോകേണ്ടി വന്നിരുന്നു. അപ്പോൾ എനിക്ക് സംശയമായി. അപ്പോൾ ഞാൻ 3 ദിവസത്തിലേക്ക് വീട്ടിൽ പോയപ്പോൾ 2 ദിവസം ഞാൻ വീട്ടിലേക്ക് മാറി ഐസൊലേറ്റ് നിന്നു. എൻ്റെ മോളെടുക്കുന്നൊക്കെ ആകെ 6 മാസത്തിലേക്ക് ഒരിക്കൽ കാണാൻ വേണ്ട അവസരം കിട്ടിയത്. പക്ഷേ എന്നാലും നമുക്കൊരു ബുദ്ധിമുട്ടല്ല. മറ്റെല്ലാ ആരോഗ്യ പ്രവർത്തനം നോക്കുമ്പോൾ നിസ്സാരമായ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അങ്ങനെ എല്ലാവരും ചെയ്യുന്ന കുറേ കാര്യങ്ങളാണ്. കുറേ ആൾ രോഗം വന്നിട്ടുണ്ട്, കുറേ ആൾ മരണത്തോട് മല്ലിട്ടിട്ടുണ്ട്. കേരളത്തിലൊരു ഒരു ഡോക്ടർ മരിച്ചിട്ടുണ്ട്. പക്ഷേ അതുകൊണ്ട് തന്നെ ഇതൊരു ത്യാഗമാണ്. ഇതിലും നമ്മൾ പട്ടാളക്കാരൊക്കെ ചെയ്യുന്ന പോലത്തെ ഒരു പ്രവർത്തനമായിട്ട് അങ്ങനെ കരുതിയില്ലെങ്കിലും ഒരു കാര്യം ചെയ്യേണ്ടത്, ഇത് പോരാളികളാണ്. ഇതിലൊക്കെ രാഷ്ട്രീയം ഉണ്ടാവാം, പക്ഷെ അതൊന്നും ആരും ഇതിനകത്ത് കൊണ്ടുവരത്തില്ല. ഞാൻ പലപ്പോഴും എന്നെ ഒരു ഇതായിട്ടാണ് വെച്ചത്. ഞാൻ കഴിഞ്ഞ സർക്കാർ ഉണ്ടായ സമയത്ത് 2 പ്രാവശ്യം ഗുഡ് സർവീസ് സെൻറ്റർ കിട്ടിയ ആളാണ്. നമ്മൾ ആരും ജോലിയുടെ അകത്ത് രാഷ്ട്രീയം കലർത്താറില്ല. അതുകൊണ്ട് തന്നെ കുറച്ച് ദിവസം അടുത്ത 1.5 മാസത്തേക്ക് നമ്മൾ വളരെ സൂക്ഷ്മമായിട്ട് വളരെ കൃത്യമായിട്ട് നമ്മുടെ നാടിനെ സംരക്ഷിക്കാൻ വേണ്ടി എല്ലാവരും ഇറങ്ങണമെന്ന് വിനീതമായിട്ട് ഇവിടുത്തെ ആരോഗ്യ പ്രവർത്തകർക്ക് വേണ്ടി റിക്വസ്റ്റ് ചെയ്യാണ്. അഷീൽ ഗദ്ഗതകണ്ഠനായി. അഷീലിൻ്റെ മാസ്ക് ഉള്ളത് കൊണ്ട് തന്നെ അഷീലിൻ്റെ മുഖത്തുള്ള ഭാവങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയില്ല. പക്ഷേ അദ്ദേഹത്തിൻ്റെ വാക്കുകളിലെ വികാര വിക്ഷോഭങ്ങൾ ഞാൻ ഉൾക്കൊള്ളുന്നു. ഷഫീറെ, ഞാൻ ഷഫീറിനോട് ഒന്നും പറയില്ല, പക്ഷേ ഷഫീർ ഒരു വാചകം പറയണം. അതായത് ഏതാനും ചെറിയ ചെറിയ വ്യതിയാനങ്ങളിൽ നമ്മൾ കേരളത്തിലെ ആരോഗ്യ മേഖല നൽകുന്ന സംഭാവനകളെ നമ്മൾ ഒരിക്കലും ചെറുതായി കാണരുത്. എന്താ കാരണം, എനിക്കൊരു ഈ സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയുന്ന സാധനമുണ്ട്. ഇപ്പോൾ എനിക്കറിയാം, ഇപ്പോൾ അഷീറിൻ്റെ മാസ്ക് മാറ്റിയിരുന്നെങ്കിൽ അഷീറിൻ്റെ കണ്ണിക്കൂടി ഒഴുകിയ ജലം നമുക്ക് കാണാൻ പറ്റുമായിരുന്നു, കണ്ണുനീര് കാണാൻ പറ്റുമായിരുന്നു. ആ കണ്ണുനീര് ഷഫീർ കണ്ടിരുന്നെങ്കിൽ ഷഫീർ മാപ്പ് ചോദിച്ചതെന്ന് എനിക്ക് ഉറപ്പുണ്ട്. ഷഫീറിനൊരു മാപ്പിന് വേണ്ടിയിട്ടല്ല ഞാനത് പറയുന്നത്. പക്ഷേ എങ്കിൽ പോലും ഒരു അപ്പോളജി നമ്മുടെ എല്ലാവരുടെയും ഭാഗത്തു നിന്ന് നൽകേണ്ടതുണ്ട്. എനിക്ക് ഈ ചർച്ച ഈ ഒരു വൈകാരികമായ തരത്തിലേക്ക് മാറുന്നതിൽ എനിക്കും തന്നെ ഒരു വിഷമമുണ്ട്. പക്ഷേ ഈ വൈകാരികതയാണ് ഈ മുഹൂർത്തത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം. മാത്രമല്ല, തൊട്ട് അയൽ സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് 5-6 മടങ്ങ് ആ അയൽ സംസ്ഥാനങ്ങളിലെ മരണനിരക്ക് മുകളിലിരിക്കുമ്പോൾ അതിനേക്കാൾ 6-1 7-1 ആയിട്ട് മരണനിരക്ക് കുറച്ച് നിൽക്കുമ്പോൾ 1-2 ഒറ്റപ്പെട്ട ഇൻസിഡൻസിനെ വെച്ചിട്ട് ഈ പറയുന്ന ആയിരക്കണക്കിന് അഷീലിനെ പോലുള്ള ആരോഗ്യ പ്രവർത്തകരെ അവരുടെ മേൽ നമുക്ക് വിരൽ ചൂണ്ടാൻ പാടണ്ടോ ഷഫീർ? അല്ല, ആരോഗ്യ പ്രവർത്തകരെ വിട്ടേക്ക്, ഞങ്ങൾ കുറ്റപ്പെടുത്തില്ല. ഡോക്ടർ അഷീൽ, ഒരു തെറ്റിദ്ധാരണയും വേണ്ട കേട്ടോ. കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ആരോഗ്യ പ്രവർത്തകരെ മാനിക്കുന്നു. ഞാൻ ഒന്ന് ഇന്റർവ്യൂ ചെയ്യാണ്. ആരോഗ്യ പ്രവർത്തകരെ മാനിക്കുന്നു എന്ന് പറയുമ്പം ലിനിയുടെ ഭർത്താവ് ജോലി ചെയ്യുന്ന സ്ഥലത്ത് പോയി സമരം നടത്തിയതാരാ? ഷഫീറിന്റെ പാർട്ടിയല്ലേ? അവരെ ഹെൽത്ത് വർക്കറല്ലേ? ഹെൽത്ത് വർക്കറായ നിപ്പയുടെ കാലത്ത് രക്തസാക്ഷിത്വം വരിക്കേണ്ടി വന്ന ലിനി എന്ന സിസ്റ്റർ, ആ സിസ്റ്ററുടെ ഭർത്താവിന് ഗവൺമെന്റ് ജോലി കൊടുത്തപ്പം അവിടെ പോയി സമരം നടത്തിയവരെ നിങ്ങളുടെ വാക്കും പ്രവൃത്തിയും തമ്മിൽ ഒരു ബന്ധവുമില്ല ഷഫീർ. ഇന്റർവ്യൂ ചെയ്ത് അവസാനിപ്പിക്കും. ഒറ്റ മിനിറ്റ്. ഇവരിപ്പോൾ പറഞ്ഞു ഹെൽത്ത് സെക്ടറിന്റെ അകത്ത് അഷീൽ പറഞ്ഞു, ഞാൻ പറഞ്ഞു തുടക്കം മുതൽ 6 മാസമായി ഇതും കൊണ്ട് ഒരു ഇടപെട്ട് പ്രവർത്തിക്കുന്ന ഒരു ജനപ്രതിനിധിയാണ്. ഹെൽത്ത് വർക്കേഴ്സിന്റെ ത്യാഗത്തെ നമുക്ക് നമിച്ചേ പറ്റൂ. കുടുംബത്തെ ഡിറ്റാച്ച്, എൻ്റെ അനുഭവം ഞാൻ പറയാം. ഒരു കോഴിക്കോട് ഞങ്ങളുടെ ബോർഡറിങ് പ്രദേശമാണല്ലോ. അപ്പോൾ ഒരു ബന്ധു മരിച്ചപ്പം അടുത്ത ബന്ധു അച്ഛനോ അമ്മയോ അങ്ങനെ ആരോടും തലശ്ശേരി ഹോസ്പിറ്റലിൽ ഒരു സ്റ്റാഫ് ഹെൽത്ത് കെയർ വർക്കർ, അവിടുത്തെ ആളുകൾ പറഞ്ഞു വരാൻ പാടില്ല.
പ്രദേശത്തെ ആളുകൾ ഞങ്ങളവിടെ ഇടപെട്ടു, അവരെ കുട്ടിയെ പെൺകുട്ടിയെ ക്രിമേഷനിൽ ജസ്റ്റ് ഒന്ന് കണ്ടു തിരിച്ചുപോയി. ഇങ്ങനെ അനുഭവങ്ങൾ പലതും ഉണ്ടായിട്ടുണ്ട്. സ്വന്തം ബന്ധുക്കൾ മരിക്കുമ്പോൾ പോലും ആ ചടങ്ങിനകത്ത് പങ്കെടുക്കാതെ മാറി നിൽക്കേണ്ടി വരുന്ന കേരളത്തിലെ ആരോഗ്യ പ്രവർത്തകരെ അപമാനിച്ച രീതി ശരിയല്ല. ഇനി ഒറ്റപ്പെട്ട സംഭവം ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ. നിലമ്പൂരിലെ കോൺഗ്രസ് ഓഫീസിൽ രാധ ബലാത്സംഗം ചെയ്ത് കൊല്ലപ്പെട്ടു. അതിനർത്ഥം എല്ലാ കോൺഗ്രസ് ഓഫീസിലും ബലാത്സംഗം നടക്കുന്നു അല്ല, അതൊരു ഒറ്റപ്പെട്ട സംഭവം. അതുപോലെ തന്നെയാണ് ഇതൊരു ഒറ്റപ്പെട്ട സംഭവമാണ്. ഈ ഒറ്റപ്പെട്ട സംഭവത്തിന്റെ പേരിൽ കേരളത്തിന്റെ ആരോഗ്യ മേഖല എഴുത്തി കാണിച്ചതിന് കേരളത്തിലെ ഹെൽത്ത് വർക്കർ അവർ ഇത് 6 മാസമായി, നിങ്ങൾ മനസ്സിലാക്കണം, ഒരു മൊണോട്ടണസ് ആയ വർക്കാ, മടുപ്പ് വരുമല്ലോ. എന്നിട്ടും 6 മാസത്തിലേറെയായി ഒരു വാർ ഫ്രണ്ടിനകത്ത് നിൽക്കുന്ന കോവിഡ് വാരിയേഴ്സ്, അവരാണ് ഹെൽത്ത് വർക്കേഴ്സ്. ആ ഹെൽത്ത് വർക്കേഴ്സിന് ഷഫീർ അപമാനിച്ച് ശരിയായില്ല. അവരുടെ അപ്പോളജൈസ് ചെയ്താൽ അത് ഷഫീറിന്റെ മഹത്വം വർദ്ധിപ്പിക്കുകയുള്ളൂ. നിങ്ങൾ എന്താ പറഞ്ഞത്? പുഴു വരിച്ചു. ഞാൻ ചോദിക്കുന്നത് ഹെൽത്ത് വർക്കർമാർ ആത്മാർത്ഥ പ്രവർത്തിച്ചിട്ടുണ്ട്. തിരുവനന്തപുരം മെഡിക്കൽ നിങ്ങൾ മെഡിക്കൽ കോളേജ് നിങ്ങൾ പറഞ്ഞല്ലോ, നിങ്ങൾ പ്രവർത്തിക്കുന്നത് കോർപ്പറേറ്റുകൾക്ക് വേണ്ടിയാ. അത് കേരളത്തിലെ പബ്ലിക് സെക്ടറിനകത്ത് സ്പ്രിംഗ്ലർ ആണെങ്കിൽ അതിനും ഡിബേറ്റ് ഞങ്ങൾ തയ്യാറാ. കോർപ്പറേറ്റുകളുടെ പാദസേവ നടത്തുന്നവരെ നിങ്ങൾക്ക് കേരളത്തിലെ മെഡിക്കൽ കോളേജിൽ തകരണം. നിങ്ങൾക്ക് കേരളത്തിലെ മെഡിക്കൽ കോളേജിൽ കാരണം മഞ്ചേരി മെഡിക്കൽ കോളേജിനകത്ത് ആളുകൾ പോകാൻ പാടില്ല എന്നൊരു മാനസികാവസ്ഥ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ പൊതുമേഖല സംവിധാനം തകർക്കാൻ ശ്രമിക്കുന്ന എനിക്ക് സമയം അവസാനിക്കുന്ന വേറൊന്നുമില്ല. എനിക്ക് ഒറ്റ കാര്യമുള്ളൂ. എനിക്ക് ഇന്ന് ഗദ്ഗത കണ്ടനായി ഒരുപക്ഷെ കണ്ണ് നനഞ്ഞുകൊണ്ട് ഡോക്ടർ അഷീൽ നടത്തിയിട്ടൊരു അഭ്യർത്ഥനയുണ്ട്. അത് CPM-ന് ഷഫീർ ഒരു സെക്കൻഡ്, ആ അഭ്യർത്ഥന എല്ലാവർക്കും ബാധകമാണ്. ഞാൻ ഉൾപ്പെടെയുള്ള CPM ഉൾപ്പെടെ കോൺഗ്രസ് ഉൾപ്പെടെ BJP ഉൾപ്പെടെ എല്ലാ ആൾക്കാർക്കും ബാധകമാണ്. എല്ലാ ആൾക്കാർക്കും ബാധകമാണെങ്കിൽ മാത്രമേ കേരളത്തിന് രക്ഷപ്പെടാൻ പറ്റുള്ളൂ. അതല്ലെങ്കിൽ നമ്മുടെ എല്ലാവരുടെയും ജീവന് മേൽ ഒരു ഡെമോക്രസിൻ്റെ വാളുണ്ടെന്ന് ചിന്തിക്കുക. ഞാൻ ഡോക്ടർ അഷീലിനെ സല്യൂട്ട് ചെയ്യാണ്. കേരളത്തിലെ ആരോഗ്യ പ്രവർത്തകരെ സല്യൂട്ട് ചെയ്യാണ്. ഡോക്ടർ അഷീലിൻ്റെ വാക്കുകൾ ഒരുപക്ഷെ ഒരിക്കൽ കൂടി നമ്മൾ മനനം ചെയ്യണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ന്യൂസ് ആൻഡ് വ്യൂസ് അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം, ശുഭരാത്രി.